നല്ല ദൈവമേ, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് അങ്ങയെക്കുറിച്ചുള്ള അറിവാണ് എന്ന് ഞങ്ങൾക്കറിയാം. വിശുദ്ധ ഗ്രന്ഥത്തെ ശരിയായി മനസ്സിലാക്കിയാൽ ഞങ്ങൾക്ക് അങ്ങയെ ശരിയായി മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സംസാരിക്കുന്ന ഞങ്ങളോട്, മനുഷ്യവംശത്തോട് സംസാരിച്ച അവിടുത്തെ സ്വരം യഥാർത്ഥത്തിൽ ശരിയായി ശ്രവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഗ്രഹണശക്തിയെയും ഞങ്ങളുടെ കുറവുകളെയും ഞങ്ങളുടെ ബൗദ്ധികമായ കഴിവുകളെയും ഒക്കെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, മാനുഷികമായ ബുദ്ധിക്കും മനുഷ്യന്റെ അറിവിനും അതീതമായ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ആദരവോടും സ്നേഹത്തോടും കൂടെ സമീപിക്കാനും വിശുദ്ധ രഹസ്യങ്ങളെ സ്നേഹത്തോടുകൂടെ സമീപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള സമയത്ത് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ക്ലാസ് മുതൽ നമ്മൾ മറ്റൊരു കാര്യം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം ഇതിനൊന്ന് കൺക്ലൂഡ് ചെയ്ത് സംസാരിച്ച ശേഷം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളോട് പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് സംസാരിക്കാം. നമ്മൾ ഇന്നോ മറ്റു ദിവസങ്ങളിലൊക്കെയായി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ എന്താണ് ഈ ഭാഗത്തിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് സംശയമുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ എഴുതി അയച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. കാരണം വിശുദ്ധഗ്രന്ഥം മുഴുവനും സംസാരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ഇന്ന് ചോദിച്ചേക്കുന്ന ചില ചോദ്യങ്ങൾക്കകത്ത് പ്രധാനപ്പെട്ട ഒന്ന് ഈ ബാബേൽ ഗോപുരവുമായി ബന്ധപ്പെട്ടതും നോഹയുടെ പെട്ടകവുമായി ബന്ധപ്പെട്ടതും നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ചും കൂടെ നമുക്ക് സംസാരിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്തിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം അത് ദൈവ വചനത്തെക്കുറിച്ചുള്ള സംഭാഷണമാണ്, അതിനെക്കുറിച്ചുള്ള പഠനം. അതുകൊണ്ട് ദൈവവചനം അത് ലഭ്യമായിരിക്കുന്നത് സഭയിലാണ് എന്ന് നമുക്കറിയാം. അതിന് ലിഖിത രൂപത്തിലുള്ള വചനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ട വചനം അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് നമുക്കുള്ളത്. ഒന്ന് പഴയ നിയമമെന്നും രണ്ടാമത്തേത് പുതിയ നിയമമെന്നുമാണ് വിളിക്കപ്പെടുന്നത്. നമുക്കറിയാം അതിലെ ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പഴയ നിയമത്തിനകത്താണുള്ളത്. ഇനി ഈ പഴയ നിയമത്തിനകത്ത് തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് അബ്രാഹത്തിന്റെ വിളി വരെയുള്ള വിളിയിൽ ആരംഭിക്കുന്ന 12-ാം അധ്യായം. അബ്രാഹത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്ന 12-ാമത്തെ അധ്യായത്തിലാണ്. അതായത് 12-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളും 12-ാം അധ്യായത്തിന് ശേഷമുള്ള ഭാഗങ്ങളും എന്ന് വേണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഴയ നിയമത്തെ നമുക്ക് തിരിക്കാം. എന്താണ് അങ്ങനെ തിരിക്കാനുള്ള കാരണം? ഈ 11 അധ്യായങ്ങൾ, അബ്രാഹത്തെ വിളിക്കുന്ന 12-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ പ്രോപ്പർലി ഒരു ചരിത്രം എന്ന് പറയാൻ പറ്റില്ല. പകരം അതിനെ പ്രീ ഹിസ്റ്റോറിക് എന്നൊക്കെ വിളിക്കാറുണ്ട് ആളുകൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഹിസ്റ്റോറിക്കൽ തിയോളജിക്കൽ നരേറ്റീവാണ്. അതായത് ദൈവശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ ദൈവശാസ്ത്ര ആഖ്യാനമാണ്. ചരിത്രം അല്ല. എന്നാൽ ചരിത്രമില്ല എന്ന് ചോദിച്ചാൽ ചരിത്രം അതിനകത്തുണ്ട്. അതിന്റെ ദൈവശാസ്ത്ര ആഖ്യാനമാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ആദ്യ ഭാഗങ്ങളിൽ കുറച്ച് സമയമെടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കാതെ പോകും. നമുക്ക് ആദ്യത്തെ എപ്പിസോഡുകൾ സൂക്ഷ്മമായി കാണുന്ന ആളുകൾക്ക് അത് പിടികിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ സംസാരിക്കുന്ന ആമുഖം, ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾക്ക് സംസാരിക്കാനുള്ള വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തുടക്കത്തെക്കുറിച്ചുള്ള പരാമർശം, സിംബോളിക് ആയിട്ടുള്ള അതിന്റെ ലാംഗ്വേജ്, എന്താണ് അതിനകത്ത് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കോംപ്ലക്സിറ്റീസ് നമ്മുടെ ഇടയ്ക്കുള്ളത്. അപ്പൊ ആ കോംപ്ലക്സിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം ഒരു പരിധി വരെ ഹിസ്റ്റോറിക്കലാണ്. മിശിഹായുടെ വരവിന് വേണ്ടിയുള്ള ചരിത്രത്തിലെ ഒരുക്കത്തെക്കുറിച്ചാണ് ആ ഭാഗങ്ങളിൽ പ്രധാനമായും മുഴുവനും സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ പ്രവാചകന്മാരെ കാണും, പുറപ്പാട് പോലത്തെ സംഭവങ്ങൾ, അവയുടെ വിശദീകരണങ്ങൾ, അതിനുശേഷമുള്ള സംഭവങ്ങൾ, ഇസ്രയേലിന്റെ ഭരണകാലഘട്ടം, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരു ഇസ്രയേലിന്റെ മിശിഹ വരെയുള്ള ചരിത്രത്തെയും ഈ പഴയ നിയമകാലം അവതരിപ്പിക്കുന്നുണ്ട്. ഒപ്പം അതിന്റെ ചരിത്രം മാത്രമല്ല, വെറുതെ ഒരു ഇസ്രായേൽ ജനം എങ്ങനെ ജീവിച്ചു എന്നതിന്റെ ചരിത്രം മാത്രമല്ല, അതിന്റെ അപ്പുറത്ത് രക്ഷാകര ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രമായിട്ട് ഈ രക്ഷാചരിത്രം കലർന്നു കിടക്കുന്നു. എന്നാൽ അതിന്റെ അപ്പുറത്ത് രക്ഷാചരിത്രത്തെ അവതരിപ്പിക്കുന്നു. അതായത് മിശിഹ ഈ ഭൂമിയിലേക്ക് വരാൻ കഴിയുന്ന വിധത്തിൽ എങ്ങനെയാണ് മനുഷ്യവംശം ഒരുങ്ങിയത്,
മനുഷ്യവംശം ഒരുങ്ങിയത്? ദൈവശാസ്ത്രപരമായി എങ്ങനെയാണ് ഒരുങ്ങിയത്? ദൈവം എങ്ങനെയാണ് അവരെ ഒരുക്കിയത് എന്ന് വെച്ചാൽ അത് ശാരീരികമായി മാത്രമല്ല, നമുക്കറിയാം അവരെ ആത്മീയമായി ഒരുക്കിയത് എങ്ങനെയാണ്, അവരെ അവബോധത്തിൽ ഒരുക്കിയത് എങ്ങനെയാണ്, അവരുടെ ധാർമ്മികതയിൽ അവരെ വളർത്തിയത് എങ്ങനെയാണ്, മിശിഹായെ സ്വീകരിക്കുന്നത് വരെ ഇവരുടെ ധാർമ്മികത എങ്ങനെയാണ് വളർന്നത് എന്ന് തുടങ്ങുന്ന വിഷയങ്ങളൊക്കെയാണ് നമ്മൾ പഴയ നിയമത്തിനകത്ത് കാണുന്നത്. പുതിയ നിയമം നമുക്ക് വളരെ വ്യക്തമാണ്, അത് ഈശോ തന്നെയാണ്, ഈശോയെക്കുറിച്ചുള്ള സംഭാഷണമാണ്, മനുഷ്യാവതാരം ചെയ്ത ഈശോയെ തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ ചെയ്തത് ആദ്യം വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള പൊതു ദൈവശാസ്ത്ര വിവരണം ദൈവവർബം നമുക്ക് തരുന്നത് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗങ്ങളെ, ചില ഭാഗങ്ങളെ പ്രത്യേകമായി എടുത്ത് നമ്മളെ ഒരു 4-5 അധ്യായങ്ങൾ ഓരോ വേർഡ് ടു വേർഡ് നമ്മൾ സംസാരിച്ചു. ഓരോ വാക്കും വാചകവും എടുത്ത് എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളത് എന്ന് വെച്ചാൽ ഏത് തരത്തിലുള്ള വ്യാഖ്യാന ശൈലിയാണ് ഇതിന് ചേരുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നറിയാൻ പറ്റുന്നത് പോലെയാണ് ആ ഭാഗങ്ങളൊക്കെ സംസാരിച്ചത്. അങ്ങനെ നമുക്ക് മുഴുവനും ഒരിക്കലും സംസാരിച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 11 അധ്യായങ്ങളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളങ്ങ് അവസാനിപ്പിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സംസാരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ ആദ്യത്തെ 11 അധ്യായങ്ങൾ ഒരിക്കലും ലിറ്ററലി വ്യാഖ്യാനിക്കാനുള്ളതല്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അക്ഷരാർത്ഥത്തിലുള്ള ചരിത്രമില്ല, അക്ഷരാർത്ഥത്തിലുള്ള സയൻസ് ഇല്ല, അക്ഷരാർത്ഥത്തിലുള്ള സംഭവങ്ങളുമില്ല. പകരം സംഭവങ്ങളുടെ പശ്ചാത്തലമുണ്ട്, നടന്നിട്ടുള്ള സംഭവങ്ങളുടെ ഒരു അംശങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പം അവയെ ഉപയോഗിച്ചുകൊണ്ടോ ചിലതിനെ കൂട്ടിക്കലർത്തിക്കൊണ്ടോ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ എന്നാണ് പറയേണ്ടത്. 2-3 ഗണത്തിൽ തന്നെ ഉണ്ട് എന്ന് പറയാം. പ്രീസ്ലി, ആവിസ്റ്റിക്, എലോയിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗണത്തിലുള്ളവർ തന്നെയുണ്ട്. ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവയെ സംയോജിപ്പിച്ച്, ഈ സംഭവങ്ങളെ പറക്കിയെടുത്ത്, ചില സംഭവങ്ങളെ സംയോജിപ്പിച്ച് അവയിലൂടെ മനുഷ്യവംശത്തിന്റെ ജീവിതത്തിനൊരു ദർശനം കൊടുക്കുന്ന ഒരു വീക്ഷണം അവതരിപ്പിക്കുകയാണ്. രണ്ടാമത് ഈശോയുടെ വരവിന് വേണ്ടിയുള്ള മനുഷ്യവംശത്തിന്റെ കാത്തിരിപ്പിന്റെ ഒരു ആമുഖം കൂടെ അവതരിപ്പിക്കുകയാണ്. ഇസ്രായേൽ അബ്രാഹത്തെ തൊട്ടുള്ള ചരിത്രം നമുക്കറിയാം. അതിനു മുമ്പുള്ള ചരിത്രമൊന്നും ആരും എഴുതി വെച്ചിട്ടില്ല. വിശുദ്ധഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തെ ഈ ദൈവം മനുഷ്യ സൃഷ്ടിയൊക്കെ നടത്തിയത് കണ്ടിരുന്ന ഒരാൾ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തിയേക്ക് നമ്മൾ കാണുമെങ്കിലും സത്യത്തിൽ അങ്ങനെയല്ല. പകരം അതുവരെയുള്ള അബ്രാഹം വരെയുള്ള ചരിത്രത്തിന്റെ കാലഘട്ടം അത് ഭയങ്കര സുദീർഘമാണെന്ന് പറഞ്ഞാൽ സയൻസിന് എത്ര കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും സുദീർഘമാണത്. ഈ ഗ്രഹങ്ങളുടെയൊക്കെ രൂപീകരണങ്ങൾ മുതൽ മനുഷ്യവംശത്തിന്റെ മില്യൺസ് ഓഫ് ഇയേഴ്സിന്റെ നിലനിൽപ്പ് വരെയുള്ള ആ ബൃഹത്തായ ചരിത്രത്തെ ഇങ്ങനെ ചുരുക്കിയെടുത്തിട്ട് അതിനകത്തുനിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണമോ അത് മാത്രം അവതരിപ്പിക്കുകയാണ് ഈ 11 അധ്യായങ്ങൾക്കകത്ത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഒരിക്കലും നമുക്കൊരു ഹിസ്റ്ററി കണ്ടുപിടിക്കാനൊന്നും പറ്റിയല്ല. എന്ന് വെച്ചാൽ ആദ്യം ആദോ ഹവായും ജനിച്ചു, പിന്നെ അവർക്ക് ഇന്നീന മക്കളുണ്ടായി, അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അബ്രാഹാം ജനിച്ചു. ഈ വർഷങ്ങളെല്ലാം അവിടെ കൂട്ടി നോക്കിയാൽ ഏതാനും 1000 വർഷങ്ങൾ താഴെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. മനുഷ്യവംശം ഉണ്ടായിട്ട് അതിനേക്കാൾ ഒത്തിരിയേറെ വർഷങ്ങളായിട്ടുണ്ട് എന്ന് ലോകത്തെല്ലാവർക്കും ഇന്നറിയാം. അന്നത്തെ ആളുകൾക്ക് പോലും അത് അറിയാമായിരുന്നിരിക്കണം, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവർക്കും അറിയാമായിരുന്നിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ജീവിച്ചിരുന്ന ആളുകളെ കുറിച്ച് മാത്രം പറയൽ അതിന്റെ ഉദ്ദേശമല്ല. ഇനി എന്താ ശരിക്കും ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ചെയ്തത്? ആ വലിയ ചരിത്രത്തിനകത്തെ പ്രസിദ്ധരായ ചില ആളുകളെ പെറുക്കിയെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവിയുള്ള, പണ്ടൊക്കെ അങ്ങനെയല്ല സാധ്യതയുള്ളൂ, തലമുറകളിലൂടെ പറഞ്ഞ് കടന്നു വന്നിട്ടുള്ള ചില വ്യക്തികൾ, അവരുടെ ജീവിതം, അവർക്ക് ദൈവത്തോടുള്ള ബന്ധം, ഇവ കാര്യങ്ങളെയൊക്കെ ദൈവശാസ്ത്രപരമായ ഒരു പശ്ചാത്തലത്തിൽ, അതായത് നിനക്ക് ദൈവത്തോട് ഏത് തരത്തിലുള്ള ബന്ധമുണ്ടാകണം, ദൈവം ആരാണ്, ദൈവം എന്താണ് നിന്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത്, ദൈവം നിന്നോട് എങ്ങനെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, നീ ആരാണ് ദൈവത്തിന് മുൻപിൽ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയുന്നത് പോലെ ചില സംഭവങ്ങളെയോ കാര്യങ്ങളെയോ ഒക്കെ പെറുക്കിയെടുത്തും വിശകലനം ചെയ്തും വിശദീകരിച്ചും സിംബോളിക്കായിട്ട് എന്ന് പറഞ്ഞാൽ പ്രതീകാത്മകമായി ഒരു കാര്യത്തെ നേരെ പറയുന്നതിനേക്കാൾ ഒരു പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന പ്രതീകാത്മകമായൊക്കെ അവതരിപ്പിക്കുന്ന ശൈലിയാണ് ഈ 11 അധ്യായങ്ങൾക്കകത്ത് മുഴുവനും വിടർന്നു കിടക്കുന്നത്. അതിനകത്തോടെ ഒരു സാങ്കല്പികമായ അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ ഒരു ചരിത്രത്തിന്റെ ഒരു എന്താ പറയാ മനുഷ്യന്റെ ഹിസ്റ്ററി, അതായത് ഒരു സന്തതി പരമ്പര എന്നൊക്കെ പറയാവുന്നൊക്കെ അതിനകത്ത് കടന്നു പോകുന്നുണ്ട്. അബ്രാഹാം ആദം തൊട്ട് ഇങ്ങനെ മക്കളുടെ മക്കൾ, ജീനിയോളജി എന്നാണ് അതിന് ഇംഗ്ലീഷ് പറയുന്നത്. മലയാളത്തിൽ അതിനെ എന്താണ് പറയുന്നത്, ജീനിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകളിലൂടെ ഇങ്ങനെ കടന്നു വരുന്ന ഇന്നയാളുടെ മകൻ ഇന്നയാൾ എന്ന് പറയുന്ന തരത്തിലുള്ള അവതരണത്തെയാണ് ജീനിയോളജി എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഒരു ജീനിയോളജി ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
ഇങ്ങനെയൊക്കെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യനെ ദൈവം മണ്ണ് ഒഴിച്ച് സൃഷ്ടിച്ചു എന്ന് പറയാൻ എന്താണ് അതിന്റെ അർത്ഥം? ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഈക്വാലിറ്റി, ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങൾ എന്ന് പറഞ്ഞാലൊന്നും തീരാത്തിടത്തോളം കടൽ പോലെ കിടക്കുന്ന ആഴമുള്ള ധാർമ്മിക ദൈവശാസ്ത്ര വിഷയങ്ങളാണ് കുഞ്ഞു കുഞ്ഞു കഥകളും സംഭവങ്ങളും ചില വാചകങ്ങളും ഒക്കെ ഉപയോഗിച്ച് ഇത്രയും വിദഗ്ധരായ ദൈവശാസ്ത്രജ്ഞർ എന്ന് വേണം ഈ ആദ്യത്തെ പുസ്തകങ്ങളുടെ ഭാഗങ്ങളൊക്കെ എഴുതിയ വിശുദ്ധ ഗ്രന്ഥകാരന്മാരെയൊക്കെ മനസ്സിലാക്കാൻ. അവർ ശരിക്കും വിശുദ്ധ ഗ്രന്ഥകാരന്മാരെന്ന് പറഞ്ഞേക്കാൾ ആഴമേറിയ പൗരാണിക കാലത്തെ ദൈവശാസ്ത്രജ്ഞന്മാരെന്ന് വിളിക്കുന്നതാണ് കുറെ കൂടെ ഉചിതം. കാരണം അത്രയും വലിയ ദൈവശാസ്ത്ര രഹസ്യങ്ങളെയാണ്, പ്രബോധനത്തെയാണ് അവർ ഈ കുഞ്ഞു കുഞ്ഞു വാക്കുകളിലൂടെ എന്ന് തോന്നാവുന്ന വിധത്തിൽ കഥകളിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് ഇനിയും നൂറ്റാണ്ടുകൾ വ്യാഖ്യാനിച്ചാലും തീരുകയില്ലാത്ത വിധത്തിൽ റിച്ചാണത്, അത് സമ്പന്നമാണ്. അങ്ങനെയുള്ള ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നുപോയത്. അപ്പം അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്കിന്ന് ചെറുതായിട്ട് നോഹയുടെ പെട്ടകത്തെക്കുറിച്ചൊക്കെ എന്ന് പറയാം. നോഹയുടെ പെട്ടകവും ഇതൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ഈ ദൈവകൃപയുടെ ആദ്യത്തെ ചാപ്റ്ററുകൾക്കകത്ത് ഈ ജലപ്രളയത്തെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങളുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചത് അങ്ങ് അവസാനിപ്പിക്കും. അതായത് ഈ നോഹയുടെ പെട്ടകത്തിന്റെ വിവരണം മാത്രം ഒന്ന് എടുത്തു നോക്കുക. നോഹയോട് ദൈവം നോക്കിയപ്പോൾ നോഹയുടെ സ്ഥലം മുഴുവനും തിന്മ വർദ്ധിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ദൈവം ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് നോഹയെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നു. നോഹയോട് ദൈവം ചില കാര്യങ്ങൾ കൽപ്പിക്കുന്നു. ഇതെല്ലാം തുടർച്ചയായി സാമ്യമുള്ളതാണ്. അപ്പം ദൈവം ആദത്തോട് ഹവ്വായോടും ചില കൽപ്പനകൾ കൊടുക്കുന്നു. അവരെ ജനമാക്കി വളർത്താൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ കാണും, നോഹയ്ക്ക് ചില കൽപ്പനകൾ കൊടുക്കുന്നു. നീ പോയിട്ട് എന്നെ അനുസരിക്കും. അബ്രാഹാം ദൈവത്തെ അനുസരിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി കൽപ്പനകൾ കൊടുക്കുന്നു. ഇസ്രായേൽ ജനത്തിന് ദൈവം 10 കൽപ്പനകൾ, പിന്നെ അവരുടെ വ്യാഖ്യാനങ്ങൾ, വിശദീകരണം ഉൾപ്പെടെയുള്ള കൽപ്പന കൊടുക്കുന്നു. അങ്ങനെ ദൈവം അവരോട് സംസാരിച്ചിരുന്നത് ദൈവത്തിന്റെ ഹിതം കൽപ്പനകളായി അവതരിപ്പിച്ചുകൊണ്ടാണെന്നും അതിനോട് അനുസരണം പ്രഖ്യാപിച്ചവരൊക്കെ വിജയിക്കുകയും ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിനെ ലംഘിച്ചവരൊക്കെ അവർക്ക് തന്നെ നാശം വരുത്തി വെച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള സത്യങ്ങളാണ് പല വിധത്തിൽ പല ആവർത്തിയിലൂടെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്തെ ഒരു ഭാഗമാണ് ഈ നോഹയുടെ പെട്ടകം. സത്യത്തിൽ നമുക്കിന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, നോഹയുടെ പെട്ടകം എന്നത് ഹിസ്റ്റോറിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഹിസ്റ്റോറിക്കലി പോസിബിൾ, ദൈവത്തിന് ഇപ്പൊ എല്ലാം സാധ്യമല്ല എന്ന് ചോദിക്കുന്നതിനകത്ത് ഇതിന്റെ ഉത്തരമാവത്തില്ല. പകരം ദൈവം അവനോട് സംസാരിക്കുന്നതും പറയുന്നതും കഥ പോലെ എഴുതിയിരിക്കുകയാണ്. കുഞ്ഞുഞ്ഞായിരുന്നു, നീ എങ്ങനെയാ പെട്ടകം ഉണ്ടാക്കണം, എത്ര മുറി ഉണ്ടാവണം, അതിന്റെ പുറത്ത് കീല് തയ്ക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി വിശദാംശങ്ങൾ. അപ്പൊ നമ്മളത് വായിക്കുന്ന ഒരാൾ സ്വാഭാവികമായി വെറുതെ ലിറ്ററൽ റീഡിങ് നടത്തുന്ന അക്ഷരാർത്ഥത്തിൽ വായിക്കുന്ന ഒരാൾക്ക് എന്ത് തോന്നും? ദൈവവും മോശയും കൂടി ചെയ്തതൊക്കെ, നോഹയും കൂടി ചെയ്തതൊക്കെ കണ്ടു നിന്ന ഒരാൾ, കേട്ടു നിന്ന ഒരാൾ ഇതൊക്കെ വിവരിച്ചതുപോലെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. സത്യത്തിൽ എന്താന്ന് ചോദിച്ചാൽ ഈ നോഹയെ കുറിച്ച് പറയാം, അത് ഹിസ്റ്റോറിക്കലി സാധ്യമാവുക പോലും ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയാനുള്ള കാരണം എന്താണ്? നോഹയുടെ പെട്ടകം തേടി ആരും പോകണ്ട. ഒരു ഹിസ്റ്റോറിയൻസും നോഹയുടെ പെട്ടകം മണ്ണിടിയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചോ, അല്ലെ ഏതെങ്കിലും മലമുകളിൽ ഈ നോഹയുടെ പെട്ടകത്തിന്റെ സാധിച്ചുള്ള പെട്ടകം കണ്ടുപിടിച്ചിരിക്കുന്നു, അത് നോഹയുടേതാണോ അല്ലയോ എന്ന് ചരിത്രപരമായ അന്വേഷണം നടത്താൻ ഒന്നും പോകേണ്ട കാര്യമില്ല. കാരണം അതിന് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഒരു നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് ഇതിന് ബന്ധം ഉണ്ടാവണമെന്നില്ല. കാരണം എന്താണ്? ഇതിന്റെ നരേഷൻ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള വിവരണം നോക്കുക. ഒരു വലിയ പെട്ടകം ഉണ്ടാക്കാൻ കൽപ്പിച്ചു. അപ്പം നോഹ പെട്ടകം ഉണ്ടാക്കി. പെട്ടകത്തിനകത്ത് ആരെയൊക്കെ കയറ്റി? ശുദ്ധിയും അശുദ്ധിയുമുള്ള ജീവികളെ മുഴുവനും കയറ്റുന്നു. ചിലതിന്റെ 2 ജോഡി, ചിലതിന്റെ 7 ജോഡി, അങ്ങനെയൊക്കെ കയറ്റുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പെട്ടകത്തിനകത്ത് ഈ ഭൂമിയിൽ എല്ലാ സ്പീഷീസിനെയും കയറ്റണമെങ്കിൽ ആ പെട്ടകത്തിന് എന്ത് വലിപ്പം വേണം? ഒരു 7 ജോഡി നീലത്തിമിംഗലത്തെ കയറ്റണമെങ്കിൽ ഇന്നുള്ള കപ്പൽ മതിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയും വലിയ കപ്പൽ വേണം. വലിയ ആഫ്രിക്കൻ ആനകൾ, ഡൈനോസറസ്, ഒരു 7 ഡൈനോസറിനെയൊക്കെ കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ വലിപ്പം ഉണ്ടാവുക? ഇനി എല്ലാത്തിനെയും പെട്ടകത്തിൽ കയറ്റേണ്ട ആവശ്യമുണ്ടോ? ഉദാഹരണത്തിന് മീനുകളെയൊക്കെ എന്തിനാ അതിനകത്ത് കയറ്റണം? മീനും നശിച്ചു പോകാൻ പോകുന്നില്ല. വെള്ളം പൊങ്ങുന്നോർത്ത് മീനും തവളയൊന്നും ഒരിക്കലും ചത്തുപോകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പകുതി ജീവജാലങ്ങൾ വെള്ളത്തിൽ തന്നെ കഴിയുന്നവരാണ്, അവയൊരിക്കലും ചത്തു. പിന്നെ എന്താണ് ഈ പറയുന്നത്? ഇനി ഇതിനെല്ലാം കൂടി ഒരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് കയറ്റിയെന്ന് തന്നെ വിചാരിക്കുക. ഈ പെട്ടകമൊക്കെ താങ്ങി നിർത്താൻ മാത്രം വലിപ്പമുള്ള പെട്ടകം, അല്ലെങ്കിൽ ആ പെട്ടകത്തിനൊക്കെ പൊങ്ങി നിൽക്കാൻ പറ്റുന്ന മാത്രം വെയിറ്റ് വല്ലതാണോ അതിനകത്ത് ഉണ്ടാവുക? ഇനി ഇതൊക്കെ പോട്ടെ, ഇത് ഈ പറയുന്ന കാലഘട്ടം ഏതാണ്? അതായത് ഇത് എഴുതപ്പെടുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടമായിരിക്കില്ല. എന്തായാലും ഒരു 3500 വർഷം മുൻപാണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള കാലഘട്ടമായിരിക്കില്ല. ആ കാലഘട്ടത്തിൽ നേരെ ചൊവ്വേ ഒരു മരം വെട്ടാനുള്ള വാളും കൊടുവാളും പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഓർക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്, അത് മോശം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത്രയും വലിയ പെട്ടകം പണിയൽ സാധ്യമല്ല.
ഇന്ന് പോലും ഒരുപറ്റം ആളുകൾ പോലും പോയിരുന്ന് കുത്തിയിരുന്ന് പണിയെടുത്താൽ പോലും അങ്ങനെ ഉണ്ടാക്കൽ അത്ര എളുപ്പമല്ല, ഇത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്ത സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മുഴുവൻ ജീവജാലങ്ങളെയും കയറ്റുന്ന ഒരു പെട്ടകം പണിതു എന്ന് പറയുന്നത് തന്നെ ഹിസ്റ്റോറിക്കൽ അല്ല, നുണയാണെന്നല്ല അർത്ഥം, ഹിസ്റ്റോറിക്കൽ അല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സിംബോളിക് ആയിരിക്കും എന്നാണ്. അപ്പൊ ഇതിന് വേറൊരു അർത്ഥമാണുള്ളത്. ഈ കഥയെ ഒരു കഥാംശമുണ്ട് അതിനകത്ത്. എന്താണത്? ഒരു ചരിത്രാംശമുണ്ട്. ഒരുപക്ഷെ അവരുടെ നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കാം അത്. ഒരു കാലത്ത് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറഞ്ഞു കേട്ടോ, പണ്ട് ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി, നമ്മുടെ നാട്ടിലെല്ലാം വെള്ളം കയറി. അങ്ങനെ വെള്ളം കയറിയപ്പോൾ ദൈവത്തെ ശ്രമിച്ചിരുന്ന ഒരാൾ ഒരു ചങ്ങാടമോ ബോട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്ത് തന്റെ ആടുമാടുകളെയൊക്കെ കയറ്റി രക്ഷപ്പെട്ടു. കാരണം ആള് മാത്രം ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയും ഈ വേനൽക്കാലത്ത് ഇരുന്ന് പെട്ടകം ഉണ്ടാക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ അതിനെ പുച്ഛിച്ചു തള്ളി, വെള്ളം പൊങ്ങി, എല്ലാം നശിച്ചുപോയി. ഈ ആള് മാത്രം ആ ചങ്ങാടത്തിൽ കയറി, ഒരു ചങ്ങാടം പോലത്തെ ഒരു വഞ്ചിയിലോ വള്ളത്തേലോ ഒരു ബോട്ടേലോ ഒക്കെ കയറി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ദൈവത്തോട് വിശ്വസ്തരായിരുന്ന ഒരാൾ രക്ഷപ്പെടുകയും അവരുടെ സന്തതികളൊക്കെയാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കേൾക്കുകയും ബാക്കിയുള്ളവരൊക്കെ തിന്മ ചെയ്തുകൊണ്ട് തന്നെ അവർ നശിച്ചു പോകാൻ ഇടവന്നു എന്ന് മക്കളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ തലമുറകൾ മക്കളെ പഠിപ്പിച്ച് പോയിട്ടുണ്ടാവും. അപ്പൊ ഈ ഭാഗത്തെയാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ എടുക്കുന്നത്, ഈ സംഭവത്തെ എടുക്കും. അപ്പൊ അതിന് പറയും ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയും ചെറിയൊരു സംഭവം ഉണ്ടാവും. അല്ലാണ്ട് ലോകം മുഴുവനും മുങ്ങുന്ന പോലത്തെ ഒരു വെള്ളപ്പൊക്കവും അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന എല്ലാ ജീവജാലങ്ങളെ കയറ്റിയ ഒരു പെട്ടകമൊന്നുമില്ല. പകരം ഒരു നാട്ടിലെ വെള്ളപ്പൊക്കവും ആ നാട്ടിലെ ഒരു നല്ല മനുഷ്യന്റെ രക്ഷപ്പെടലും ഇവർക്ക് അനുഭവമാണ്. അവരുടെ മക്കൾ വഴിയായിരിക്കും ഇത് അറിഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇതിനെ എടുത്തിട്ടാണ് ഇതൊരു വലിയ കഥയായി വിപുലപ്പെടുത്തുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. എടുത്തു പറഞ്ഞാൽ ഒന്നാമത്തേത്, ദൈവം ഒരിക്കലും മനുഷ്യന്റെ എല്ലാ തിന്മയും വെച്ചു ഉറപ്പിക്കുന്ന ആളൊന്നുമല്ല. ദൈവം അവനെ നന്മ ചെയ്യുന്നവനെ രക്ഷിക്കുകയും തിന്മ ചെയ്യുന്നവനെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം തന്നെയാണ്. അപ്പൊ അന്നത്തെ കാലത്ത് മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സ്വർഗത്തിന്റെ വിധിയെക്കുറിച്ചൊന്നുമുള്ള ധാരണയില്ല. അപ്പൊ അന്നത്തെ അതിന്റെ പ്രാഥമിക പ്രബോധനം കൊടുക്കുവാണ്, നന്മയും തിന്മയും നീ ശ്രദ്ധിക്കണം, തിന്മ ചെയ്യുന്നവന് നാശം, നന്മ ചെയ്യുന്നവന് രക്ഷ. അപ്പൊ ആ രക്ഷയുടെ അടയാളമാണ് നോഹ എന്ന് പറയുന്ന വ്യക്തി ഈ രക്ഷയുടെ അടയാളമാണ് എന്ന് മാത്രമല്ല, ആ രക്ഷയുടെ അടയാളമാണെന്ന് അവിടെ അവതരിപ്പിക്കുമ്പം അതിന് ഒത്തിരി നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു പൂർണ്ണതയിലേക്കുള്ള പ്രവചനം കൂടിയുണ്ട്. ഏതാണ് ആ പൂർണ്ണത? മിശിഹായിൽ സംഭവിക്കാനിരിക്കുന്ന രക്ഷയുടെ സംഭവത്തിലേക്കുള്ള പ്രവചനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നോഹയുടെ പെട്ടകം. അപ്പൊ നോഹയുടെ പെട്ടകത്തെ കുറിച്ചുള്ള വിവരണം അതൊരു പഴയകാലത്തിന്റെ വിവരണം എന്നതിനേക്കാൾ വരാനിരിക്കുന്ന കാലത്തിന്റെ പ്രവചനമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഈ നോഹയുടെ പെട്ടകം സൂചിപ്പിക്കുന്നത് സഭയാകുന്ന കൂടാരത്തെയാണ്, സഭയാകുന്ന പെട്ടകത്തെയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സഭയെക്കുറിച്ച് അവതരിപ്പിക്കാനായിട്ടൊക്കെ പെട്ടകം വരയ്ക്കുന്നത്. പുതിയ നിയമത്തിൽ തന്നെ സുവിശേഷത്തിൽ തന്നെ അതിന് സുന്ദരമായ ഒരു ഇമേജറി ഉണ്ട്. ഒരു വള്ളത്തിൽ, അപ്പസ്തോലന്മാരും ഉള്ള ഒരു വള്ളത്തിൽ, അതിന്റെ അമരത്ത് തലയായി ചുറങ്ങുന്ന ഈശോ, അത് ആദ്യത്തെ സഭയാണ്. ഈശോയും ഈശോയുടെ അപ്പസ്തോലന്മാരുടെ കൂടി വെള്ളത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ സഭയാണ് അത്. അപ്പൊ ഈ വരാനിരിക്കുന്ന സഭയെക്കുറിച്ചുള്ള പ്രതീകാത്മകമായ പ്രവചനമാണ് ശരിക്കും പറഞ്ഞാൽ നോഹയുടെ പെട്ടകം. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവരും പാപം ചെയ്ത് മരണാർഹരായപ്പോൾ അതിൽ നിന്ന് ദൈവത്തോട് അനുസരണ കാണിച്ചവൻ, ശ്രദ്ധിക്കണം, ദൈവം അവനോട് ആവശ്യപ്പെടുകയാണ്, ഞാൻ രക്ഷിക്കും, അനുസരണ കാണിച്ചവൻ, ദൈവത്തെ കേട്ടവൻ ആ ജലത്തിൽ ഒരു പേടകത്തിൽ ഉയർന്ന് രക്ഷ പ്രാപിച്ചു. ജലത്തിലൂടെയാണ് അവൻ രക്ഷപ്പെടുന്നത്. മാമോദീസ ജലത്തിലേക്കാണ് സൂചന. അതായത് മനുഷ്യൻ മുഴുവനും പാപത്തിൽ മരിക്കാനിരിക്കെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നവനെ ദൈവം ആ ജലത്തിലൂടെ ഉയർത്തുന്നു, ജലത്തിലൂടെ രക്ഷ നൽകുന്നു. അപ്പം മാമോദീസ തൊട്ടി യഥാർത്ഥത്തിൽ ഈ ജലത്തിന്റെയും നൗകയുടെയും ഒക്കെ പ്രതീകമാണ്. നമ്മളൊക്കെ ആ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചവരാണ്. മാമോദീസ ജലത്തിലൂടെ രക്ഷ പ്രാപിച്ചവരാണ്. അങ്ങനെയാണ് നമ്മൾ ആ പെട്ടകത്തിന്റെ ഭാഗമായത്, അതിന്റെ ഉള്ളിലായത്. ഏതാണ് ആ പെട്ടകം? തിരുസഭയാകുന്ന പെട്ടകമാണ്. ലോകത്തിലെ സകല ജനത്തെയും ക്ഷണിക്കുന്ന ആ പെട്ടകമാണ് യഥാർത്ഥത്തിൽ സഭ. അതുകൊണ്ടല്ലാതെ ലോകത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും കയറ്റാൻ കഴിയുന്ന ഒരു പെട്ടകം നോഹ ഉണ്ടാക്കിയതല്ല. ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, ക്ഷണിക്കുന്ന പെട്ടകമാണ് സഭ. അപ്പൊ വരാനിരിക്കുന്ന യഥാർത്ഥ പെട്ടകത്തിലേക്കുള്ള വിരൽ ചൂണ്ടലും പ്രവചനവുമാണ് ഈ നോഹയുടെ പെട്ടകം. അപ്പൊ അതിന് നോഹയുടെ പെട്ടകം എന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ നൂറ്റാണ്ട് മുമ്പാണ്. സഭയെക്കുറിച്ച് മനുഷ്യൻ ഇന്ന് കേൾക്കുക പോലും ചെയ്യുന്നതിന് മുൻപ്, ചിന്തിക്കുകയും ചെയ്യുന്നതിന് മുൻപ് ദൈവം
വരാനിരിക്കുന്ന സഭയെക്കുറിച്ച്, ആ സഭയിലേക്ക് ഒരംഗം പരിശുദ്ധ മാമോദീസയിലൂടെ സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ച്, അതുവഴി ജലത്തിലൂടെ മാമോദീസ ജലത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച്, അനുസരണം വഴി രക്ഷ പ്രാപിക്കുന്നതിനെ കുറിച്ച് മുന്നേ പഠിപ്പിക്കുന്നു. ആ ദൈവശാസ്ത്ര രഹസ്യമാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതീകങ്ങളൊക്കെ പൂർത്തിയാകാനിരിക്കുന്ന ഈശോയിലാണ്. ഈശോയിൽ പൂർത്തിയാകുന്നത് വരെ ഇതിന് വലിയ അർത്ഥമൊന്നുമില്ല. എന്ന് വെച്ചാൽ അതിനൊക്കെ ഒരു പ്രാഥമിക അർത്ഥമാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ നോഹയുടെ പെട്ടകത്തിന്റെ വലിപ്പം തേടി പോകണ്ട, അതിനകത്ത് എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരുന്നു, അത് ദിനോസർ കയറിയില്ലേ എന്നൊന്നും നോക്കാൻ പോകണ്ട. അല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ചേ, എങ്ങനെയാ ഒരു മനുഷ്യന് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പിടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ഇടാൻ പറ്റുക? എങ്ങനെ സാധിക്കും അത്? അതുകൊണ്ട് അങ്ങനെ ഒരു പെട്ടകം തപ്പി പോകേണ്ടതില്ല. പകരം ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, ആ പെട്ടകം പ്രവചിക്കുന്ന സഭ തേടി പോവുക എന്നുള്ളതാണ്. ആ പെട്ടകം പ്രവചിക്കുന്ന സഭയെ അന്വേഷിക്കുക എന്നുള്ളതാണ് വിവേകമുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അങ്ങനെ ഓരോ വാക്കിനും, ഞാൻ എന്റെ ജനറൽ തീം എന്ന് പറഞ്ഞതാണ്, ഇതിൽ ഓരോ പരാമർശത്തിനും അർത്ഥമുണ്ട്. സഭയിലേക്ക് വിരൽ ചൂണ്ടുന്ന, മിശിഹായിലേക്ക് വിരൽ ചൂണ്ടുന്ന, മനുഷ്യന്റെ നന്മതിന്മകളിലേക്ക് വിരൽ ചൂണ്ടുന്ന, അവന്റെ വിധിയെക്കുറിച്ച് സംസാരിക്കുന്ന അർത്ഥതലങ്ങളുണ്ട്. അതിന്റെ ബേസിക് എന്ന് പറയുന്നത് നന്മതിന്മകളെ കുറിച്ചുള്ള പ്രബോധനമാണ്. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം, നന്മതിന്മകളെ കുറിച്ചുള്ള പ്രബോധനം. ആരംഭത്തിൽ തന്നെ ആരംഭിക്കുന്ന എങ്ങനെയാണ്? ആദവും ഹവ്വായും അവർക്ക് ദൈവം കൊടുക്കുന്ന നന്മയുടെയും തിന്മയുടെയും കൽപ്പനയാണ്. നന്മ ചെയ്യാം, തിന്മ ചെയ്യാം. നന്മ ചെയ്താൽ രക്ഷ, തിന്മ ചെയ്താൽ നിനക്ക് നാശം. അത് തന്നെയാണ് തൊട്ടടുത്ത തലമുറയിലേക്ക് വരുമ്പം കായനും ആബേലും. ഒരാൾ തിന്മ ചെയ്യുന്നു, ഒരാൾ നന്മ ചെയ്യുന്നു. നന്മ ചെയ്യുന്നവൻ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമാകുന്നു, മറ്റേയാൾ ദൈവത്തോട് കലഹിക്കുകയും തന്റെ തന്നെ ആത്മനാശത്തിനും തന്റെ പിൻതലമുറകളുടെ നാശത്തിനും കാരണമായി തീരുന്നു. അങ്ങനെ 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 അങ്ങ് ആവർത്തിച്ച് ഈ നന്മതിന്മകളെ കുറിച്ച് സംസാരിക്കുകയാണ് വിശുദ്ധഗ്രന്ഥം ചെയ്യുന്നത്. നോഹയുടെ കാര്യം ഓർക്കുക, നോഹയുടെ ചുറ്റുപാടിലേക്ക് നോക്കുക. നോഹയ്ക്ക് ചുറ്റുമുള്ളവരെല്ലാം തിന്മയിൽ കഴിയുന്നു, നോഹ നന്മയിൽ ജീവിക്കുന്നു. അപ്പോ വിശുദ്ധഗ്രന്ഥകാരൻ സംസാരിക്കുകയാണ്, ലോകത്തിൽ നന്മ നിറഞ്ഞു എന്ന് വിചാരിച്ച് നീ അതിന്റെ കൂടെ കൂടാനോ പോവുകയോ നീ അതിനെ ഓർത്ത് അസൂയപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട. ദൈവം നിന്നെ രക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. നന്മയുള്ളവർക്ക് മാത്രമാണ് ദൈവത്തോട് പങ്കാളിത്തമുള്ളൂ എന്നാണ് ഈ ആ ഭാഗങ്ങളെല്ലാം ആവർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തുള്ള ഒരു പ്രബോധനമൊന്നും അല്ല അതിനകത്തുള്ളത് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ബാബേൽ ഗോപുരം. 11-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് അതിന്റെ പ്രായത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പോട്ടെ, അതുകൊണ്ട് ബാബേൽ ഗോപുരത്തെ കുറിച്ച് 2 വാക്ക് പറയട്ടെ. ബാബേൽ ഗോപുരം ഇനി അതിനു മുമ്പ് ഈ ഇവരുടെ ഈ നോഹയുടെ കാര്യം പറഞ്ഞാൽ പോലും അതിനകത്ത് വീണ്ടും കടന്നു വരുന്ന നന്മതിന്മകളുടെ പരാമർശങ്ങളൊക്കെയാണ്. ഷേം ഹാം യാഫത്ത് എന്ന 3 മക്കളുണ്ടായിരുന്ന നോഹ. അതിനകത്ത് ദൈവത്തോട് വാഗ്ദാനമൊക്കെ ചെയ്ത ആ നോഹ തന്നെ പിന്നീട് കുടിച്ച് ഉന്മത്തനായി കിടക്കുന്നത്. അതിനകത്ത് ഒരാൾ പിതാവിന്റെ നഗ്നത കാണുന്നത്, മറ്റു 2 മക്കൾ അത് കാണാതെ പുറംതിരിഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് നന്മതിന്മകളാണ് ഇതിന്റെ പരാമർശം മുഴുവനും. വീണിട്ട് എഴുന്നേൽക്കുന്നവരും വീണു പോകുന്നവരും ബാക്കിയുള്ളവർക്ക് ദുർമാതൃക കൊടുക്കുന്നവരും ആ തിന്മയിൽ നിന്ന് പാഠം പഠിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യന്റെ നന്മതിന്മകളുടെ വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് വിശുദ്ധഗ്രന്ഥത്തിന്റെ ആരംഭ ഭാഗം മുഴുക്കെ. എന്തിനത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇനി ജീവിക്കുന്നവർക്ക് പാഠമാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ബാബേൽ ഗോപുരത്തെ കുറിച്ച് പറയുന്നത് നോക്കുക. ആ പരാമർശങ്ങൾക്കും ഈ പറഞ്ഞ ചരിത്ര വസ്തുതയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്താ അങ്ങനെ ചരിത്രമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലെന്ന് പറയാൻ കാരണം, ഇതിനകത്ത് പറയുന്ന കാര്യം എന്താണ്? ഇവര് ഭൂമിയിൽ ഒരു ഭാഷയും സംസാരവും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവര് ഒരു കാര്യം ആഗ്രഹിച്ചു. അവരെന്താണ് ആഗ്രഹിച്ചത്? അവര് പറഞ്ഞു, 11-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. അതായത് നമുക്കൊരു പട്ടണം പണിയാം, നമുക്കൊരു ഗോപുരം പണിയാം, എന്നിട്ട് പ്രശസ്തി നിലനിർത്താം. അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിതറിപ്പോകും. നോക്കുക, പട്ടണം, ഗോപുരം ചിതറിപ്പോകാതിരിക്കാനുള്ള മാർഗമാണ് പട്ടണം പണിത് കോട്ട കെട്ടി അതിനകത്ത് താമസിക്കുക എന്നുള്ളത്. ഗോപുരം പ്രശസ്തിയുടെ അടയാളമാണ്. അപ്പൊ മനുഷ്യവംശമൊക്കെ പിന്നീട് പ്രശസ്തിയിലോട്ട് കയറിയപ്പം പ്രത്യേകിച്ച് ബാബിലോണാണ് ഇതിന്റെ സംസാര വിഷയം.
ആ കാലഘട്ടത്തിലെ വലിയൊരു പട്ടണമായിരുന്നു ബാബിലോൺ. ബാബിലോൺ, പ്രസിദ്ധമായ ബാബിലോൺ. ബാബിലോൺ തിന്മയുടെ കൂടാരമായി തീരുകയൊക്കെ ചെയ്തപ്പോൾ നാഗരികതയൊക്കെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. ഈ ആടുമാടുകളൊക്കെ ആയിരുന്ന മനുഷ്യരിൽ നിന്ന് നാഗരികതയൊക്കെ വർദ്ധിച്ചു. അപ്പൊ നഗരത്തിൻ്റെതായ തിന്മകൾ വർദ്ധിച്ചു. മനുഷ്യനോട് ദൈവത്തോടുള്ള ബന്ധവും റെസ്പെക്റ്റൊക്കെ നഷ്ടപ്പെട്ടു. ഇന്നും ബാധകമായ വിഷയങ്ങളാണ് ഇതൊക്കെ. ഈ നാഗരികത എന്ന് പറയുന്ന ഒരു കാര്യം, അത് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകറ്റുന്നതാണ് മനുഷ്യനെ. അവന്റെ ഒരു നമുക്കറിയാലോ, ഒരു ഗ്രാമത്തിലുള്ള പ്രാർത്ഥനാ ചൈതന്യവും ഒന്നുമല്ല ചിലപ്പോൾ ഒരു നഗരത്തിലുണ്ടാവുക. ഒരു ഗ്രാമത്തിന്റെ ഒരു അന്തരീക്ഷ ജീവിതമൊന്നും ആയിരിക്കില്ല ഒരു നഗരത്തിലുണ്ടാവുക. അവിടെ വ്യവസായം അത് ഇതെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ അവനെ തന്നെ മറന്ന് സമ്പത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് ഓടുന്ന ഒരു സ്ഥലം. അപ്പം ഇതൊക്കെ അനുഭവിച്ച ദൈവശാസ്ത്രജ്ഞന്മാരായ വിശുദ്ധഗ്രന്ഥകാരന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അതിൻ്റെയൊക്കെ തിന്മകളെ കുറിച്ച് അറിയിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇവര് ആഗ്രഹിക്കുന്ന എന്താണ്? ഒന്ന്, ആകാശം മുട്ട പട്ടണം ഗോപുരം പണിത് പ്രശസ്തി നിലനിർത്താം, ദൈവത്തെ പോലെയാകാം. ബാക്കിയെല്ലാം ഇതിന്റെ എന്താ പറയാ, ആന്ത്രപ്പമോർഫിക് നരേഷനാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മനുഷ്യനെ പോലെ ദൈവത്തെ വരച്ച് കാണിക്കുക, ചുമ്മാ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യൻ നിർമ്മിച്ച നഗരവും ഗോപുരവും കാണാൻ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവിന് ഇറങ്ങി വന്നിട്ട് വേണ്ടേ കാണാൻ, മുകളിൽ നിന്ന് കണ്ടുകൂടെ? ഇനി അതെന്ന് വെച്ചാൽ ഒരു രാജാവ് താഴത്തേക്ക് ഇറങ്ങി വരുന്ന പോലെ അവതരിപ്പിക്കാം. എന്നിട്ട് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും, അവർ ചെയ്യാനിരിക്കുന്ന തുടക്കമേ ആയിട്ടുള്ളൂ, ചെയ്യാൻ ഒരുമ്പെടുന്ന ഒന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു, അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. ഇത് കാണുന്ന പെട്ടെന്ന് വായിക്കാൻ നമുക്ക് എന്താ തോന്നുന്നത്? ദൈവത്തിന് എന്തൊരു അസൂയാണ്, മനുഷ്യൻ വളർന്ന് ഒരു പട്ടണമൊക്കെ പറഞ്ഞപ്പോൾ ദൈവത്തിന് അപ്പടി അസൂയ വന്നു എന്നാണ്. സത്യം അതൊന്നുമല്ല അതിന്റെ അർത്ഥം. ദൈവം അവരെ കുറിച്ച് പറയുകയാണ്, അതായത് വിശുദ്ധഗ്രന്ഥകാരനാണ് ഇത് ദൈവത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. മനുഷ്യൻ ഇപ്പൊ ഒന്നും അസാധ്യമായിരിക്കും എന്ന് വെച്ചാൽ, തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യന് അവൻ എന്തും സാധ്യമാണ്, അതുകൊണ്ട് ഇനി എനിക്ക് ദൈവം പോലും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു നാഗരികതയുടെ മനുഷ്യവംശത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ എന്നിട്ട് ദൈവം പറയാണ്, അവന് ഒരുമ്പെടുന്ന ഒന്നും ഇനി അസാധ്യമായിരിക്കില്ല, ഏത് തിന്മയും അവന് ചെയ്യാൻ പറ്റും, എന്തും അവന് ചെയ്യാൻ പറ്റും എന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുന്നവന് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്, അവൻ നഷ്ടപ്പെട്ടു പോകും, അവൻ ചിതറിപ്പോകും എന്നുള്ളത്. ദൈവം അവനെ പോയി ചിതറിക്കുകയൊന്നുമല്ല, ദൈവത്തിന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. തിന്മ അതിൽ തന്നെ ചിതറിപ്പിക്കുന്നതാണ് എന്നാണ് ഇതിന്റെ ഉള്ളർത്ഥം. തിന്മ അതിൽ തന്നെ ചിതറിപ്പിക്കുന്നതാണ്. മനുഷ്യൻ വിചാരിക്കുകയാണ്, വലിയ പട്ടണം പണിത് ഗോപുരം പണിത് പ്രശസ്തി നിലനിർത്താം, നമുക്ക് സംഘമായി നിൽക്കാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അപ്പൊ ഒരുമിച്ച് നിൽക്കാൻ ആവശ്യമുള്ളത് പട്ടണവും ഗോപുരവും ഒക്കെയാണ് എന്നവർ കരുതി. ഇതാണ് അതിന്റെ കുഴപ്പം. ഇനി എന്നിട്ടെന്തുണ്ടായി? അവരുടെ ഭാഷ ചിതറിച്ചു, പരസ്പരം പറയുന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാതായി. അങ്ങനെ അവർ പട്ടണം പണി ഉപേക്ഷിച്ചു, അവർ പല വഴിക്ക് പോയി. ഇതാണ് നരേഷൻ. സത്യത്തിൽ ഇതൊരു ചരിത്രാത്മക സംഭവമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. പിന്നെ എന്താ ഉള്ളത്? ചരിത്രത്തിന്റെ അംശങ്ങളുണ്ട്. ഉദാഹരണത്തിന് മർദൂക്ക് ദേവന്റെ ദേവാലയം, അതിന്റെ ഗോപുരത്തിന് 300 അടി പൊക്കം ഉണ്ടായിരുന്ന പറയുന്നത് അന്നത്തെ കാലത്ത്. ബാബിലോണിലെ 300 അടി എന്നൊക്കെ അന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ പൊക്കമാണ് അല്ലെ, അന്നത്തെ കാലത്താണ്. അതൊക്കെയാണ് ഇവരെ മനസ്സിലുള്ളത്, ഈ വിശുദ്ധഗ്രന്ഥകാരന്മാർ എടുക്കുന്നത്. അല്ലാണ്ട് ആകാശം മുട്ടുന്ന ഗോപുരം പണിയിലൊന്നും എളുപ്പമുള്ള കാര്യമല്ല. ഈ ബാബിലോൺകാർക്ക് അന്ന് കുറച്ചുകൂടെ ടെക്നോളജി ഉണ്ടായിരുന്നു. ഇഷ്ടിയൊക്കെ ചുട്ടെടുത്ത് അവര് കെട്ടിടം പണിയാനൊക്കെ തുടങ്ങിയ കാലഘട്ടമാണിത്. അന്ന് പോലും ഇഷ്ടിയെ ചുട്ടെടുത്തിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് വെച്ചിട്ട് എങ്ങനെയാണ് ഇവർക്ക് ഇന്ന് പോലും ഇപ്പം നമ്മുടെ ഒരു വലിയ പൊക്കമുള്ള ഒരു ട്വിൻ ടവറോ അല്ലെങ്കിൽ ഒരു ബുർജ് ഖലീഫ പോലത്തെ ഒരു വലിയ കെട്ടിടമോ ഒക്കെ പണിയാൻ ആ ടെക്നോളജി കൊണ്ട് വല്ലതും നടക്കൂ? അതുപോലും ആകാശം മുട്ടുന്നൊന്നുമില്ല, സ്വർഗം വരെ എത്തുന്നൊന്നുമില്ല. സ്വർഗം ആകാശത്തൊന്നും നല്ല പറഞ്ഞത്, അത്രയും ഉയരത്തൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇത്രയും ടെക്നോളജി ഉണ്ടായിരിക്കെ അപ്പൊ അന്ന് അതൊന്നും പോസിബിൾ അല്ല. പിന്നെ അവര് പറഞ്ഞ ചരിത്രം എന്താണ്? ആകാശം മുട്ടുന്നെന്ന് പറയുമ്പം അവരുടെ കാലത്തിലെ ന്യൂ ടെക്നോളജി, ഇഷ്ടിക ചുട്ടെടുക്കുന്നു എന്ന് വെച്ച് ഈ മർദൂക്ക് ദേവന്റെ ഗോപുരമൊക്കെ പണിതു. ഇതാണ് പെറുക്കിയെടുക്കുന്നത്. അപ്പൊ എന്തുണ്ടായി? ഈ വിജാതീയ ജനം, ബാബിലോൺ ജനം, അവര് വലിയ സംഭവമായി. അപ്പൊ ഇസ്രായേൽ ദൈവത്തിന്റെ ജനത്തിന് അവരെ കാണുമ്പോൾ അസൂയ തോന്നും. കാരണം അവര് കണ്ടോ, അവര് ഭയങ്കരന്മാർ, അവര് വലിയ കോട്ടകൾ പണിയുന്നു, അവര് നഗരം പണിയുന്നു, അതിനകത്ത് ഗോപുരം പണിയുന്നു. അതൊന്നും കണ്ട് ചാടണ്ട എന്നാണ് വിശുദ്ധഗ്രന്ഥകാരന്മാർ ദൈവത്തിന്റെ ജനത്തോട് പറയുന്നത്. അതുകൊണ്ടൊന്നും അവർ ശേഖരിക്കപ്പെടുകയില്ല. യഥാർത്ഥത്തിൽ എവിടെ വെച്ചാണ് അവർ ശേഖരിക്കപ്പെടുന്നത്? അതും ഈ പറഞ്ഞ പോലത്തെ പ്രവചനമാണ്. എവിടേക്കാണ് ആ പ്രവചനം പോകുന്നത്? സഭയിലേക്കാണ് പോകുന്നത്. ഈ ബാബിലോണിൽ വെച്ച് ബാബേൽ ഗോപുരം എന്ന് പറഞ്ഞാൽ തന്നെ അത് ബാബിലോണിന്റേതാണ്. അതുകൊണ്ടാണ് ഈ ബാബിലോണിന്റെ ഗോപുരത്തെ കുറിച്ചാണ് ഈ ബാബേൽ ഗോപുരം എന്നൊക്കെ പറയുന്നത്. ഇതെവിടേക്കാണ് നിൽക്കുന്നത്? ഇതിന് പാരലായിട്ടുള്ള എന്റെ മറുവശം ഇവിടെ ചെതർന്നാണ് കാണുന്നതെങ്കിൽ
കൂട്ടിയോജിക്കുന്ന മറ്റൊരു സ്ഥലം നമ്മൾ കാണും വിശുദ്ധ ഗ്രന്ഥത്തിൽ. എവിടെയാണത്? പുതിയ നിയമത്തിലാണ്, ആദിമസഭയിലാണ്. ആദിമസഭയിൽ മിശിഹായുടെ ഉത്ഥാനത്തിന് ശേഷം ഭയന്നു വരച്ചിരുന്ന സ്ലേഹന്മാർ, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നു, അവർ ധൈര്യമുള്ളവരാകുന്നു, അവർ പുറത്തേക്ക് ഇറങ്ങുന്നു, പ്രഘോഷിക്കുന്നു. പത്രോസ്ലീഹായുടെ ആദ്യത്തെ പ്രഘോഷണം കേട്ടപ്പോൾ 3000-ഓളം പേർ അവരോട് കൂടെ ചേർന്നു. ആ പ്രസംഗത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ സമയത്ത് വിശുദ്ധഗ്രന്ഥം എണ്ണി പറയാണ്, പാംഫീലിയയിൽ നിന്നും ഗ്രീസിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെയുള്ള, ഏഷ്യയിൽ നിന്നൊക്കെയുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അവരൊക്കെ ദൈവത്തിന്റെ സ്വരം ഒരേ ഭാഷയിൽ കേട്ടു. അവരൊക്കെ ദൈവത്തിന്റെ സ്വരം ഒരേ ഭാഷയിൽ കേട്ടു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ദൈവത്തെ കേൾക്കാത്തവന്റെ സ്വരങ്ങൾ പലതായി ചിതറുന്നു. അവിടെ ദൈവത്തിന്റെ സ്വരം പലതായി ചിതറിയിരുന്ന ജനം ഒരുമിച്ച് കേൾക്കുന്നു. അപ്പൊ നോക്കിക്കേ, ജനത്തെ യൂണിഫൈ ചെയ്യുന്നത് ദൈവമാണ് എന്നാണ് അർത്ഥം. ദൈവവചനമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവവചനമാണ്. അതിന്റെ ഒക്കെ അപ്പുറത്ത് തിരുസഭയിലാണ് അവർ ഒന്നാകുന്നത്. തിരുസഭയാകുന്ന നഗരത്തിലാണ് അവർ ശരിക്കും ഒന്നാകുന്നത്. അല്ലാണ്ട് മനുഷ്യൻ പണിതുണ്ടാക്കുന്ന നഗരത്തിൽ അവർ ഒന്നാവുകയുമില്ല, അവരെ പ്രശസ്തി ഉണ്ടാവുകയുമില്ല. എന്നാൽ ദൈവത്തിന്റെ നഗരത്തിൽ, ദൈവനഗരം എന്നൊരു പുസ്തകം തന്നെയുണ്ട് വിശുദ്ധ അഗസ്തീനോസിന്റെ ദൈവനഗരം. ഈ ദൈവനഗരത്തിൽ അവർ ഒന്നാണ്. വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്നവർ പോലും ഒരു ഭാഷയിൽ കേൾക്കുന്ന വിധത്തിൽ അവരൊന്നാണ്. അവരുടെ ഭാഷയൊന്നാണ്, അവരുടെ ചിന്തകൾ ഒന്നാണ്, ആ സമൂഹം ഒന്നാണ്. അതാണ് തിരുസഭ. അപ്പൊ നോക്കി, ഈ ബാബേൽ ഗോപുരം ഒക്കെ ഉണ്ടല്ലോ, തിരുസഭയിലുള്ള ഒന്നാകലിലേക്കുള്ള പ്രവചനമാണ്. മനുഷ്യന്റെ കഴിവ് കൊണ്ടും അവന്റെ ശക്തി കൊണ്ടൊന്നും അല്ല അവൻ ഒന്നാകാൻ പോകുന്നത്, അവനെ ഒന്നാക്കുന്നത് ദൈവമാണെന്നൊക്കെ ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അവരെ പഠിപ്പിച്ചു തുടങ്ങുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ ഉൽപ്പത്തിയുടെ ആദ്യത്തെ 11 അധ്യായങ്ങൾ മുഴുവൻ നിറയെ ആധ്യാത്മിക രഹസ്യങ്ങളാണ്. അതിനെ ഒരിക്കലും ലിറ്ററലായിട്ട് എടുക്കരുത്. ലിറ്ററലായിട്ട് എടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അങ്ങനത്തെ കമന്ററികൾ നിങ്ങൾ കണ്ടെന്നിരിക്കും, അങ്ങനത്തെ പ്രസംഗങ്ങൾ കേട്ടെന്നിരിക്കും. അവയൊക്കെ അവഗണിച്ച് കളഞ്ഞേക്കുക. എന്നിട്ട് അതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് നമ്മെ നയിക്കുന്ന സഭയുടെ പ്രബോധനം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുക എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ വക വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗത്തെ പതുക്കെ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സമയമാണ്. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ആകുന്നതിന് മുൻപ് എനിക്ക് അയച്ചു കിട്ടിയേക്കുന്ന കുറച്ച് ചോദ്യങ്ങളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് കുറെ ചോദ്യങ്ങൾ നേരത്തെ നമ്മൾ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ വായിച്ച് കേൾപ്പിക്കാൻ മാത്രം ചെയ്യാം, എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഒന്നാമത്തേത്, ആദം, ഹവ്വ, ആബേൽ, കായൻ, സേത്ത്, ഇവയിൽ ഹവ്വ മാത്രമാണ് സ്ത്രീ. എങ്ങനെയാണ് തുടർന്ന് തലമുറകൾ ഉണ്ടായത്? അമ്മയും മക്കളും തമ്മിലുള്ള അധാർമിക ബന്ധത്തിൽ നിന്നാണോ? നമ്മൾ വളരെ കൃത്യമായിട്ട് നേരത്തെ ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് എല്ലാ മനുഷ്യരുടെയും സംഭവങ്ങൾ ചരിത്രം വിവരിക്കുകയൊന്നുമല്ല. ചിലരെക്കുറിച്ച് പറയേണ്ടതുള്ളത് കൊണ്ട് അവരുടെ പേരുകൾ പരാമർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പഴയ നിയമ ലേഖനം നടത്തുന്ന കാലത്ത്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ കാലത്ത് പുരുഷന്മാരെ കുറിച്ചാണ് പ്രധാനമായി സംസാരിക്കാറ് പോലും ഉള്ളൂ. അതുകൊണ്ട് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഒരു സ്ത്രീയെ പരാമർശിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് ഒരു പുരുഷനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് അതിന്റെ ഒരു കുടുംബത്തെക്കുറിച്ച് പറയാൻ ഒരു പുരുഷനെ മാത്രം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശൈലിയൊക്കെ അവിടെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ഇത്രയും മനുഷ്യർ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. മനുഷ്യർ ധാരാളമുണ്ട്, ധാരാളം മനുഷ്യവംശമുണ്ട്. അതുകൊണ്ടാണല്ലോ കായനെ പോകുന്ന സമയത്ത് എന്നെ കാണുന്നവർ എന്നെ കൊല്ലും എന്നൊക്കെ കായൻ പറഞ്ഞ എങ്ങനെയാ? കാണുന്നവർ കൊല്ലാനായിട്ട് അവിടെ ആൾക്കാരുണ്ടോ? അപ്പൊ ദൈവം നിന്നെ ആരും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നിന്റെ മേലെ ഞാൻ സംരക്ഷണം മുദ്ര പതിക്കാന്നൊക്കെ പറയും. അപ്പൊ അവിടെ ഇഷ്ടംപോലെ ജനമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. മനുഷ്യവംശത്തിന്റെ ഒരു സുദീർഘമായ ഒരു വളർച്ചയ്ക്കകത്തുനിന്ന് ചിലരെ എണ്ണിപ്പറക്കി പറയുന്നേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു സിനിമ കാണുമെന്ന് വിചാരിച്ചു, അതിലെ നാട്ടിലെ എല്ലാവരെ കുറിച്ചും പറയില്ലല്ലോ, ചിലരെ കുറിച്ച് മാത്രം പറയാം എന്നതുപോലത്തെ ഒരു സെലക്ഷൻ ഈ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വേറെ സ്ത്രീകളുണ്ട്. ഈവൻ ആദ്യ ഹവ്വായ്ക്ക് പോലും ആൺമക്കളെ കുറിച്ച് പറയുന്നെങ്കിലും അവർക്ക് ധാരാളം പെൺമക്കളും ഉണ്ടായിരുന്നു. അതിനകത്ത് അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അവന് തുടർന്നും വേറെയും മക്കളുണ്ടായി എന്ന് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ വായിക്കും എന്നാണ്. ആദം 4-ാം അധ്യായം 25-ാം തിരുവചനം. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു, അവളൊരു പുത്രനെ പ്രസവിച്ചു, സേത്ത് എന്ന് പേരിട്ടു. കാരണം കായൻ കൊന്ന അതിന് പകരം എനിക്ക് പുതിയ മകനെ തന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോയി. അപ്പൊ ഇവരുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മാത്രം അവതരിപ്പിക്കുന്നത്. അതായത് ആബേലും കായലും തമ്മിലുള്ള ബന്ധം, അവർ രണ്ടുപേരും പ്രതിനിധീകരിക്കുന്ന ഒന്ന് പാപത്തെ പിന്തുടരുന്ന ഒരു മകൻ, നന്മയെ പിന്തുടരുന്ന മറ്റൊരു മകൻ, ഇങ്ങനെ തുടങ്ങുന്ന ചില വ്യക്തികളെ, ചില മനുഷ്യവംശത്തിന്റെ
ചില ഗണം മനുഷ്യരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില ആളുകൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞാൽ ഇവര് ആദ്യം എങ്ങനെ കല്യാണം കഴിച്ചു എന്നതിനെ കുറിച്ച് വിശദീകരണമൊന്നും പറയുന്നില്ല. കാരണം അത് പറയാത്തതിന്റെ കാരണം അത് പറയൽ ഇതിന്റെ ഉദ്ദേശമല്ല. ഇവരെങ്ങനെ വളർന്നു എന്നുള്ളത്, ഇവരൊരു ജനമായിട്ട് അങ്ങ് ജനിച്ചു വളർന്നതാണോ അതോ രണ്ടുപേരിൽ നിന്ന് വികസിച്ചു വന്നതാണോ എന്നതിനെക്കുറിച്ചൊന്നും അല്ല ശരിക്കും വിശുദ്ധഗ്രന്ഥം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പകരം ഈ പറഞ്ഞ ധാർമ്മിക വിഷയങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി ആ പരുവത്തിൽ തന്നെ നമ്മൾ അതിനെ എടുത്താലും, ഹവ്വ അവരുടെ മക്കൾ എന്ന പരുവത്തിൽ എടുത്താലും, സ്വാഭാവികമായും മനുഷ്യവംശത്തിന്റെ ആരംഭത്തിലെ ആദ്യത്തെ എക്സെപ്ഷനിൽ അവരുടെ സഹോദരങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് കുറ്റമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇന്നത്തെ സാഹചര്യവുമായിട്ട് അതിനെ കൂട്ടിച്ചേർക്കരുത്. കാരണം ഒരു 100 വർഷം മുമ്പ് പോലും നമ്മുടെ നാട്ടിൽ പോലും എന്താ പറയാ, ഫസ്റ്റ് കസിൻസ് കല്യാണം കഴിക്കുന്ന മുറപ്പെണ്ണ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ധാർമ്മികമാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടം നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഫസ്റ്റ് കസിൻസ് പോലും കല്യാണം കഴിക്കുന്ന കാലഘട്ടം, ഈ ഇസ്രായേൽക്കാരൊക്കെ ആദ്യ കാലഘട്ടം കുറച്ച് മനുഷ്യരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ വംശമൊക്കെ നിലനിർത്താൻ അതിൽ തന്നെ കല്യാണം കഴിക്കുന്ന ശീലം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസിൽ ആദ്യത്തെ മനുഷ്യവംശം അങ്ങനെയാണ് ആരംഭിച്ചതെങ്കിൽ ആ ആദ്യത്തിൽ അവരുടെ കല്യാണത്തെ ധാർമ്മിക നിയമങ്ങളൊന്നും നൽകപ്പെടുന്നതിന് മുൻപ് അതിനെ തിന്മയെന്ന് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പിന്നീട് അതിന്റെ ആവശ്യം വരുന്നുമില്ല എന്നാണ്. പിന്നീടാണ് നന്മ തിന്മകൾ എന്താണ് എന്നൊക്കെ വിശുദ്ധഗ്രന്ഥം പതുക്കെ പതുക്കെ മനുഷ്യരെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ലിറ്ററാലിറ്റി അന്വേഷിച്ച് പോകേണ്ട കാര്യം പോലും ഇല്ല, അതിനെക്കുറിച്ച് അല്ലാതെ നമ്മൾ ആകുലപ്പെടേണ്ടത് പോലും ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് സിമ്പിൾ ആയിട്ട് പറയാവുന്നത്. മറ്റൊന്ന്, ദൈവം സർവശക്തനെങ്കിൽ 7-ാം ദിവസം വിശ്രമിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചതാണ്. 7-ാം ദിവസത്തെ വിശ്രമം എന്ന് പറയുന്നത് തന്നെ സാപത്തിനെ കുറിച്ചുള്ള പ്രബോധനമാണ്. ഇനി അതെന്താണ് സത്യത്തിൽ? ദൈവത്തിന്റെ സുദീർഘമായ സൃഷ്ടിയുടെ ഒടുവിലുള്ള നിത്യവിശ്രമത്തെക്കുറിച്ച്, നിത്യവിധിക്ക് ശേഷമുള്ള ദൈവത്തിൽ എല്ലാവരും ആയിരിക്കുന്ന, ദൈവത്തിൽ രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിലായിരിക്കുന്ന നിത്യതയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രവചനമാണ് ദൈവം വിശ്രമിച്ചത്. അപ്പൊ അത് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയാനോ ദൈവം മടുത്തിട്ടിരുന്ന പറയാനൊന്നും അല്ലാന്ന് ഞാൻ മുമ്പത്തെ 1-2-3 എപ്പിസോഡുകളിൽ വളരെ വിശദമായി സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ചെറുതായിട്ട് പറഞ്ഞാൽ അത് ഭയങ്കര കുറഞ്ഞു പോകും. അതുകൊണ്ട് അത് വിടുവാണ്. അടുത്തത്, സൃഷ്ടിയുടെ ആദ്യ ദിവസം വെളിച്ചമുണ്ടായെന്ന് പറയുന്നു. എന്നാൽ സൂര്യൻ ചന്ദ്രനും നക്ഷത്രങ്ങളും 4-ാം ദിവസം മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടത്. ഇതും അതുപോലെ തന്നെ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ എപ്പിസോഡുകൾ കണ്ടാൽ മതി. ദൈവം സ്നേഹത്തിന്റെ ദൈവമാണെങ്കിൽ മുഴുവൻ മനുഷ്യരെയും വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കാൻ തീരുമാനിച്ചത് ക്രൂരമല്ലേ? ദൈവം ലോകത്തിലെ മുഴുവൻ മനുഷ്യരെ കൊല്ലാൻ ശ്രമിച്ചു എന്നോ ഒന്നും അതിനർത്ഥമില്ല. പകരം നന്മ ചെയ്യുന്നവർക്ക് ദൈവം നൽകുന്ന, ദൈവകൽപ്പന അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന രക്ഷയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ കഥയുടെ സൂക്ഷ്മാംശങ്ങളാണ് നമ്മൾ കുറച്ചു മുമ്പ് തന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ. ഇനി അതുപോലെ നോഹയുടെ കപ്പലിൽ എല്ലാ ജീവജാലങ്ങൾക്കുള്ള ജോഡികൾ ഉൾപ്പെടുത്തുന്നത് സാധ്യമാണോ? ഭക്ഷണം, വാതിൽ, ശുചിത്വം എല്ലാം എങ്ങനെ നിയന്ത്രിച്ചു? അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതങ്ങനെ ലിറ്ററൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നോഹയുടെ മക്കളിൽ നിന്ന് മനുഷ്യകുലം വീണ്ടും പിറന്നതായി പറയുന്നുവെങ്കിൽ എങ്ങനെ വിഭിന്ന ജാതികളും ഭാഷകളും സാംസ്കാരിക വ്യത്യാസങ്ങളും അത്രയും വേഗത്തിൽ രൂപപ്പെട്ടു? ഈ അത്രയും വേഗത്തിൽ എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ വേഗത്തിലൊന്നുമല്ല. എന്ന് വെച്ചാൽ ഈ വിശുദ്ധഗ്രന്ഥത്തിനകത്ത് ഏതാനും ആളുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിക്കരുത്. അതിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഉണ്ടാകാം. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. അതിനകത്ത് ചിലരെ കുറിച്ച് സിംബോളിക് ആയിട്ട് പറയുന്നതേ ഉള്ളൂ എന്നതാണ്. ഇനി അതുകൊണ്ട് തന്നെ മനുഷ്യവംശം സ്വാഭാവികമായും പടർന്ന് കുടിയേറി വികസിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത് സ്വാഭാവികമായ സമയത്തിൽ തന്നെയാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. സംസ്കാരങ്ങൾ വികസിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്ലൂരിജെനേസിസ് അഥവാ മനുഷ്യവംശങ്ങൾ വികസിച്ചു എന്ന് പോലും പറയേണ്ട ആവശ്യമില്ലാതെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. സ്വാഭാവികമായ മനുഷ്യവംശം സഹസ്രാബ്ദങ്ങളിലൂടെ, ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ വികസിച്ചു എന്ന് പറയുന്നത്. അതുപോലെ പ്ലീസ് എക്സ്പ്ലെയിൻ വാട്ട് ജീസസ് വാസ് ഡൂയിങ് ഡ്യൂറിങ് 3 days ആഫ്റ്റർ ഡെത്ത് ഓഫ് ജീസസ് ബിഫോർ റിസറക്ഷൻ. ഈ 3 ദിവസങ്ങൾ, മരണത്തിനും ഉത്ഥാനത്തിനും ഇടയ്ക്ക് 3 ദിവസങ്ങൾ ഈശോ എന്ത് ചെയ്യുകയായിരുന്നു? സ്വാഭാവികമായും മരണം അനുഭവിക്കുകയായിരുന്നു എന്നാണ്. ഒന്നും ആക്റ്റീവായിട്ട് ചെയ്യുകയായിരുന്നില്ല, മരണം അനുഭവിക്കുകയായിരുന്നു. അതായത് മരണം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷിക അർത്ഥത്തിലുള്ള മരണം. ഏതാണത്? അത് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപാടാണ്. ഇനി ആത്മാവും ശരീരവും തമ്മിൽ വേർപെട്ടിരിക്കുമ്പോഴും CCC പഠിപ്പിക്കും, ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, അത് രണ്ടും ഈശോയിൽ വേർപെട്ടിരിക്കുമ്പോഴും നമ്മുടെ മരണവുമായിട്ട് അതിന് വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ഈശോയുടെ ആത്മാവും ശരീരവും മിശിഹ എന്ന ദൈവീക വ്യക്തിയോട് സംയോജിക്കപ്പെട്ടാണ് അപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ മാനുഷികമായ അർത്ഥത്തിൽ മരണം പ്രാപിക്കുന്നെങ്കിലും അവിടുത്തെ ദൈവത്വം മരിക്കുന്നൊന്നുമില്ല. ദൈവമാകുന്ന അവിടുന്ന്
മരിച്ചെഴുന്നേറ്റമൊന്നുമല്ല. പകരം അവിടുത്തെ മനുഷ്യാവതാരത്തിലാണ് അവിടുന്ന് മരിക്കുകയും ഉയർക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ 3 ദിവസങ്ങൾ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി അവിടെ എന്ത് ചെയ്യുന്നൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കാൻ തോന്നും. അതിന്റെയൊക്കെ അർത്ഥം പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണം പൂർണ്ണമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഏതൊരാളും മരിക്കപ്പെടുന്നത് പോലെ ഈശോ ഒന്ന് മയങ്ങുകയോ ഉറങ്ങി എഴുന്നേൽക്കുകയോ ഒന്നും ആയിരുന്നില്ല. അവിടുന്ന് പൂർണ്ണമായ ഒരു ബയോളജിക്കൽ ഡെത്തിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത്തേത്, പാതാളത്തിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തനിക്ക് മുൻപുണ്ടായിരുന്നവരിലേക്ക്, തനിക്ക് മുൻപ് മരിച്ചുപോയ ആളുകൾ, അവർ ഈശോയെ കേട്ടിട്ടില്ല, ഈശോയൊന്നും സ്വീകരിച്ചിട്ടില്ല, അവരിലേക്കും തന്റെ രക്ഷയെ അവിടുന്ന് കൊണ്ടുചെന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഉദാഹരണത്തിന് ഈ നോഹയെ പോലത്തെ ആളുകൾ, അവർ മിശിഹായെ കേൾക്കുന്നതിന് മുൻപ് കടന്നുപോയ ഇസ്രായേലിന്റെ പോലും ഭാഗമല്ലാത്ത, അബ്രാഹാം വരുമ്പോൾ മുതലാണ് ഇസ്രായേൽ ഉണ്ടാകുന്നത്, ഇസ്രായേലിന്റെ പോലും ഭാഗമല്ലാത്ത മനുഷ്യർ, നോഹയെ പോലത്തെ ആളുകൾ, അവരെ കുറിച്ചൊക്കെ എത്രയോ ബഹുമാനപൂർവ്വമാണ് വിശുദ്ധഗ്രന്ഥം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവർക്കൊക്കെ എന്ത് രക്ഷ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അത്. ആ മരണം ഈശോയുടെ രക്ഷയെ അതുവരെയുള്ള മനുഷ്യവംശത്തിലേക്ക്, മരിച്ചവരുടെ ലോകത്തിലേക്ക് കൊണ്ടുചെല്ലാൻ അവിടുന്ന് ഇടയാക്കി എന്നാണ് അതിന്റെ സിംബോളിക് ആയിട്ടുള്ള അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഒരു ആക്ട് ഓർ റെസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ അവിടുന്ന് മരണാവസ്ഥയിലായിരുന്നു എന്നാണ്. 3 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും 3 ദിവസങ്ങളില്ല, 3 ദിവസങ്ങളാണ്. മരിക്കുന്ന ദിവസം, പിറ്റേ ദിവസം, ഉയർക്കുന്ന ദിവസം, അങ്ങനെ 3 ദിവസങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാലോ. മറ്റൊന്ന്, പ്ലീസ് എക്സ്പ്ലെയിൻ ദ റോൾ പ്ലേഡ് ബൈ ഗാഡ് ദ ഫാദർ, ഹോളി സ്പിരിറ്റ് ആൻഡ് ആർക്കേഞ്ചൽസ് ഡ്യൂറിങ് ക്രൂസിഫിക്ഷൻ ആൻഡ് ഡെത്ത് ഓഫ് ജീസസ്. ഇവരൊക്കെ ഓരോരുത്തരും എന്ത് ചെയ്യുകയായിരുന്നു? അത് വളരെ ലിറ്ററൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ എന്താ പറയാ, ആക്ടോറിയന്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓരോരുത്തരും എന്ത് പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു എന്നുള്ള മട്ടിലാണ് എനിക്ക് ആ ചോദ്യം മനസ്സിലായത്. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കരുതുന്നതിനകത്തും ചോദിക്കുന്നതിനകത്തും അർത്ഥമൊന്നുമില്ല. പ്രത്യേകിച്ച് അവരൊക്കെ എറ്റേണിറ്റിയിലുള്ള ആളുകളാണ്. ഇവരെന്ത് ചെയ്യുകയായിരുന്നു? ചില പരാമർശങ്ങളൊക്കെ നമുക്കുള്ളത് അവരെന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയല്ല, അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഈശോയെ മാലാഖമാർ വന്ന് ആശ്വസിപ്പിച്ചു. അത് മാലാഖമാരെ കുറിച്ച് പറയല്ല, ഈശോയ്ക്ക് പിതാവിന്റെ ആശ്വാസം, ത്രിത്വത്തിന്റെ കൂട്ടായ്മയുള്ള ധൈര്യപ്പെടുത്തൽ അത് നൽകപ്പെട്ടു എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പിതാവായ ദൈവം കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോ, അതോ ആ ഉയർത്തോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണോ? ഇങ്ങനത്തെ സാങ്കല്പിക വിഷയങ്ങളൊന്നും അല്ല വിശുദ്ധ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി തന്റെ പുത്രനെ അയക്കുന്ന പിതാവിന്റെ നിത്യതയിലുള്ള, സമയത്തിനും കാലത്തിനും അതീതമായ പൂർണ്ണതയുള്ള എക്സിസ്റ്റൻസ് തന്നെയാണ് ദൈവത്തിനുള്ളത്. അപ്പൊ ദൈവം അതുകൊണ്ട് അയ്യോ എന്റെ മകനെ കൊല്ലുവാണോ, കൊന്നോ എന്നൊന്നും വിചാരിക്കുന്ന പോലെ ലിറ്ററലായിട്ട് ഇതിനെയൊന്നും മനസ്സിലാക്കേണ്ടതില്ല എന്ന് ചുരുക്കി അങ്ങ് പറയുവായത്. മറ്റൊന്ന്, ലൂസിഫർ ഹവ്വായുമായി ലൈംഗിക ബന്ധം നടത്തിയാണ് കായൻ ഉണ്ടായത്. അതുകൊണ്ടാണ് തിന്മ, കൊലപാതക ചിന്ത, പാപം അവനിൽ ഉണ്ടായത്. അങ്ങനെ കായന്റെ സന്തതികളിലൂടെ പിശാച് ലോകത്തെ കീഴടക്കുന്നു. ശരിയാണോ ഈ പറഞ്ഞത്? അബ്സല്യൂട്ട്ലി തെറ്റാണ്. ആരാണത് നമ്മളോട് പറഞ്ഞതെങ്കിലും അബ്സല്യൂട്ട്ലി തെറ്റാണ്. ഒന്നാമത്, ലൂസിഫർ എന്നൊരു ആളെക്കുറിച്ച് വിശുദ്ധഗ്രന്ഥത്തിനകത്ത് പരാമർശം പോലുമില്ല. വിശുദ്ധഗ്രന്ഥത്തിനകത്ത് പരാമർശം പോലുമില്ല ലൂസിഫർ. പരാമർശം എന്ന് പറഞ്ഞാൽ നേരിട്ട് ഇങ്ങനെ ഇന്ന വിധത്തിലാണ്, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കുകയൊന്നുമല്ല ഇത്. പിന്നെ എന്താണ് അതിനകത്തുള്ളത്? ഫോളൻ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫോളൻ ഏഞ്ചൽസ് അവര് സത്യത്തിൽ അരൂപികളാണ്. അവരെങ്ങനെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ഇനി അവരെന്തിനാണ് കായേനുമായിട്ട്, ഹവ്വായുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്? ഇതൊക്കെ വളരെ പെർവേർട്ടഡ് ആയിട്ടുള്ള ചില ഹെറസികൾ, ചില പാഷണ്ഡതകൾ, അതായത് ആദത്തിന്റെ ഹവ്വായുടെയും പാപം, ആദിപാപം അത് ലൈംഗിക പാപമായിരുന്നു എന്നൊക്കെ ചില പ്യൂരിറ്റൻ ചിന്താഗതികൾ, ശുദ്ധാശുദ്ധികളെ കുറിച്ചൊക്കെ അമിതമായി അവർ വർണ്ണിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ചില പ്യൂരിറ്റനിസ്റ്റുകൾ, അങ്ങനെയുള്ള ചില സ്കൂളുകളിൽ നിന്ന് ഉയർന്നു വന്ന ഭാഷണ്ഡതകൾ, തെറ്റുപ്രബോധനങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു കൂടാരത്തിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള ചിന്തകളാണിത്. ഇതിന് യാതൊരു വിശുദ്ധ പശ്ചാത്തലവും ഇല്ല, അതിനകത്തൊരു ട്രൂത്തും ഇല്ല. അതുകൊണ്ടാണ് തിന്മയുണ്ടായെന്നല്ല. തിന്മയുണ്ടായത് അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണ് തിന്മയുണ്ടായെങ്കിൽ കാരണക്കാരൻ ലൂസിഫർ ആയിരിക്കില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആയിരിക്കില്ലേ? അതിന് ഇവരെന്ത് പഴിച്ചു? പകരം വിശുദ്ധഗ്രന്ഥം പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എല്ലാ പാപവും നിന്റേത് മാത്രമാണ്. എന്ന് വെച്ചാൽ ദൈവം അവന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവന്റെ തിന്മയ്ക്ക്, അവനെ നശിപ്പിക്കാനുള്ള കാര്യം അവനാണ് ചൂസ് ചെയ്യുന്നത്. അവൻ അതിനകത്ത് ഒരു പഴം പറിച്ചു തന്നാലും സംഭവിക്കില്ല. പക്ഷെ അവനെ നശിപ്പിക്കാനുള്ളത് അവനാണ് ചൂസ് ചെയ്യുന്നത്. ദൈവം അവനെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുകയല്ല. പിന്നെ എന്തിനാണ് കൊടുത്തത്? നമ്മൾ ഈ വിഷയം ഒത്തിരി പ്രാവശ്യം ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. അതില്ലെങ്കിൽ അവന് സ്വാതന്ത്ര്യം ഉണ്ടാകത്തില്ല, സ്വാതന്ത്ര്യം മനുഷ്യനാവില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരിക്കലും അവനെ എന്താ പറയാ, ലൂസർ ഇതുപോലെ പാപം ചെയ്യാൻ വേണ്ടി വിധിച്ചതോ, അല്ലെങ്കിൽ ലൂസിഫർ ഹവ്വയെ കല്യാണം കഴിച്ച് കുഞ്ഞുണ്ടായപ്പോ അവൻ ആ തിന്മയുണ്ടായിരുന്നു ഒക്കെ പറയുന്നൊക്കെ ഒരു ധാരണയില്ലാത്ത ചില ആളുകളുടെ പറച്ചിലുകളൊക്കെയാണ്.
എന്ന് അങ്ങ് ഓർത്താൽ മതി. എനിക്ക് അയച്ചു തന്ന ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയുമായിരുന്നു. നമുക്കിനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. അച്ഛാ ഈശ്വരിക്കട്ടെ. അച്ഛാ ഈ അടുത്തിടയ്ക്ക് ഒരു ഈ തിയേറ്റർ സർക്കിളിൽ വന്ന ഒരു ചോദ്യമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതിനകത്ത് ഈ സാമുവൽ പ്രവാചകന്റെ ഈ പുസ്തകത്തില് സാമുവൽ പ്രവാചകൻ പുള്ളിനെ ഇത് ചെയ്യുന്നതിന് മുന്നേ പറയുന്നുണ്ട് മറ്റേ ഈ അവരുടെ കുട്ടികളെ, ഈ അമലേക്കരുടെ കുട്ടികളെയും മൃഗങ്ങളെയും എല്ലാം തുടച്ചു മാറ്റണം എന്ന് പറഞ്ഞൊരു ദൈവം പറയുന്നു എന്ന് പറഞ്ഞിട്ടൊരു വചനമുണ്ട്. അപ്പൊ അതിനെ എടുത്തിട്ട് അവർ പറയുവാണ് ഈശോ ഈ മത്തായിയുടെ സുവിശേഷം 5:17 പറയുന്ന നിയമത്തെ പ്രവാചകന്മാരെ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം അവര് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോ അതിനെ സാധൂകരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഈ ഒരു വചനം വെച്ചിട്ട്. അപ്പം അതിന്റെ കുറച്ച് ക്ലാരിറ്റി കിട്ടാനായിട്ടായിരുന്നു. സോ സിമ്പിൾ. അത് അബ്സല്യൂട്ട്ലി എറോണിയസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. ഒന്നാമത്, പഴയ നിയമത്തെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ച സമയത്തൊക്കെ ദൈവം കാരുണ്യവാനാണെന്നും ദൈവം സ്നേഹം മാത്രമാണെന്നും പൂർണ്ണ നന്മയാണെന്നും ദൈവം ആരെയും കൊല്ലുന്നില്ലെന്നും കൊല്ലിപ്പിക്കുന്നില്ലെന്നും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി എന്താണ് അതിന് സംഭവിക്കുന്നത്? ഈ വിശുദ്ധഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പഴയ നിയമത്തിനകത്ത് മുഴുവനും ദൈവത്തിൽ നിന്ന് അവർ കേട്ടവയുണ്ട്, അവർ ദൈവം സംസാരിച്ചു എന്ന് അവർ വിചാരിച്ചവയുണ്ട്, അവർ ദൈവത്തിൽ ആരോപിച്ചവയുണ്ട്. അവരുടെ വിജയങ്ങളൊക്കെ അവർ ദൈവത്തിൽ ആരോപിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവർ എന്ത് കരുതിയിരുന്നു, ആ ജനം എന്ത് കരുതിയിരുന്നു എന്ന തുടങ്ങിയ വിവരങ്ങളും കൂടെ വിശുദ്ധഗ്രന്ഥത്തിന്റെ പഴയ നിയമ ഭാഗങ്ങൾക്കകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ദൈവം അവരോട് കൽപ്പിച്ചു എന്ന് അവർ ധരിക്കുന്നതാണ്. കാരണം എന്താണ്? ദൈവം പൂർണ്ണ നന്മയാണ്. പൂർണ്ണ നന്മയായ ഒരു ദൈവത്തിൽ എങ്ങനെയാണ് തിന്മ പുറപ്പെടാൻ കഴിയുക? അതൊരിക്കലും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ തിന്മയും മനുഷ്യന്റേത് മാത്രമാണ്. ചിലത് മനുഷ്യൻ തന്നെ ദൈവത്തിൽ ആരോപിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനെ തിരിച്ചറിയാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈശോ പറയുന്ന നിയമത്തെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? നിയമത്തിന്റെ അടിസ്ഥാനം സ്നേഹമാണ്. നിയമത്തിന്റെ അടിസ്ഥാനം. പഴയ നിയമത്തിനകത്ത് ഉള്ള എല്ലാ നിയമങ്ങളും നമ്മൾ ഓർത്ത് വയ്ക്കുകയോ, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊക്കെ അവനോട് കാണിക്കേണ്ട ബഹുമാനത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. ഇനി ഈശോ നിയമത്തെ പൂർത്തീകരിക്കാനാണ് വന്നതെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സ്നേഹത്തിന്റെ നിയമത്തെ പൂർത്തീകരിക്കാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതുവരെ പല്ലിന് പകരം പല്ല് എന്ന് പറയുന്നിരുന്നെങ്കിൽ ഈശോ പറയാണ്, നിന്നെ തല്ലുന്നവനെ നീ എതിർക്കരുതെന്ന് മാത്രമല്ല, നീ അവനെ സ്നേഹിക്കുക കൂടി ചെയ്യണം. ക്ഷമിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുക കൂടി ചെയ്യണം. ഈശോ കുരിശിൽ കാണിച്ചു തന്ന ആ വലിയ സ്നേഹമാണ്. അപ്പൊ ഞാൻ ഈ നിയമത്തെ പൂർത്തിയാക്കാൻ വന്നു എന്ന് പറയുന്നത് കുരിശിൽ മരിക്കാൻ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഈശോയുടെ കുരിശുമരണമാണ് അതിന്റെ പിറകിലുള്ള കാര്യം. അല്ലാതെ ഇതൊക്കെ ദുർവ്യാഖ്യാനമാണ്. ഒരു വചനഭാഗം എടുക്കുന്നു, എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള പോലെ മറ്റു സ്ഥലത്തൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നു, എന്നിട്ട് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്നത് എറോണിയസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും തിരുസഭ അതിനെ എങ്ങനെ സമഗ്രമായി മനസ്സിലാക്കുന്നു, വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്, പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയാവുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു കാര്യം അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമുവലോട് പറഞ്ഞു, തന്റെ ജനമായ ഇസ്രായേലിന് രാജാവിനെ അഭിഷേകം ചെയ്ത് കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു, അതിനാൽ കർത്താവിന്റെ വചനം നീ കേട്ടുകൊള്ളുക. അപ്പം അതൊരു പ്രവാചകനാണ് അരുളി ചെയ്യുന്നതെന്ന്, അതായത് ആ വചനം കേട്ടുകൊള്ളുക എന്ന് പുള്ളി അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നുണ്ട്. അത് വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. വെറുതെ സിമ്പിളായിട്ട് തിരിച്ചാലോചിച്ച് നോക്കിയേ. അതൊരു പ്രവാചകനാണെങ്കിൽ സാക്ഷാൽ ദൈവപുത്രനായ ഈശോ പറയുകയാണ്, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പൊ അതെങ്ങനെ ഉണ്ടാവും? ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ജീവിതമാണ് മിശിഹായുടെ മുഴുവനും. അത് ആരംഭം മുതൽ അവസാനം വരെ അങ്ങനെ വ്യക്തമായി ആദ്യാവസാനം തെളിഞ്ഞു നിൽക്കുന്ന, ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന തരത്തിലുള്ള പൂർണ്ണമായ സ്നേഹത്തിന്റെ ഒരു ദൈവത്തെ മുഴുവനും കർത്താവ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? പല്ലിന് പകരം കല്ല് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അങ്ങനെ പോലും ചെയ്യരുത്. അങ്ങനെ ഓരോന്നും എടുത്തെടുത്തെടുത്ത് പറയുന്ന, സ്നേഹത്തിന്റെ പരിപൂർണതയെക്കുറിച്ച് സംസാരിക്കുന്ന, എന്റെ സ്വർഗസ്വനായ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങൾ ആകുവിനെന്ന് അരുൾ ചെയ്ത ആ ഈശോയുടെ ഹോൾ ലൈഫിന് വിരുദ്ധമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊരിക്കലും പോസിബിൾ അല്ല. അത് ഇമ്പോസിബിൾ ആണെന്ന് മാത്രമല്ല, അങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നതിനകത്ത് തന്നെ എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ അവരോട് പറയേണ്ടത്. ഓക്കെ, ഈശോ
അച്ഛാ, ഈ നമ്മൾ ആദ്യ പാപത്തെ ഒരു അല്ലഗറിക്കലായിട്ട് വ്യാഖ്യാനിക്കും. അതായത് നന്മയും തിന്മയും സ്വയം തീരുമാനിക്കുന്നതിന് എതിരായിട്ടുള്ള ഒരു ഇതാണെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ തന്നെ ഉൽപ്പത്തിയുടെ 3:14 ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ. അന്നേരത്തേക്കിന് ഉവ്വ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിച്ച് പറയാൻ പറ്റും? കാരണം അവർ പാപം ചെയ്തുകൊണ്ടല്ലേ അവർക്ക് രക്ഷകന്റെ വാഗ്ദാനം ലഭിക്കുന്നത്. ആ അന്നേരം തീർച്ചയായിട്ടും അതെ. അതിനെ നമ്മൾ വെറുതെ ഒരു അല്ലഗറിക്കലായിട്ട് എടുക്കുമ്പോഴത്തേക്കിനും അത് ഇവിടെ അലങ്കരിക്കലാന്ന് പറഞ്ഞ് അല്ല, അത് അലങ്കരിക്കലല്ല. അലങ്കരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് പറഞ്ഞ എല്ലാം ചുമ്മാ അലങ്കരിക്കല എന്നല്ല. അലങ്കറി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. യാഥാർത്ഥ്യം അവിടെ നടന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നോഹയുടെ പെട്ടകം സഭയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് പറഞ്ഞാൽ സഭ നോഹയുടെ പെട്ടകത്തിൽ ഇല്ലെന്ന് അർത്ഥം. അപ്പൊ വാഗ്ദാനം നടക്കുന്നു പറഞ്ഞാൽ വാഗ്ദാനത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചിട്ടില്ല, വരാനിരിക്കുന്ന സമയത്താണ് അത് പൂർത്തീകരിക്കുന്നത്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാം ചുമ്മാ ഷാഡോയാണ്, കഥയാണെന്നൊന്നും അല്ല ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. പകരം നിറവേറാനിരിക്കുന്നത് ഭാവിയിലാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഈ ഞാനീ പറഞ്ഞു വന്ന ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ സമഗ്രമായിട്ട് ഇട്ടാലാണ് ഇതിനകത്ത് മുഴുവൻ മനസ്സിലായി, ഇതിന് ഉത്തരം പറയാൻ പറ്റും. പെട്ടെന്ന് പറയാൻ ഇതിനകത്ത് കുഴപ്പമുണ്ട്. അതായത് മനുഷ്യന് ദൈവം കൊടുക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നന്മയും തിന്മയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? അതില്ലെങ്കിൽ അവൻ മനുഷ്യനായിരിക്കില്ല, അവൻ വെറും മെഷീൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ തിന്മയായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ജീവി, അവന് ധാർമ്മികതയില്ല. അപ്പൊ അവന്റെ നന്മ, അവൻ ചെയ്യുന്ന ഒരു നന്മ അവന്റെ നന്മയായിരിക്കില്ല, കാരണം ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവന്റെ തിന്മ അവന്റെ ആയിരിക്കില്ല, കാരണം ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അങ്ങനെയല്ല അവനെ സൃഷ്ടിച്ചേക്കുന്നത്. അവനെ സൃഷ്ടിച്ചേക്കുന്ന അവന് ബുദ്ധിയും ബോധവും ഉള്ള പോലെയാണ്. ബുദ്ധിയും ബോധവും ഉള്ള പോലെയാണ്, സ്വാതന്ത്ര്യമുള്ള പോലെയാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗമാണ് എപ്പോഴും പാപത്തിൽ കലാശിക്കുന്നത്. ഇനി ആ സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗം വരുത്താതിരുന്നുകൂടെ ദൈവത്തിന്? അപ്പൊ അവന് സ്വാതന്ത്ര്യമില്ല, അവൻ മനുഷ്യനാകത്തില്ല. അപ്പൊ അവനെ മനുഷ്യനാക്കാനായിട്ട് നിലനിർത്താൻ, തന്റെ ഛായയിൽ നിലനിർത്താനുള്ള ദൈവത്തിന്റെ ശ്രമമാണ് അവന് കൊടുത്ത സ്വാതന്ത്ര്യം. അവൻ അതിനെ ദുരുപയോഗിക്കുന്നതാണ് അവന്റെ പാപം. അത് അവനിൽ നിന്ന് മാത്രം വരുന്നതാണ്. അങ്ങനെ ദുരുപയോഗിച്ച് പുറത്താകുന്ന മനുഷ്യൻ ആദഹുവായി മാത്രമല്ല, ഇന്നു വരെയുള്ള ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ അങ്ങനെ വീണുപോയവനെ ദൈവം ഉപേക്ഷിച്ചില്ല എന്ന ചരിത്രമാണ് പഴയ നിയമത്തിന്റെ ആരംഭത്തിൽ പറയുന്നത്. ദൈവം അവനെ വിട്ടുകളഞ്ഞില്ല, കാരണം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ സ്നേഹം അങ്ങനെ ചുമ്മാ ഉപേക്ഷിക്കപ്പെടുന്ന സ്നേഹമല്ല. ദൈവത്തിന്റെ സ്നേഹമായതുകൊണ്ട് അത് നിത്യം നിലനിൽക്കുന്ന സ്നേഹമാണ്. ആ നിത്യം നിലനിൽക്കുന്ന സ്നേഹത്തിൽ നിന്നാണ് മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ഓടിപ്പോകുന്നത്. അങ്ങനെ പോയാലും ഈ സ്നേഹം അവിടെ നിലനിൽക്കുകയാണെന്നൊക്കെയാണ് വിശുദ്ധഗ്രന്ഥം പറയുന്നത്. ആ നിലനിൽക്കുന്ന സ്നേഹവുമായി ദൈവം അവനെ വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം അവനെ സൃഷ്ടിച്ച ദൈവം അവനെ വീണ്ടെടുക്കുന്നത് സൃഷ്ടിച്ചതിനേക്കാളും ബുദ്ധിമുട്ടിയാണ്. കാരണം എന്താ? സൃഷ്ടിക്കാൻ എളുപ്പമാണ്, ജന്മം കൊടുക്കാൻ. പക്ഷെ അവന്റെ സ്വാതന്ത്ര്യം കൊടുക്കാനും എളുപ്പമാണ്. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ല. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒരാളെ നിങ്ങളുടെ തലവനായി നിയമിച്ചു എന്ന് വിചാരിച്ചു. നമ്മൾ ഒരാളെ നമ്മുടെ ഭരണകർത്താവായി നിയമിക്കാൻ എളുപ്പമാണ്. നിയമിച്ചു കഴിഞ്ഞാലോ പിന്നെ അവൻ പറയും നമ്മൾ കേട്ടല്ലേ മതിയാകൂ, നമ്മളതിന്റെ കീഴെയാണ്. ഒരു സമാനമായ ഉദാഹരണം പറഞ്ഞത്, പാപം ചെയ്യാൻ എളുപ്പമാണ്, സൃഷ്ടിക്കാൻ എളുപ്പമാണ്, സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലോ അവന് ഇഷ്ടമുള്ള പോലെ ചെയ്യാലോ. ആ സമയത്ത് അവൻ ആ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവനെ തന്നെ തിന്മയ്ക്ക് വിട്ടുകൊടുത്ത് സാത്താന്റെ അടിമയായി തീർന്നു കഴിയുമ്പം ദൈവം അവനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നത് അവിടുത്തെ വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. ആ സ്നേഹം എങ്ങനെയാ ദൈവം ചെയ്യുന്നത്? നീതിപൂർവമാണ് ചെയ്യുന്നത്. അവൻ വരുത്തി വെച്ചതിന് വീണ്ടും പേ ചെയ്യണ്ടേ? ആര് പേ ചെയ്യും? അവനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് സൃഷ്ടിച്ചവൻ തന്നെ വീണ്ടും പേ ചെയ്തവനെ വീണ്ടെടുക്കുന്നു. തൻ്റെ ജീവൻ തന്നെ ബലിയായി കൊടുത്താണ് ദൈവം അവനെ വീണ്ടെടുക്കുന്നത്. അതുവഴിയൊക്കെ നിന്റെ ജീവന് എന്റെ ജീവന്റെ വിലയുണ്ടെന്നും നിന്റെ വിശുദ്ധിക്ക് എന്റെ ജീവന്റെ വിലയുണ്ടെന്നും ഒക്കെ ദൈവം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടോട് കൂടിയാണ് ദൈവം അവനെ വീണ്ടെടുക്കുന്നത്. അപ്പൊ ആ വീണ്ടെടുക്കുന്നുള്ള വാഗ്ദാനം അന്ന് കൊടുത്തത് അതൊരിക്കലും ചുമ്മാ വെറുതെ ഒരു അലഗോറിക്കൽ എക്സ്പ്രഷൻ ആണെന്നൊന്നും അല്ല പറഞ്ഞത്. അത് വാഗ്ദാനം കൊടുത്തത് തന്നെയാണ്. ആ വാഗ്ദാനം അത് ഒരാൾക്ക് കൊടുത്തു എന്നതിനേക്കാൾ പാപം ചെയ്ത മനുഷ്യവംശത്തിന് കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ആ ആൾക്ക് മാത്രമല്ല, പാപം ചെയ്യുന്ന ഏതൊരാൾക്കും ആ വാഗ്ദാനം നിലനിൽക്കുന്നുണ്ട്. ഇനി ആ വാഗ്ദാനമാണ് ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത് മാമോദിസയിൽ. അതായത് മാമോദിസയിൽ എന്താ നമ്മൾ സ്വീകരിക്കുന്നത്? ഈശോയുടെ കുരിശുമരണ സംസ്കാര ഉത്ഥാനത്തിന്റെ ഫലങ്ങളാണ് നമ്മൾ മാമോദിസ സ്വീകരിക്കുന്നത്. മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ് കഴിഞ്ഞാലോ കർത്താവ് നമ്മളെ വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടെടുക്കുകയാണ്. നമ്മൾ മനസ്സായാൽ മാത്രം. അങ്ങനെയുള്ള ഒരു വലിയ ചെയിനാണ് അത്. അതായത് ദൈവത്വം മരിക്കത്തില്ല എന്ന് വെച്ചാൽ പറഞ്ഞു. പക്ഷെ നമ്മൾ ക്രിസ്തുവിനെ ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവമായിട്ടല്ലേ കാണുന്നത്. അന്നേരം ദൈവം കുരിശിൽ മരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടാവുമോ? ദൈവം കുരിശിൽ മരിച്ചു എന്ന് പറയാം. കാരണം
ഈശോ ദൈവം തന്നെയാണ്. പക്ഷെ ദൈവത്വം കുരിശിൽ മരിച്ചു എന്ന് പറയാൻ പാടില്ല. ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ് അത് മരിച്ചു എന്ന് പറയാൻ പാടില്ല. ദൈവമാകുന്ന അവിടുന്ന് മരിച്ചു എന്ന് പറയാം. കാരണം ഈശോ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് ഈശോ മരിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഈശോ ദൈവമായതുകൊണ്ട് ദൈവം കുരിശിൽ മരിച്ചു എന്ന് പറയുന്നതിനകത്ത് ലിറ്ററലി തെറ്റില്ല. പക്ഷെ അത് പറയുമ്പോൾ സൂക്ഷിക്കണം, ഇതോടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ, അല്ലെ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാം. അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാവുന്നത് ഈശോ മിശിഹ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്നാണ്. ദൈവം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു മറ്റൊരു കുഴപ്പം എന്താണെന്ന് അറിയാമോ? പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം കുരിശിൽ മരിച്ചു എന്നല്ല പറയേണ്ടത്, ശരിക്കും ഈശോ മിശിഹ കുരിശിൽ മരിച്ചു എന്നാണ്. ആ ഈശോ ദൈവമായിരുന്നില്ലേ, അതുകൊണ്ട് ദൈവമാകുന്ന ഈശോയല്ലേ മരിച്ചതെന്ന് ചോദിച്ചാൽ അതേന്നുമാണ് ഉത്തരം. ഇത്രയും വിശദീകരിക്കാതെ ഒറ്റയടിക്ക് പറയുമ്പോൾ എപ്പോഴും ഈശോ മിശിഹ കുരിശിൽ മരിച്ചു എന്ന് വേണം പറയാൻ. ഓക്കെ, താങ്ക് യു അച്ഛൻ. അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ദോഹയിൽ നിന്നാണ്, ഖത്തറിൽ നിന്നാണ്. അച്ഛൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലൈവായിട്ട് എനിക്ക് ഇങ്ങനെ വരാൻ ഒരു അവസരം കിട്ടിയത്. അച്ഛൻ്റെ ആദ്യത്തെ കോഴ്സിന്റെ 60 ക്ലാസ്സുകളും പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഡൈവോബിന്റെ ആണെങ്കിലും ഞാൻ ഓഫ്ലൈൻ ആയിട്ടാണ് കൂടുതൽ ഫോളോ ചെയ്ത് വരുന്നത്. അച്ഛാ ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരുപാട് അച്ഛനും അതുപോലെ തന്നെ നമ്മുടെ ടീമിനും ഒത്തിരി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛാ എന്റെ ചോദ്യം ഇതാണ്. എനിക്കൊരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു വളരെ ഒരു പിന്നെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, എങ്കിലും അച്ഛാ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം അച്ഛാ ആദത്തിന്റെ പേര് ആരിട്ടു എന്നുള്ള ഒരു സംശയമാണ്. കാരണം നമുക്ക് ഈവിന് ഓൾറെഡി ആദമാണ് ഈവ് എന്ന് പേരിട്ട് വിളിച്ചത് എന്ന് പറയുന്നു. പക്ഷെ ആദത്തിന് ആര് പേര് ഇട്ടു എന്ന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത് വ്യക്തമാകുന്നില്ല എന്നുള്ളതാണ് അച്ഛാ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പറഞ്ഞു. ഒന്നാമത് ഈ പേരിടൽ എന്ന് പറയുന്നത് ഉടമസ്ഥന്റെ പ്രവൃത്തിയാണ്. അപ്പൊ സ്വാഭാവികമായും ദൈവമാണ് ആദത്തിന് ജന്മം കൊടുത്തതെന്നുകൊണ്ട് ആ പേര് ശരിക്കും പറഞ്ഞാൽ ദൈവം കൊടുത്തു എന്ന് നമുക്ക് ഊഹിക്കാം എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ലിറ്ററൽ കാര്യങ്ങളല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ചേഞ്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇനി ആ പേര് പോലും സത്യത്തിൽ അവന്റെ അവസ്ഥയെക്കുറിച്ചുള്ള പേരാണ്. ആദമ എന്ന വാക്കിന്റെ അർത്ഥം പൊടി. ആദമ എന്ന് പറഞ്ഞാൽ പൊടി എന്നാണ് അതിന്റെ അർത്ഥം. പൊടി, മണ്ണിലെ പൊടിയാണ് ആദമ. പൊടിയിൽ നിന്നുള്ളവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഒരു പ്രോപ്പർ നെയിം എന്നതിനേക്കാൾ അവൻ ആരാണ് എന്നാണ് ഈ ആദം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അപ്പൊ അതുകൊണ്ട് അതൊരാൾ ഇടേണ്ട കാര്യമില്ല. ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ ആദമാണ്. കാരണം എന്താ? അവൻ പൊടിയിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് അവൻ ആദമായി തീർന്നു എന്ന് പറയാം. ഇനി അതെ അച്ഛൻ മനസ്സിലായി, താങ്ക് യു അച്ഛൻ. നമ്മൾ അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്നത് ആദത്തിന്റെ വംശാവലി പിന്നെ വരുന്നത് സേത്തിൽ കൂടിയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം നമുക്കറിയാം ആബേല് ഒരു പാപം ചെയ്യുന്നതായിട്ട് ഒന്നും അവിടെ കാണുന്നില്ലെങ്കിലും ആ സെലക്ഷൻ അത് ദൈവത്തിന്റെ സെലക്ഷൻ ആണെന്ന് നമുക്കറിയാം. എങ്കിലും അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയാണ്. ഇത് പിന്നീടുള്ള തലമുറകളെ കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കയൻ ആബേലിനെ കുറിച്ച് പറയുമ്പോൾ ആ സംഭവം കഴിഞ്ഞു. പിന്നീട് അടുത്ത തലമുറകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ തലമുറകളെ പരാമർശിക്കുന്ന വിധത്തിൽ മനുഷ്യവംശത്തിന് ഇപ്പൊ ഇതിനകത്തുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഇത് രേഖപ്പെടുത്തുമ്പം ഈ പരാമർശിക്കുന്ന മനുഷ്യരൊക്കെ അന്ന് അവരുടെ ഇടയ്ക്ക് ഫേമസ് ആയിരുന്നിരിക്കാം. നമ്മുടെ ഇടയ്ക്ക് പോലും പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന കുറെ ആളുകൾ നമ്മൾ അറിയപ്പെടുമല്ലോ. അപ്പൊ അവരെ പെറുക്കിയെടുത്തിട്ട് പോലും ആയിരിക്കും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിനകത്ത് കൃത്യമായി ഒരിക്കലും ഒരു ജീനിയോളജി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇനി അവതരിപ്പിക്കുന്ന സ്ഥലത്ത് പോലും 10 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇതിനകത്ത് ഇവരുടെ 5-ാമത്തെ അധ്യായത്തിനകത്തൊക്കെ 5-ാമത്തെ അധ്യായത്തിൽ ആദം മുതൽ നോഹ വരെ എന്നൊക്കെ പറഞ്ഞ 10 ഗണങ്ങളെ കാണും. അതൊക്കെ സിംബോളിക്കാണ്. അതിനകത്തൊന്നും എല്ലാവരുടെയും ക്രമമൊന്നും അല്ല പറയണേ. ചില ആളുകളെ പറക്കിയെടുത്ത് അവതരിപ്പിക്കുകയാണ്, അവർ കേട്ടുകേൾവിയുള്ള ചില ആളുകളെ. അപ്പൊ അതുകൊണ്ട് ഇത് ആരുടെ പിൻതലമുറ എന്ന് പറയുന്നതിനേക്കാൾ തിന്മയുടെ പിൻതലമുറകൾ തിന്മ ചെയ്യുന്നു, നന്മയുടെ പിൻതലമുറകൾ നന്മ ചെയ്യുന്നു എന്ന് അവതരിപ്പിക്കുക മാത്രമേ അതിനകത്ത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായി അച്ഛാ. ഞാൻ അവസാനമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ അച്ഛാ. നമുക്ക് അച്ഛാ ഉൽപ്പത്തി പുസ്തകത്തിലെ 6-ാം അധ്യായത്തില് അവിടെ നമുക്കുള്ള ഒരു നരേഷൻ എന്ന് പറയുന്നത് അവിടെ ഒത്തിരി മനുഷ്യരുണ്ടായി. അപ്പോൾ ഭൂമിയിലുള്ള സുന്ദരികളായ സ്ത്രീകൾ ആണെന്നും അങ്ങനെ നമ്മുടെ ദൈവപുത്രന്മാർ ഇറങ്ങി വരുന്നു, അവരെ ഭാര്യമായിട്ട് സ്വീകരിക്കുന്നു. അതിനുശേഷം പിന്നെ ദൈവം ഇങ്ങനെ സംസാരിക്കുകയാണ്, നമുക്ക് മനുഷ്യന് ഇത്രേ ആയുസുള്ളൂ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഏറ്റവും അവസാനം പറയുന്നു ഭൂമിയിൽ പിന്നീട് അധികാരന്മാർ ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെ. അപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആധ്യാത്മിക മീനിങ്, അപ്പം നമ്മൾ ആ ഒരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിന്റെ ഒരു ആധ്യാത്മികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഒരു
ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലാണ് എന്റെ ഓർമ്മ. ഞാൻ കുറച്ച് വിശദീകരിച്ചിട്ടുണ്ട്. നെഫീലിം എന്നാണ് ഈ അധികായന്മാർ. അപ്പൊ അവരുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന മല്ലന്മാരും യുദ്ധപ്രവീണന്മാരും ഒക്കെയാണ് ഉദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് സുവിശേഷ വിശദീകരണത്തിൽ അത്ര വ്യക്തമല്ല. പിന്നെ അത് എന്താ അറിയാവുന്നത്, ചില കാര്യം നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റും. അതായത് ഒന്നാമത്തേത് ഈ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരുമായി, മനുഷ്യപുത്രന്മാർ ദൈവപുത്രൻ, അങ്ങനെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന പരാമർശം പണ്ടുകാലത്ത് പ്രത്യേകിച്ച് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിരുന്നു എന്ന് പറയാറുണ്ട്. എന്തായിരുന്നാലും ഇതിനകത്ത് ഈ രണ്ട് ഗണം ആളുകളെ കുറിച്ച് പറയുന്നത് നന്മയുടെ മക്കളും തിന്മയുടെ മക്കളും, അത്രേ ഉള്ളൂ. ഇതുവരെ പറഞ്ഞു വന്ന എല്ലാം ഈ നന്മയുടെ മക്കൾ തിന്മയുടെ മക്കൾ എന്ന് പറയുന്ന അതാണ്. ഇപ്പൊ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നന്മയുടെ മക്കൾ എന്നാണ്. ഇവരുടെ കോണ്ടെക്സ്റ്റിൽ അവർ ഇസ്രായേൽക്കാർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഇസ്രായേൽക്കാരാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റു മക്കളോ, ഈ അഴകുണ്ടായിരുന്ന സ്ത്രീകളോ, അവര് വിജാതീയരാണ്. അതായത് പ്രധാനമായും അതിന്റെ ഒരു കൃത്യമായ ഒരു അർത്ഥം, ഈ ഇസ്രായേൽക്കാര് വിജാതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ തുടങ്ങിയതാണ് ഒരു പരാമർശം. അപ്പൊ അവരുടെ രക്തശുദ്ധി നഷ്ടപ്പെടുകയും ദൈവത്തിന്റെ ജനം കലർപ്പുള്ളവരാകുകയും ഒക്കെ ചെയ്തതിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന അസ്വസ്ഥതയാണ് ഇത്. അങ്ങനെ ചെയ്ത് വലിയ വിജാതീയ അവർക്ക് വലിയ മക്കളൊക്കെ ഉണ്ടായി. പക്ഷേ സംഭവിച്ചത് എന്താണ്, അവരുടെ ജീവിത നാശമായി. രണ്ട് തിന്മകളെ കുറിച്ചാണ് പറയണം. ഒന്ന്, ഈ ദൈവം തിരഞ്ഞെടുത്ത ജനം അല്ലാത്ത ജനവുമായി വിവാഹം കഴിച്ചു. ഇതവരങ്ങനെ അത്ര ശക്തമായി ഇതിനെ ശാസിച്ച് പറയാനുള്ള കാരണം, ആ കാലഘട്ടത്തിലെ മനുഷ്യര് വിജാതീയരുമായി വിവാഹം കഴിക്കുകയും അവരുടെ വിഗ്രഹാരാധനകൾ ഇസ്രായേലിലേക്ക് കുടിയേറുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ്. ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അതായത് നമുക്കറിയാലോ, അങ്ങനെ ഒരു വിവാഹമൊക്കെ നടന്നു കഴിയുമ്പം കുറച്ചു നാൾ കഴിയുമ്പോൾ ആ സ്ത്രീ അതിന്റെ വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഈ വീട്ടിലോട്ട് വരും. പിന്നെ കുറച്ചു നാൾ കഴിയുമ്പോൾ ഇവരും ആ പൂജയൊക്കെ തുടങ്ങും. അങ്ങനെ അതുകൊണ്ടാണ് ഇവരെ അന്യദേവന്മാരിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിധത്തിൽ തന്നെ വിശുദ്ധീകരണത്തെ അവതരിപ്പിക്കുന്ന ഒരു കാര്യം ബഹുഭാര്യത്വമാണ്. വിവാഹത്തിന്റെ പരിഭാവനതയും വിശുദ്ധിയും കളങ്കപ്പെടുത്തി. അതുകൊണ്ടാണ് ദൈവപുത്രന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ എല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവര് കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയൊക്കെ നഷ്ടപ്പെടുത്തി കളയുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സ്ത്രീകളോട് പെരുമാറുകയും, എന്ന് പറഞ്ഞാൽ തങ്ങളുടെ പ്രോപ്പർട്ടി പോലെ ധാരാളം സ്ത്രീകളെ സ്വീകരിക്കുകയൊക്കെ ചെയ്തപ്പം ദൈവം അതിനെ മോശമാണെന്ന് മനസ്സിലാക്കി. അല്ലെങ്കിൽ ദൈവം അതിനെ അങ്ങനെ പഠിപ്പിച്ചു. എന്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്, അവന്റെ ആയുസ് 120 വർഷമായി കുറയും എന്നൊക്കെ അവതരിപ്പിക്കുന്നത് അവന് ഇനിമേൽ പഴയ പോലെ അനുഗ്രഹം ഉണ്ടാവില്ല എന്നും ദൈവം അതിൽ സംപ്രീതനല്ല എന്നും അവൻ വെറും ജഡമായി തീർന്നു. ചുമ്മാ ധാരാളം ഭാര്യമാരെയൊക്കെ എടുക്കുന്നു, എന്നിട്ട് ജഡപരമായി അവരോട് ഇടപെടുന്നു. അല്ലാതെ ഒരു മനുഷ്യൻ തന്റെ ഇണയോട് ഇടപെടുന്നത് പോലെയല്ല, അവൻ വെറും ജഡമായി അധപതിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പൊ ശരിക്കും ഇതിനകത്ത് രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന്, ബഹുഭാര്യാത്വം എന്ന തിന്മയ്ക്കെതിരെ സംസാരിക്കുന്നു. രണ്ടാമത്തേത്, ഈ പറഞ്ഞ ഇസ്രായേൽക്കാരുടെ ഇസ്രായേൽക്കാര് വിജാതീയ സ്ത്രീകളെ കാണുമ്പം അവർ എന്ന് കണ്ടുകൊണ്ട് സൗന്ദര്യം നോക്കി അവരുടെ കുലമഹിമയും ഇസ്രായേലിന്റെ വംശശുദ്ധി ഒന്നും നോക്കാതെ വിവാഹം കഴിക്കുകയും അതിന്റെ പരിണിത ഫലമായി നമുക്ക് ഈ സോളമന്റെ കാര്യത്തിൽ പോലും അറിയാലോ, വിദേശത്ത് നിന്നൊക്കെ ഓരോരുത്തരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവര് വിഗ്രഹങ്ങളൊക്കെ ആയി വന്ന് ഇവിടുത്തെ രാജ്യത്ത് മുഴുവൻ വിഗ്രഹാരാധനയൊക്കെ വർദ്ധിച്ച് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ട്. ഈ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതീകാത്മകമായ ചില ഗൈഡൻസ് കൊടുക്കുന്നത്, ഒരു ശാസനയോ തിരുത്തലോ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ആരാണ് ഈ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാർ എന്നൊന്നും ആലോചിച്ച് നമ്മൾ അധികം പോകണ്ട. അത് ഉദ്ദേശിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ തന്നെയാണ്. കാരണം അരൂപികളൊന്നും ഒരിക്കലും ഇങ്ങനെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള അതിനെ സിമ്പിൾ ആയിട്ട് പറയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. വിശുദ്ധ തോമസ് അക്വീനാസിന്റെ ദൈവത്തെക്കുറിച്ച് അറിയുന്നതിനുള്ള 5 വഴികളുണ്ടല്ലോ, അതില് 3ാമത്തെ വഴിയിലുള്ള ഒരു സംശയത്തെ കുറിച്ചാണ്. സത്തയും എക്സിസ്റ്റൻസും അസ്തിത്വത്തെയും പറ്റിയും അച്ഛന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിയിലുള്ള ഓരോ സാധനങ്ങളുടെയും മനുഷ്യന്റെയും എല്ലാം അസ്തിത്വത്തിന് കാരണം സത്തയല്ല, സത്തയ്ക്ക് അപ്പുറമുള്ള എന്തോ ഒന്നിൽ നിന്നാണ് ഈ അസ്തിത്വം ഓരോന്നിനും വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പം ആ അസ്തിത്വമാണ് റിയൽ ആയിട്ടുള്ള ദൈവം എന്ന അസ്തിത്വം. അപ്പൊ ദൈവത്തിന്റെ സത്ത തന്നെയാണ് ദൈവത്തിന്റെ അസ്തിത്വം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവം എന്ന് പറയുമ്പോ, ആ സത്ത എന്ന് പറയുമ്പോ പൂർണ്ണ സ്നേഹം, പൂർണ്ണ അറിവ്, അങ്ങനെയൊക്കെയാണല്ലോ ദൈവം. അപ്പം അത് എങ്ങനെയാണ് ഈ സത്ത തന്നെയാണ് അസ്തിത്വം എന്ന് പറയുന്നത്? ദൈവത്തിന് ആ പൂർണ്ണത്വമുള്ളത് കൊണ്ടാണോ സത്ത തന്നെയാണ് എസൻസ് തന്നെയാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്? പൂർണ്ണതയുള്ളത് കൊണ്ടാണോ? അതായത് ഇപ്പൊ നമ്മള് മനുഷ്യന്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മള് മനുഷ്യന്റെ സത്തയിൽ പറയുന്നുണ്ടല്ലോ റേഷണൽ എനിമലാന്നൊക്കെ.
അപ്പം അതല്ലല്ലോ അവന്റെ അസ്തിത്വത്തിന് കാരണം. അതുപോലെ ദൈവത്തിന്റെ സത്ത എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നല്ലേ പൂർണ്ണ സ്നേഹം, പൂർണ്ണ അറിവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം സത്ത തന്നെയാണ് എസൻസ് തന്നെയാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടല്ലോ ദൈവത്തിന്റെ. അപ്പൊ അത് ഈ എസൻസ് തന്നെയാണ്, ദൈവത്തിന്റെ സത്ത തന്നെയാണ് ദൈവത്തിന്റെ എക്സിസ്റ്റൻസ്. ഓക്കെ, എനിക്ക് അപ്പം ഈ നമ്മൾ അന്ന് അതേസമയം പൂർണ്ണ സ്നേഹം, പൂർണ്ണ അറിവ് അങ്ങനെയൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതൊക്കെ തന്നെയാണോ ഈ എസൻസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതൊക്കെയാണ്. ഞാൻ തേർഡ് പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് അത് ചുമ്മാ പെട്ടെന്ന് പറയാം. അതായത് പോസിബിലിറ്റി ആൻഡ് നെസസിറ്റി എന്നാണ് അതിന്റെ കണ്ടന്റ്. അത് 10 സ്റ്റേജസിലാണ്. നിങ്ങൾ ചുമ്മാ എപ്പോഴൊക്കെ വായിച്ചു നോക്കി. ഞാൻ ചുമ്മാ പെട്ടെന്ന് പങ്കെടുത്തിട്ട് വായിക്കുന്നതാണ്. ഒന്നാമത്തത്, വി ഫൈൻഡ് ഇൻ നേച്ചർ തിങ്സ് ദാറ്റ് ആർ പോസിബിൾ ടു ബി ആൻഡ് നോട്ട് ടു ബി, കണ്ടിജന്റ് ബീയിങ്സ്. അതായത് നമുക്ക് ഈ ഭൂമിയിൽ നേച്ചറിനകത്ത് പോസിബിലിറ്റി, ആകാൻ കഴിയുന്നവയും ആകാൻ കഴിയാത്തവയും എന്ന 2 വിഭാഗത്തിൽ നമുക്കൊരു കാര്യം. ഒരു ചക്കക്കുരുവ് കണ്ടു കഴിഞ്ഞാൽ ആ ചക്കക്കുരുവിന് പ്ലാവായി മാറാൻ കഴിയും, എന്തെങ്കിലും ആകാൻ കഴിയും. ടു ബി ആൻഡ് നോട്ട് ടു ബി. അതുപോലെ തന്നെ ഇല്ലായ്മയും ആയിത്തീരാൻ കഴിയുന്നവയും ആയിരിക്കുന്നവയും ആകാതിരിക്കുന്നവയും എന്നൊരു വ്യത്യാസം കാണാൻ പറ്റും. 2, എവറിതിങ് ഈസ് ഐദർ നെസസറി ഓർ കണ്ടിൻജന്റ്. എല്ലാം ഒന്നുകിൽ അത്യാവശ്യമുള്ളതായിരിക്കും അല്ലെ കണ്ടിൻജന്റ് ആയിരിക്കും. 3, അസ്യൂം ദാറ്റ് എവറിതിങ് ഈസ് കണ്ടിൻജന്റ്. എല്ലാം കണ്ടിൻജന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എന്തുണ്ടാവും? 4, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ കണ്ടിൻജന്റ് ബീയിങ്സ് ഓൾവേസ് ടു എക്സിസ്റ്റ്. അതായത് ഫോർ വാട്ട് വിച്ച് ക്യാൻ നോട്ട് ബി അറ്റ് ദ സെയിം ടൈം ഇസ് നോട്ട്. അതായത് ഇല്ലായ്മയ്ക്ക് ഒരിക്കലും ഉണ്മയായിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നുകിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇല്ലായിരിക്കണം. ഇല്ലായിരിക്കുന്നവയെ കുറിച്ച് അവയ്ക്കൊരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ കണ്ടിജന്റ് ബീയിങ്സ് ഓൾവേസ് ടു എക്സിസ്റ്റ് ഫോർ ദാറ്റ് വിച്ച് കനോട്ട് ബി അറ്റ് ദ സെയിം ടൈം നോട്ട്. എന്തെങ്കിലും ആയിരിക്കുന്നവ അതേ സമയം തന്നെ അല്ലായിരിക്കലും സാധ്യമല്ല, അതായിരിക്കുക തന്നെ വേണമല്ലോ. ഇനി 5, അതുകൊണ്ട് 3-ാമത്തെ 4-ാമത്തെയും കാര്യം എടുക്കുമ്പോൾ എല്ലാം കണ്ടിൻജന്റ് ആയിരിക്കുകയും അവ നിലനിൽക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അറ്റ് വൺ ടൈം ദെയർ വാസ് നത്തിങ്. ഒന്നും ഇല്ലാതിരിക്കുകയും അവ നിലനിൽക്കാതിരിക്കുകയും ചെയ്താൽ ഭൂമിയിൽ ഒന്നും ഉണ്ടാകത്തില്ല. ദെയർ ഇസ് നത്തിങ്. ദാറ്റ് വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ഓൺലി ത്രൂ സംതിങ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. ഇപ്പോൾ ഉള്ളതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒന്നിലൂടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അല്ലാതെ ഒരു സാധനം ടുപ്പയെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നില്ല. നമ്മുടെ പ്രപഞ്ചത്തിൽ എപ്പോഴും കാണാറുണ്ട്. ഇനി 7, therefore by 5 and 6 there is nothing now, but there is something now. അതായത് എല്ലാം എപ്പോഴും ഇപ്പോഴല്ല, പക്ഷേ ചിലതൊക്കെ ഇപ്പോഴുണ്ട്. എന്ന് വെച്ചാൽ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നവയിൽ നിന്നാണ് ഇപ്പോഴെല്ലാം വന്നിരിക്കുന്നത്, അല്ലെ? നമ്മൾ പോലും ജനിച്ചെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ്. അപ്പൊ നമ്മളിപ്പോൾ ഉണ്ടായിരിക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളിൽ നിന്നാണ് ഉണ്ടായത്. അവരിപ്പോ ഇല്ല. ചിലതില്ല, എന്നാൽ ചിലത് നൗവിലല്ല, ഇപ്പോഴല്ല, എന്നാൽ ചിലത് ഇപ്പോഴിലാണ്. 9, therefore മൂന്നാമത് പറഞ്ഞത് ഫാൾസ് ആണ്. അതായത് എല്ലാം കണ്ടിൻജന്റ് ആണെന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നും ഇല്ലാതിരിക്കുകയല്ല, ഇപ്പം എന്തെങ്കിലുമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ നിലനിൽക്കുന്നതിനൊക്കെ കാരണം മുമ്പ് നിലനിന്നിരുന്നവയാണ്. എന്നിട്ട് 10ാമത് പറയാണ്, അതുകൊണ്ട് therefore by 2 there is necessary being. അതായത് എല്ലാം നിലനിൽക്കുന്നത് ഒന്നിൽ നിന്ന് തുടർന്നിട്ടൊക്കെയാണ് എങ്കിൽ സ്ഥിരമായി നിലനിൽക്കുന്ന എല്ലാത്തിനും തുടരാൻ കാരണമാകുന്ന ഒന്നുണ്ട്. അതിനെയാണ് നാം ദൈവം എന്ന് വിളിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്. ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഇത്ര നേരം കൊണ്ട് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നന്നായി എക്സ്പ്ലെയിൻ ചെയ്താലാണ് ഇത് ക്ലിയർ ആകത്തുള്ളൂ. ഇനി ചോദിച്ച ആൾക്കത് മനസ്സിലായി കാണുന്നുള്ള വിചാരത്തിലാണ് ഞാനിത് പറയുന്നത്. ഇനി അതിനകത്ത് ദൈവത്തിന്റെ ഉണ്മയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം ഉണ്ട് എന്നതിന്റെ പ്രൂഫിനെ കുറിച്ച്, ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച്. അപ്പം ദൈവം എന്നൊരു കാര്യമേ ഇല്ല എന്ന് പറയുന്ന ആളുകളോട് പറയുകയാണ്, ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നവയും ഇല്ലായിരിക്കുന്നവയും ഉണ്ടെന്ന് കരുതുക. ഇല്ലായിരിക്കുന്നവയാണ് എല്ലാമെങ്കിൽ ഇല്ലായിരിക്കുന്നവയിൽ നിന്നാണ് എന്തെങ്കിലും ഉണ്ടായതെങ്കിൽ ഇല്ലായിരിക്കുന്നതിൽ നിന്നുണ്ടായതൊക്കെ ഇല്ലായ്മ തന്നെയാണ്. എന്നാൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്കറിയാം, ഉണ്ടെന്ന് നമുക്കറിയാം. ഉള്ളതൊക്കെ എവിടെ നിന്ന് വന്നതാണ്? ഉള്ള മറ്റെന്തെങ്കിലും നിന്നെങ്കിലും വന്നതാണ്. ഇപ്പൊ മനുഷ്യനായാലും ശരി, മരമായാലും ശരി, വിത്തായാലും ശരി, എല്ലാം ഉള്ള ഒന്നിൽ നിന്ന് വന്നതാണ്. അപ്പൊ അങ്ങനെ ഉള്ളതിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും വരാൻ പറ്റുള്ളൂ. അപ്പോ ഇപ്പൊ ഉള്ളതും മുമ്പ് ഉണ്ടായിരുന്നവയുമുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നവയിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒന്ന്, അതിനെക്കുറിച്ചാണ് ദൈവം എന്ന് പറയുന്നത്. ഉണ്മ എന്ന് പറയുന്ന കാര്യമാണ് അത്. ഇനി ആ ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് എന്താണ്, ഉണ്മ എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നത് ഹിസ് എക്സിസ്റ്റൻസ് ഈസ് ലവ് ഇറ്റ് സെൽഫ് എന്ന് തന്നെയാണ്. ദൈവം സ്നേഹമായി തന്നെ
നിലനിൽക്കുന്നു. ഇനി സ്നേഹമായിരിക്കുന്ന ദൈവം വെറുതെ സ്നേഹം മാത്രമല്ല, ദാറ്റ് ഈസ് ഹീസ് ഡിവൈൻ പേഴ്സൺസ്, ഡിവൈൻ ആണ്, ഡിവിനിറ്റിയാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യമുണ്ട്. ദൈവത്തിന്റെ ദൈവത്വവും ദൈവത്തിന്റെ പൂർണ്ണതകളും ദൈവത്തിന്റെ അതിനകത്ത് എല്ലാം പെടും. സ്നേഹത്തിന്റെ, നന്മയുടെ, സൗന്ദര്യത്തിന്റെ, എല്ലാത്തിന്റെയും പൂർണ്ണതകളും എല്ലാം കൂടെ കൂടി ചേരുന്ന ആ അസ്തിത്വത്തെയാണ് ദൈവമെന്ന് വിളിക്കുന്നതെന്നാണ് തോമസ് അക്വിനാസ് വിശദീകരിക്കുന്നത്. ഒന്നും കൂടെ ചോദിച്ചോട്ടെ, അപ്പൊ ആ എസൻസ് തന്നെയാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ എസൻസ് തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ വായിച്ചത് തോമസ് അക്വിനാസിന്റെ തേർഡ് പ്രൂഫാണ്. അതിനകത്ത് അസച്ച് അങ്ങനെ കണ്ടില്ല നമ്മള്. എസൻസ് തന്നെയാണ് എക്സിസ്റ്റൻസ് എന്ന് അസച്ച് അങ്ങനെ കണ്ടില്ല. അതവിടുത്തെ വിഷയമല്ല, അതാണ് അതിന്റെ കാര്യം. എസൻസ് ദൈവത്തിന്റെ സത്ത തന്നെയാണ്, എക്സിസ്റ്റൻസ് അല്ല. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നു. ദൈവം എക്സിസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? അത് ദൈവമായിരിക്കുന്ന അതെന്തോ അതിൽ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നാണ്. അതതിന്റെ ഇംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് പറയാമെന്ന് മാത്രം. കോൺട്രാജെന്റയിൽ എന്ന് പറഞ്ഞിട്ട് വരണല്ലേ, അതിനകത്ത് ഈ ഒരു രീതിയിലല്ലേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എസൻസും എക്സിസ്റ്റൻസും അങ്ങനെയായിട്ട്. കോൺട്രാജെന്റൽസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ വിജാതീയരുടെ ദൈവത്തിന്റെ അസ്തിത്വത്തിനെതിരെയുള്ള വാദങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ, അക്വിനാസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും അതാണ്. ദൈവത്തിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുക എന്നും ആ ദൈവം നിങ്ങൾ കരുതുന്ന പോലത്തെ വിഗ്രഹങ്ങളോ മറ്റു സാധനങ്ങളോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു സാധനമോ ദൈവം ഇല്ലാന്നൊക്കെ വാദം നടക്കുമ്പം അതൊന്നും അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വിനാസ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. അതിനകത്ത് ദൈവത്തിന്റെ അസ്തിത്വം അത് എങ്ങനെയാണ് ദൈവം ഉണ്ടായിരിക്കുന്നു എന്ന് തീർത്ത് മനുഷ്യന് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്നത്. ചുമ്മാ കണ്ണുറച്ച് പറയുക മാത്രമല്ല, അവന്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ വെച്ചും അവൻ ഈ പ്രപഞ്ചത്തിൽ കണ്ടിട്ടുള്ളത് വെച്ചും പ്രപഞ്ചത്തെയും ജീവിതത്തെയും എക്സിസ്റ്റൻസിനെയും അനലൈസ് ചെയ്യുമ്പോൾ ദൈവം എന്ന ഒരു പ്രൈമറി സോഴ്സ് കൂടാതെ ഇതിനെ ഒന്നും വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് അക്വിനാസ് സ്ഥാപിക്കുന്നത്. ആ സ്ഥാപിക്കലിന്റെ ഭാഗങ്ങളാണിത്. പക്ഷെ എനിക്കൊരു സംശയം, നമ്മുടെ ഉൽപ്പത്തിയുടെ തുടക്ക സമയത്ത് ദൈവം പറയുന്നത് ഒരു പ്ലൂറൽ ആയിട്ട് പറയുന്നത്, നമുക്ക് അവരെ പുരുഷനും സ്ത്രീയായിട്ട് അത് കഴിഞ്ഞിട്ടൊരു ഇത് പറയുന്നത് ഇപ്പൊ പറഞ്ഞ ബാബേൽ ഗോപുരത്തിന്റെ ഇതിലാണോ നമുക്ക് എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? ഉദാഹരണം ആദ്യത്തിലൊരു യൂണിറ്റി എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ ആണോ അങ്ങനെ ഒരു തുടക്കത്തിൽ അങ്ങനെ ഒരു നമുക്ക് പറഞ്ഞത്? ഇവിടെ ആ യൂണിറ്റിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള, എന്നാൽ അവരെ സ്പ്ലിറ്റ് ചെയ്യുവാണല്ലോ, അവര് ഉദ്ദേശിക്കുന്ന, അവർ പറയുന്ന, ഒരാൾ പറയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ പക്ഷെ അവിടെയും ആ ഒരു പ്ലൂറൽ ആയിട്ട് നമുക്ക് അവരെ തെറ്റിക്കാം എന്ന് പറയുന്ന അതിൽ എന്തെങ്കിലും ഒരു മീനിങ് അങ്ങനെ ഉണ്ടോന്ന് അറിയാനായി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദൈവം ത്രിത്വമാണെന്നും ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും വ്യക്തമായി പഠിപ്പിക്കുന്നത് ഈശോയിലാണ്. അതിന്റെ ആദ്യത്തെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അവതരണം അത് മിശിഹായുടെ മാമോദിസയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ധാരാളമായി ത്രിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതീകങ്ങളും സൂചനകളും നിറഞ്ഞു കിടക്കുന്നതായിട്ട് കാണും. അതിലൊരു സൂചനയാണ് ഈ പ്ലൂരൽ അഥവാ ബഹുവചനത്തിന്റെ ഉപയോഗം. അത് വെറുതെ ഒരു പൂജക ബഹുവചനമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന് പറയുന്നത് നാം, നമ്മൾ, നമുക്ക് എന്നൊക്കെ പറയുന്ന രാജാക്കന്മാർ പറഞ്ഞ പോലെ പോലും അല്ല. പകരം അത് അങ്ങനെയാണ് ആളുകൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതെങ്കിലും ദൈവത്തിനകത്തുള്ള ഇമ്മനന്റ് ട്രിനിറ്റിയുടെ, എക്കോണമിക് ട്രിനിറ്റി, ഇമ്മനന്റ് ട്രിനിറ്റി, ദൈവത്തിന്റെ അസ്തിത്വത്തിനകത്തുള്ള 3 ദൈവിക വ്യക്തികളെ തന്നെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ പെടുന്നതാണ് അതെല്ലാം. അത് എല്ലാ കോണ്ടെക്സ്റ്റിലും അത് അവതരിപ്പിക്കുന്നു നമ്മൾ കാണും. അബ്രാഹത്തെ കാണാൻ വരുന്ന 3 സന്ദർശകർ, അത് 3 പേര് വരുന്നു. നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ അവസ്ഥയിൽ അത് മനസ്സിലാക്കാൻ 3 പേര് കൂടി അങ്ങ് വന്നു എന്ന് മനസ്സിലാക്കാമെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചതിനെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ പ്രതീകങ്ങൾ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അറിഞ്ഞും അറിയാതെയും ഉപയോഗിക്കുന്നുണ്ട്. ചിലത് നെഗറ്റീവ് കോണ്ടെക്സ്റ്റും ചിലത് പോസിറ്റീവ് കോണ്ടെക്സ്റ്റും ഒക്കെ ഉപയോഗിച്ച് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം ഇന്ന് നമുക്കറിയാം പ്രത്യേക ദൈവത്തിലേക്കുള്ള വിരൽ ചൂണ്ടലുകളാണ് എന്നറിയാൻ പറ്റും. അതിനല്ലാതെ ഈ അവസരത്തിൽ അങ്ങനെ, ആ അവസരത്തിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഒരു നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്ക് വേണ്ടി എന്നുള്ള കാര്യം അവിടെ ഹൈലൈറ്റഡ് ആയിരിക്കില്ല. കാരണം ഇവിടെ ദൈവം ഒരു തിന്മ ചെയ്യാൻ പോകുന്നതല്ല, ദൈവത്തിന് ഒരിക്കലും തിന്മയും വരത്തില്ല. അപ്പൊ ദൈവം അവരെ ചിതറിച്ചു എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥകാരന്റെ ഭാഷയാണ്. പക്ഷെ അതിനകത്തുള്ള ദൈവത്തിന്റെ സ്വരം അവതരിപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ ഗ്രന്ഥകാരൻ പോലും അറിയാതെ ഞാൻ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എന്ന് പറയുന്ന വിധത്തിൽ ആണ് വിശുദ്ധ ഗ്രന്ഥകാരനെ രചിക്കാൻ ഫീൽ ചെയ്യുന്നത്. കാരണം പരിശുദ്ധാത്മാവാണ് അത് അവന് വെളിപ്പെടുത്തുന്നത് എന്നാണ് അതിന്റെ കാരണം.
ഞാൻ നമ്മുടെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം തുടങ്ങുന്നതിന് എങ്ങനെയാണല്ലോ, ദൈവം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാരോട് തന്നെ വെളിപ്പെടുത്തി, എന്നാൽ ഈ അന്ത്യകാലത്ത് തന്റെ പുത്രനിലൂടെ അവിടെ തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി. അപ്പം യേശുവിൽ കാണുന്നതാണല്ലോ ദൈവത്തെ കുറിച്ചുള്ള പരമമായ സത്യം. അങ്ങനെയെങ്കിൽ ഈശോ ലോകത്തിന്റെ ഏറ്റവും വലിയ സത്യം ദൈവം സ്നേഹമാകുന്നു പറഞ്ഞ പോലെ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ, അല്ലെ? അത് കുരിശിൽ കൊല്ലപ്പെടുമ്പോ, കുരിശിൽ തറയ്ക്കപ്പെടും, ഒരിടത്തും ഒരു റിയാക്ഷൻ ക്രിസ്തുവിലില്ല, അല്ലെ? ദർ ഇസ് നോ റിയാക്ഷൻ ഇൻ ഗോഡ്, അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നന്മ ചെയ്യുന്നവരെ ഞാൻ ദൈവം എന്താ പറയാ, തിന്മ ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തവത്തിൽ ഞാൻ ശിക്ഷ ഏറ്റുവാങ്ങുമല്ല ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നത് ഞാൻ ഏറ്റുവാങ്ങുന്നു, അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ, ഈ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മള് നീ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിനക്ക് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കും എന്നുള്ളതായിരുന്നെങ്കിൽ, പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് യേശുവിനെയും യേശുവിന്റെ നന്മകളെയും പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മ ശക്തിയും നിനക്ക് സ്വന്തമായി നൽകിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ, അല്ലെ? നൽകിയിരിക്കുന്നു. അപ്പൊ അതെന്റെ ഓപ്ഷനാണ്. ഈ കൃപ സ്വീകരിച്ച് അവനോട് ഒന്നായി തീരാന്നുള്ള യോഹന 1:12 പറഞ്ഞ, അവനെ സ്വീകരിച്ചവർക്ക്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാൻ കഴിയും. അപ്പം ഇത് സ്വീകരിച്ചാൽ മാത്രമേ ദൈവം പറഞ്ഞ ആ ഒരു ദൈവ സ്നേഹമാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അത് അസന്നിഗ്ധമായിട്ട് പറയാൻ സാധിക്കുന്ന ഈശോയുടെ ഐക്യത്തിലൂടെയല്ലേ പറ്റുള്ളൂ, അല്ലെ? പൂർണ്ണമായിട്ട് ശരിയാണ്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ദൈവം അവന് കൊടുത്ത സ്വാതന്ത്ര്യത്തെ കുറെ കൂടെ മെച്ചപ്പെട്ട വിധത്തിലാണ് പുതിയ നിയമത്തിൽ മനുഷ്യർ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം അത് കൽപ്പിച്ചു എന്ന് പറഞ്ഞതിനേക്കാളും, ദൈവം അവനെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞേക്കാളും പുതിയ നിയമത്തിലേക്ക് വരുമ്പം അവൻ തന്നെ രക്ഷയും ശിക്ഷയും ഏറ്റുവാങ്ങുന്നു എന്ന് പറയുന്നത്. അല്ലാതെ ദൈവം പിടിച്ചവനെ ശിക്ഷിച്ചതാണെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ ഒരു കുറ്റം കൂടെ അതിനകത്ത് കുറച്ചൊക്കെ ഉണ്ടാകാം. പകരം ഇത് അവൻ തന്നെ അതായത് നമുക്കറിയാലോ, തീക്ക് ചൂടുണ്ട്, വെള്ളത്തിന് തണുപ്പുണ്ട്. അപ്പോ ചൂടെടുക്കുമ്പോൾ തീക്കകത്ത് പോയി ചാടിയാൽ അവന് പൊള്ളുക തന്നെ ചെയ്യുള്ളൂ. ആ നേരത്തെ ദൈവം അവനെ പൊള്ളിച്ചു എന്ന് പറയാൻ പറ്റില്ല. അവനത് സ്വീകരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിൽ നിന്നാണ് നന്മയും തിന്മയും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, നന്മ എടുത്താൽ നീ ജീവിക്കുമെന്നും മറ്റെടുത്താൽ മരിക്കുമെന്നും ഒക്കെ തന്നെ ദൈവം തന്നെ അവനെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ അവൻ കുറച്ചുകൂടെ ബാലിശനായിരുന്നത് കൊണ്ട് ചെറുപ്പത്തിൽ, അതായത് പഴയ നിയമത്തിന്റെ ചെറുപ്പത്തിൽ അവനോട് കർക്കശമായ നിയമങ്ങൾ കൊടുക്കുക, നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും നീ നന്മയെക്കുറിച്ച് പറഞ്ഞു, നീ അത് ചെയ്യണം എന്ന് പറയുന്നു. പിള്ളേരോട് നമ്മൾ ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. ചെറിയ കുട്ടികളോട് നമ്മൾ ചെറുപ്പത്തില് തുടരുത്, എടുക്കരുത് എന്നൊക്കെ പറയുവാണെങ്കിൽ വലുതാകുമ്പോൾ നമ്മൾ അരുത് എന്ന് പറഞ്ഞതിനേക്കാൾ ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നതിന്റെ പോസിറ്റീവ് സൈഡുകൾ പറയാൻ തുടങ്ങുമല്ലോ. എന്നതുപോലത്തെ ഒരു വളർച്ച പുതിയ നിയമത്തിനകത്ത് കാണാം. അതുകൊണ്ടാണ് സ്നേഹിക്കൂ എന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ പഴയ നിയമത്തിൽ നീ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. ആക്ച്വലി പല മരണ വീടുകളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് വന്നപ്പം വണ്ടി ഇടിച്ചു, വൈഫ് മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പലപ്പോഴും പല പ്രസംഗങ്ങളിലും അതുപോലെ തന്നെ പറയുന്നത്, ദൈവം എവിടെയായിരുന്നു ഈ സമയത്ത്? ഞാൻ ഉറങ്ങി പോയി, വണ്ടി പോയി ഇടിച്ചു, ആക്സിഡന്റ് ഉണ്ടായതാണ്. പക്ഷെ പലപ്പോഴും ഞാൻ പറഞ്ഞത് ദൈവത്തെക്കുറിച്ചുള്ള വികലമായ ധാരണ ഇരിക്കുമ്പോൾ ദൈവസ്നേഹമാണെന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കലും മനുഷ്യൻ സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ക്രിസ്ത്യനോട് ഐക്യത്തിലൂടെയാണല്ലോ ഈ സത്യം നമുക്ക് അനാവരണം ചെയ്യപ്പെടുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ ഭയങ്കര അബ്സല്യൂട്ട് ആയിട്ട് ശരിയായ ഒരു കാര്യമാണ്. ശരിക്കും അത് ബോധ്യപ്പെടാത്ത ആളുകൾക്ക് ശരിക്കും ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റത്തേയില്ല. അവര് പലപ്പോഴും പഴയ നിയമ ജനത ദൈവത്തെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കുകയുള്ളൂ. ഒരു സൈന്യങ്ങളുടെ ഒരു ദൈവം, ശക്തനായ ദൈവം, തെറ്റ് ചെയ്യുന്നവനെ ഓടിച്ചിട്ട് തല്ലുന്ന ദൈവം, യുദ്ധത്തിന് കൂടെ പോണ ദൈവം, ഇങ്ങനത്തെ ഒരു ദൈവത്തെ പഴയ നിയമം അവതരിപ്പിക്കുന്നത് തന്നെ അതൊരു ദൈവത്തെ ശരിക്കും അറിയാത്ത, മിശിഹായിലൂടെ ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണമാകാത്ത മനുഷ്യന്റെ ദൈവവിചാരങ്ങളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പുതിയ നിയമത്തിന്റെ ദൈവവിചാരം അങ്ങനെയല്ല, പഴയ നിയമത്തിന്റെ ദൈവവിചാരമാണ്. ആ പഴയ നിയമ ദൈവവിചാരം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. അതിൽ നിന്നാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലത്തെ വികലമായ ദൈവത്തെ കുറ്റപ്പെടുത്തലുകളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. നമുക്കൊരു ചെറിയ കുഴപ്പം വരുത്തും, ദൈവം ചെയ്യുമായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിക്കും ദൈവത്തെ വേണ്ട വിധത്തിൽ ശരിയായി ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാത്തതിന്റെ പരിണിതഫലമാണ്. തീർച്ചയായിട്ടും അത് പഠിപ്പിക്കലാണ് നമ്മുടെ കടമ. അതെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ബലിയർപ്പണം പോലും വാസ്തവത്തില് ഈ ഒരു കൃപയുടെ ആനന്ദം ലഭിക്കുന്നില്ലല്ലോ ആ ഒരു ധാരണയിലായിരിക്കുന്നിടത്തോളം കാലം. തീർച്ചയായിട്ടും ദൈവത്തെ പൂർണ്ണമായി അറിയാതെ, അല്ലെങ്കിൽ ദൈവത്തെ ദൈവമായിരിക്കുന്ന വിധത്തിൽ അറിയാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടായിട്ടും അത് ചെയ്യാതിരുന്നാൽ നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ പോലും നമ്മൾ കണ്ടുമുട്ടുന്ന ഈശോ വ്യത്യസ്തനായിരിക്കും. അത് നമ്മുടെ യുദ്ധത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലെ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്ന ലഹരി വിട്ടുണർന്ന നോഹ ഇളയ മകൻ ചെയ്തു എന്നും പറഞ്ഞവൻ പറഞ്ഞു,
കാനാൻ ശപിക്കപ്പെടട്ടെ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മകൻ ആമാണ് തെറ്റ് ചെയ്തത്. മകൻ ശപിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് പിടിയിട്ടില്ല. അതൊന്ന് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ അതിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞോട്ടെ. അതായത് ഇതിനകത്ത് ആര് ശിക്ഷിക്കപ്പെടുന്നു ആര് ശപിക്കപ്പെടുന്നു എന്നതിനേക്കാൾ അതിനകത്ത് കാണുന്ന ഒരു കാര്യം, ഒരാൾ ഈ മനുഷ്യന്റെ തെറ്റ്, അതിന്റെ ശിക്ഷകളൊക്കെ അത് അവരെ അങ്ങനെ പിന്തുടരുന്നു എന്ന് പറയാൻ നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ്. ഈ നോഹ തെറ്റ് ചെയ്തത് അപ്പനാണ് തെറ്റ് ചെയ്തതെന്ന് അതിനകത്ത് വളരെ വിശദമായി പറയുന്നു. പക്ഷേ ഈ അപ്പൻ ശപിക്കുന്നത് ആരെയാണ്? ശപിക്കുന്നത് ആരെയാണ്? അവന്റെ മകനെയാണ്. കാരണം ഈ അപ്പന്റെ അനുഗ്രഹം സ്വീകരിക്കേണ്ടത്, അപ്പന്റെ നന്മകൾ തുടരേണ്ടത് മകനിലേക്കാണ്. അപ്പം പഴയ നിയമത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഈ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള കക്ഷിയുള്ള ധാരണയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പന്റെ നന്മകളെല്ലാം അവകാശപ്പെടുന്നത് മകനാണ്. അതുകൊണ്ടാണല്ലോ നമ്മള് ഇവരെ പായസമൊക്കെ കൊടുത്തിട്ട് അപ്പന്റെ മാരണത്തിന്റെയും ഉദരത്തിന്റെയും ഒക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് മൂത്തവനെ പറ്റിച്ച് മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവന്റെ തലമുറകളിലേക്ക് കൊടുക്കാനുള്ള അവന്റെ ശേഖരം അവന് നഷ്ടപ്പെടുത്തുന്ന. ശരിക്കും പറഞ്ഞ ശിക്ഷ കൊടുക്കുന്നത് ഇവനെയാണ് പറയണെങ്കിലും അവനെ അല്ല, ഈ അപ്പൻ അതുവരെ ശേഖരിച്ച നന്മകളെല്ലാം ഇനി ആർക്കും കൊടുക്കാനില്ലാത്തതുപോലെ ആയിപ്പോയി എന്നാണ് അവനോട് പറയുന്നത്. അപ്പൊ ശരിക്കും അത് അപ്പന് തന്നെയുള്ള ശിക്ഷയാണ്. പേര് പറയുന്നത് ഇവന്റെയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ആർക്ക് കൊടുത്തു എന്ന് പറയുന്നതിനേക്കാളും ശിക്ഷകളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ പല വിധത്തിൽ, നന്മ ചെയ്യുന്നവന് അനുഗ്രഹം, തിന്മ ചെയ്യുന്നവന് ശിക്ഷാവിധി എന്ന വിഷയം ആവർത്തിച്ച് അവതരിപ്പിക്കുന്നതായിട്ട് മാത്രമേ കരുതേണ്ടൂ. അതുകൊണ്ട് തന്നെ പഴയ നിയമത്തിനകത്ത് ഈ കുഞ്ഞു ഭാഗങ്ങൾക്കകത്ത് ഡയറക്റ്റ് ആയിട്ടൊരു ഡീറ്റെയിൽഡ് പരാമർശം പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പകരം ഇതിന്റെയൊക്കെ സമഗ്രതയിലുള്ള ഒരു പ്രബോധനത്തിന്റെ ഒരു സ്ട്രീമാണ് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. അതിനകത്ത് തന്നെ പല സ്ഥലത്തും ഇങ്ങനെ കൊഹറൻസ് ഇല്ലാത്ത കാര്യങ്ങൾ കാണാം, പരസ്പര ബന്ധം ഇല്ലാത്ത വിഷയങ്ങൾ പോലും സംസാരിക്കുന്നത് കാണാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിനെ ക്രോഡീകരിച്ചിരിക്കുന്നതിന്റെ പ്രത്യേകത അതിനകത്തൊരു മാനുഷിക വശമാണ്. അതിന്റെ അപ്പുറത്ത് ഇതൊന്നും അല്ല പറഞ്ഞു പോകുന്നതെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പക്ഷെ മറ്റൊരു ചോദ്യം, മത്തായിയുടെ സുവിശേഷം 1:1 പറയുന്ന അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ ഇശംശിയുടെ വംശാവലി എന്ന് പറയുന്നത്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരുടെ ഈ രണ്ടുപേരുടെ പേരുകൾ എന്തുകൊണ്ട് തമസ്കരിച്ചു കളഞ്ഞു? ഇസ്ഹാക്ക് യാക്കോബിന്റെ പേര് അവിടെ വരുന്നില്ലല്ലോ, പിന്നെ ദാവീദിലേക്ക് എങ്ങനെ വന്നത്? അതൊക്കെ വ്യക്തത തരാമോ? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ വംശാവലി ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കുന്നത് അന്നത്തെ ഹിസ്റ്റോറിയൻസ് ഉണ്ടാക്കിയിരുന്ന പോലെ അല്ല വിശുദ്ധ ഗ്രന്ഥത്തിലെ വംശാവലി ഗ്രന്ഥം ഉണ്ടാക്കുന്നത്. ഹിസ്റ്റോറിയൻസ് ഉണ്ടാക്കുന്നത് ചരിത്രം പഠിച്ച് ഓരോരുത്തരുടെ മക്കൾ ആരൊക്കെയെന്ന് നോക്കിയിട്ടാണ്. എന്നാൽ വംശാവലി ഗ്രന്ഥം ദൈവശാസ്ത്ര പശ്ചാത്തലത്തിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ തയ്യാറാക്കുന്നത് വേറെ ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ചില പ്രത്യേക വ്യക്തികളെ അവതരിപ്പിക്കാൻ, ആ വ്യക്തികൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില പ്രത്യേക സംഭവങ്ങളുമായി ബന്ധപ്പെട്ടവരായിരിക്കും, ചില പ്രത്യേക വിധത്തിൽ ദൈവത്തോട് ഐക്യപ്പെട്ടവരോ വീണുപോയവരോ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെയുള്ള ആളുകളെ പിറക്കിയെടുത്ത് ഇവരായിട്ടൊരു ക്രമം ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 14 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തലമുറകളുടെ അത്രയും ഗണമൊന്നും അല്ലല്ലോ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ചോയ്സിന്റെ പുറകിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരുടെ തിയോളജിക്കൽ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഹിസ്റ്റോറിക്കൽ ഉദ്ദേശമേ ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാം. അച്ഛൻ സ്തുതിയായിരിക്കട്ടെ. കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, അച്ഛൻ ഇന്ന് സംസാരിച്ച വിഷയങ്ങളെ കുറിച്ച് ഒരു ചെറിയൊരു സംശയം. പിന്നെ ഞാൻ അയച്ചിരുന്ന വേറൊരു ചോദ്യം ഞാനിപ്പോ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ലേറ്റ് ആയിപ്പോയി. അതായത് ഈ കാലഘട്ടത്തില് നമ്മളിപ്പോ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ഈശോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി തരും, നമ്മൾ മനസ്തപിക്കുന്നു, കുമ്പസാരിക്കുന്നു, ആ പാപത്തിൽ നമുക്ക് മോചനം കിട്ടുന്നു. അപ്പോ ഇത് തന്നെയല്ലേ ആദവുമായും പാപം ചെയ്തപ്പോ സംഭവിച്ചത്? ദൈവപിതാവ് ആദത്തിന്റെ അവയുടെ അടുത്ത് വരുന്നു, അപ്പൊ അവർക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായി, അവര് അനുദപിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, അപ്പോ അവർക്ക് ആ പാപമോചനം അവിടെ കിട്ടി. പിന്നീട് പരിണിത ഫലം മാറാൻ വേണ്ടിയാണല്ലോ ഈശോ രക്ഷകനായി ഈ ലോകത്തിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, ആ കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ കാലഘട്ടത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ആയിരുന്നു എങ്കിൽ പോലും ഈശോ കുരിശിൽ മരിക്കുമായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം ജനതകളൊന്നും ഇല്ലാതെ ഒരാളെ ഉണ്ടായുള്ളെങ്കിലും അയാളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കുരിശിൽ മരിക്കും. അങ്ങനെയെങ്കിൽ ഈ
ദൈവം എന്തിനാണ് ഇത്ര നാൾ കാത്തിരുന്നത്? അതായത് ഗലാത്യർ 4:4 പറയുന്നുണ്ടല്ലോ, കാലസമ്പൂർണതയിൽ യേശു പുത്രനായി കന്യകയിൽ നിന്ന് ഗർഭം ധരിച്ചു പുത്രനായി അവതരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ഈ കാലസമ്പൂർണത എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്ര നാളും കാത്തിരുന്നില്ല എങ്കിൽ ഈ പാപം പെരുകാനിടയാവില്ലായിരുന്നല്ലോ. ആദ്യം ആദത്തിനും ഹവ്വായ്ക്കും തന്നെ അങ്ങനെ ഒരു രക്ഷകൻ വന്ന് അവരെ രക്ഷിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇത്രയും ഇങ്ങനെ വലിയൊരു പരിണിത ഫലമൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. അതാണ് എന്റെ ആദ്യ ചോദ്യം. ഒന്നാമത്തെ കാര്യം, ആദോ ഹവ്വായും തെറ്റ് ചെയ്തു. അവരുടെ മാനസാന്തരത്തെ കുറിച്ച് വിശദീകരണം സംസാരിക്കുന്നില്ല. അവർ മാനസാന്തരപ്പെടുകയല്ല ചെയ്തത്. അവർ സത്യത്തിൽ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയും അവർ ആ പാപത്തിന് ഇരയാവുകയും മാത്രമാണ് ചെയ്തത്. ഒപ്പം അതിന്റെ ശിക്ഷകൾ അവരെ വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇനി വിഷമിപ്പിച്ച് കഴിഞ്ഞാലും അവർക്ക് സ്വമേധയാ തിരിച്ചു വരാനോ അവർക്ക് തിരിച്ചു കയറാനോ കഴിയാത്ത വിധം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഈ ആദോ ഹവ്വായും പ്രതിനിധീകരിക്കുക കൂടെ ചെയ്യുന്ന മനുഷ്യവംശത്തിനാണ് അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇനി ദൈവം എന്താ ചെയ്യുന്നത്? അവനെ കൊണ്ട് അത് കഴിയാത്തത് കൊണ്ട് ദൈവം തന്നെ അവരെ വീണ്ടെടുക്കാൻ വീണ്ടും തയ്യാറാകും. ഇനി അവിടെ പോലും ഇവന്റെ മാനസാന്തരം നടന്നു കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈശോ പോലും തന്റെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചു തുടങ്ങുന്നത്. മാനസാന്തരപ്പെടുവിൻ. ഈ സ്നാപയോഹന്നാൻ സംസാരിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്നാണ്. പ്രവാചകന്മാർ മുഴുവൻ സംസാരിക്കുന്നത് മാനസാന്തരപ്പെടുവിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പഴയ നിയമ ചരിത്രം മുഴുവനും മാനസാന്തരപ്പെടാനുള്ള ആഹ്വാനമാണ്. തെറ്റു വന്നു എന്നും ശിക്ഷ കിട്ടിയെന്നും സങ്കടമുണ്ടായി എന്നുള്ളതൊക്കെ ശരി. പക്ഷെ മാനസാന്തരം എന്ന് പറയുന്നത് പരിഹരിച്ച് തിരികെ ചെല്ലാനുള്ള ദാഹമാണ്. ആ ദാഹം ഉണ്ടാകാൻ ഒരർത്ഥത്തിൽ ഈ മിശിഹായുടെ കാലം വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് വേണം വിചാരിക്കാം. ഇത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക ഒരു ദൈവത്തിന്റെ സ്നേഹത്തെ എക്സ്ട്രീം ആക്കാനുള്ള അവതരിപ്പിക്കാനുള്ള ഒരു പരാമർശമുണ്ട്. അതുപോലത്തെ ഒരു പരാമർശമാണ് ഞാൻ നടത്തിയത്. ഇനി കാലസമ്പൂർണത എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇത് ചുമ്മാ ഒരു പാപത്തിന്റെ വീഴ്ചയും അതിന്റെ പരിഹാരവും മാത്രമല്ല. പിന്നെ എന്താണ്? പാപം ചെയ്യാൻ ഇടയായ സാഹചര്യമുണ്ട്. എന്താണത്? അവന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധ്യത്തിൽ വളർച്ചയുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അവനെ ധാർമ്മിക വിഷയങ്ങളിലൊക്കെ വളർത്തുകയും പക്വത പ്രാപിക്കുകയും ദൈവം ആരാണ് എന്ന് ദൈവത്തിൽ നിന്ന് വിച്ഛേദിച്ചു പോയ മനുഷ്യനോട് നിന്റെ അപ്പൻ ആരായിരുന്നു, നിന്നെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്, നിന്നോട് എന്തോരം സ്നേഹമുണ്ട്, ഇപ്പൊ നിന്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ദൈവം മെല്ലെ 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 അവനെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് അവന് കുറച്ച് ബോധമാകുന്ന കാലം വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ സമയത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രക്ഷ പോലും അവന്റെ ബോധ്യത്തിൽ നിന്ന് അവൻ സ്വീകരിക്കണമെന്നാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ അവൻ വീണുപോയി എന്നാ പിന്നെ പെട്ടെന്ന് എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്നിക്കൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തിയല്ല. അകന്നു പോയവൻ തിരിച്ചു വരാൻ ദാഹിച്ചു കഴിയുമ്പോഴാണ് ദൈവം അവനെ ആശ്ലേഷിക്കുന്നത്. അത് ഏതാണ്ട് ധൂർത്തപുത്രന്റെ കാര്യം പറഞ്ഞ പോലെയാണ്. അവൻ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിതാവ് എന്താ ചെയ്യുന്നത്? അവന്റെ മടങ്ങിവരവ് വരെ കാത്തിരിക്കുകയാണ്. ഈ മടങ്ങിവരവ് വരെ കാത്തിരിക്കൽ എന്ന് പറയുന്ന കാര്യമാണ് മിശിഹായുടെ വരവ് വരെ സംഭവിക്കുന്നത്. ആ മടങ്ങിവരവ് വരെയുള്ള കാത്തിരിക്കലിനെയാണ് ഈ കാലഘട്ടം എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് വെയിറ്റിംഗ് എന്ന് പറയുന്നത്. അത് അങ്ങനെ ആലോചിച്ചാൽ തിരിച്ചെന്ന് ആലോചിച്ച് നോക്കി, ധൂർത്തപുത്രൻ ഇറങ്ങുമ്പോൾ തന്നെ അവൻ 2 തല്ല് കൊടുത്ത് പിടിച്ചാൽ പരിക്കാത്ത കയറ്റിയായിരുന്നെങ്കിൽ ഇവന് പാവമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇവന് ഇതുകൊണ്ട് നശിപ്പിച്ച് കളയുകയും ചെയ്തില്ലല്ലോ, ഉള്ള വീട് പകുതി പോയില്ലേ, അത് പോകത്തുമില്ലല്ലോ. പക്ഷെ ദൈവം എന്താ ചെയ്യുന്നത്? അവന്റെ ദുസ്വാതന്ത്ര്യത്തെ അവന്റെ സ്വാതന്ത്ര്യ ദുരുപയോഗത്തെ അവൻ തന്നെ തിരിച്ചു അറിഞ്ഞു വരാത്തിടത്തോളം ദൈവത്തിന്റെ ഇടപെടലുകളൊന്നും ഫലമില്ല. എന്ന് വെച്ചാൽ ആ പോകുന്ന ധൂർത്തപുത്രനെ ഇടയ്ക്ക് 1 കിലോമീറ്റർ കഴിയുമ്പോൾ പട്ടാളക്കാരെ വെച്ച് തല്ലിപ്പിടിച്ച് കൊണ്ടുവന്നാലും ഇവൻ ഈ വീട്ടിൽ പിന്നെ എങ്ങനെയായിരിക്കും താമസിക്കുക? മര്യാദയ്ക്ക് രക്ഷപ്പെടാൻ പോയ എന്നെ തല്ലി കൊണ്ടുവന്നിട്ടേക്കുക പിന്നെ ഇവിടെ എന്ന മനസ്സിലായിരിക്കുക അവൻ ജീവിക്കുക. അവന് മനസ്സിന്റെ അന്തരം വന്നിട്ടില്ല. അത് വരാൻ അവൻ കുറച്ച് യാത്ര ചെയ്യേണ്ടിയിരുന്നു. അവൻ യാത്ര ചെയ്ത് അവിടെ ഉണ്ടായിരുന്നൊക്കെ തീർന്ന് തവിടും നിന്ന് അവസാനമാണ് അവൻ തന്നെ തിരിച്ചു വരുന്നത്. ആ മാനസാന്തരത്തിലാണ് പിതാവിന് അവനെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അതിനു മുമ്പ് എപ്പ വീണ്ടെടുത്താലും അവൻ പഴയ അവസ്ഥയിൽ തന്നെ കിടക്കും. എന്ന് വെച്ചാൽ അവന്റെ ആത്മാവ് മറ്റേ തിന്മയ്ക്ക് വേണ്ടി വീണ്ടും വീണ്ടും ദാഹിച്ചുകൊണ്ടിരിക്കും. അവന് തൽക്കാലത്തിന് ഇപ്പൊ നോക്കി തവിട് തിന്നുമ്പോ പോലും അവൻ തിരിച്ചു വരാനല്ല ആഗ്രഹിക്കുന്നത്, അല്ലെ? പട്ടിണിയാകുമ്പോൾ പോലും അവൻ തിരിച്ചുവല്ല, അവൻ പിന്നെ തവിട് തിന്നാലെന്ന് അടുത്ത സ്റ്റേജ് ആലോചിക്കുന്നത്. ഇതൊന്നുമില്ലാന്നാവുമ്പോഴാണ് അവൻ മാനസാന്തരത്തിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യവംശം ഈ മാനസാന്തരത്തിലേക്ക് വരാൻ ദൈവം കാത്തിരിക്കുന്നു എന്ന് നമുക്ക് ആലങ്കാരികമായിട്ട് മനസ്സിലാക്കാം. താങ്ക് യു അച്ഛാ. അത് വളരെ അച്ഛൻ പറഞ്ഞ വാക്കുകളെക്കാളും ഒരു ആത്മാവിൽ ചില ബോധ്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഇസ്രായേൽ ജനം ശൈശവത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ, അതായത് പഴയ നിയമം കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയുള്ള
തെറ്റ് ചെയ്യരുതെന്നും ദൈവം ശിക്ഷിക്കുമെന്നുമുള്ള ഒരു കൺസെപ്റ്റ്. അത് വളരെ പവർഫുൾ ആയിട്ട് തന്നെ അച്ഛന് എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു ആത്മാവിൽ എനിക്ക് അനുഭവപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ നേരത്തെ പറഞ്ഞു ഈ ഈശോ മരിച്ചതിന് ശേഷം പാതാളത്തിലേക്ക് ഇറങ്ങിയ ആ ഒരു സംഭവം. ഈ 1 പത്രോസ് 3-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആത്മാവോട് കൂടെ ചെന്നവൻ ബന്ധനസ്ഥനായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു. അവരാകട്ടെ നോഹിന്റെ കാലത്ത് പെട്ടകം പണിയപ്പെട്ടപ്പോൾ ക്ഷമാപൂർവ്വം കാത്തിരുന്ന ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു. ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്ന 8 പേർ മാത്രമേ ജലത്തിലൂടെ രക്ഷപ്പെട്ടു. അപ്പോൾ ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ചെന്ന് അവിടെയുള്ള ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ചു എന്നാണോ ഇതിനർത്ഥം? അല്ലെങ്കിൽ ഈ വചനത്തിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു അതിന്റെ ലിറ്ററൽ അർത്ഥം ഒരിക്കലും ഈശോ നരകത്തിലോട്ട് ചെന്നിട്ടെന്നോ അങ്ങനെയൊന്നുമല്ല. പകരം രക്ഷ വാഗ്ദാനം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ജനം, അബ്രാഹത്തോടാണല്ലോ ലിറ്ററലായ അർത്ഥത്തിൽ നേരിട്ട് രക്ഷ വാഗ്ദാനം ചെയ്യുന്നത്, നിന്റെ സന്തതികൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനു മുമ്പുണ്ടായിരുന്ന ജനം എന്ന് പറയുമ്പം നോഹയ്ക്ക്, ഈ അബ്രാഹത്തിന് മുമ്പുള്ളവർ മാത്രമല്ല, ഇസ്രായേലിന് പുറത്തുള്ളവരെല്ലാം അതിനകത്ത് പെടും. ലോകത്തിലെ ദൈവത്തിന്റെ വാഗ്ദാനം കേൾക്കാത്ത എല്ലാ മനുഷ്യരും അതിനകത്ത് പെടും. അവരിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെടുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഈ പറയുന്നത്. ഇല്ല, അതിനകത്ത് നീതിമാന്മാരായിരുന്നവർ, അബ്രാഹത്തിന് മുൻപുണ്ടായിരുന്നവരും അബ്രാഹത്തിന്റെ സന്തതി പരമ്പരയ്ക്ക് പുറത്തുള്ളവരും, അവരിൽ നീതിമാന്മാരായിരുന്നവർ, ഈ പെട്ടകം പണിക്ക് സഹകരിച്ചവർ എന്ന് പറയുന്നവർ, അവരിലേക്കും എന്ന് പറഞ്ഞാൽ രക്ഷ വാഗ്ദാനം സ്വീകരിച്ചിട്ടില്ലാത്ത ഇസ്രായേലിന് പുറത്തുള്ള സകല ജനത്തിന്റെയും നീതിമാന്മാരിലേക്കും ഈശോ തന്റെ രക്ഷയെ കൊണ്ടുപോയി എന്നാണ് ഈ പാതാളത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈശോ കൊണ്ടുവന്ന രക്ഷ സാർവലൗകിക രക്ഷയാണ്. യൂണിവേഴ്സൽ സാൽവേഷൻ, യൂണിവേഴ്സൽ സാൽവിഫിക് മിഷൻ എന്നാണ് ഈശോയുടെ ദൗത്യത്തെ വിളിക്കേണ്ടത്. അങ്ങനെ സർവ്വലോകത്തിനും വേണ്ടിയുള്ള രക്ഷ ആണല്ലോ സദ്വാർത്ത എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. മാലാഖമാർ ആദ്യം പറഞ്ഞത് എന്താണ്? ഭൂമിക്ക് സമാധാനം എന്നൊക്കെ പാടുന്നത്. അപ്പൊ സകല ജനത്തിനും വേണ്ടിയുള്ള രക്ഷയാണ് ഈശോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മാത്രമല്ല, പകരം അതിനു മുമ്പ് മരിച്ചുപോയവർക്കും ഇസ്രായേലിന്റെ രക്ഷാചരിത്രത്തിനകത്തേ ഉൾപ്പെടാത്തവർക്കും അവിടുന്ന് സമീപസ്ഥനായി എന്നാണ് കുരിശുമരണത്തിൽ. അവിടുത്തെ മരണത്തെ തുടർന്ന് ആ മരണത്തിന്റെ ഫലങ്ങളുമായി ഇനി ആലങ്കാരികമായി ഓർത്തെ, കുരിശുമരണത്തിലൂടെ വീണ്ടെടുത്ത ആ കൃപയുമായി, മനുഷ്യവംശത്തെ വീണ്ടെടുക്കാനുള്ള കൃപയുമായി ഈ രക്ഷാചരിത്രത്തിനകത്ത് നേരിട്ട് ഉൾപ്പെടാത്ത ഇസ്രായേലിനും പുറത്തുള്ള മനുഷ്യരിലേക്കും അവരുടെ അടുത്തേക്കും ഈശോ പോയി ആ സമയത്ത് എന്നാണ് അതിന്റെ ആലങ്കാരിക അർത്ഥം. യാത്ര ചെയ്ത് പോയി നല്ല അർത്ഥം, അവരിലേക്കും എത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. താങ്ക് യു വെരി മച്ച് അച്ഛാ, വളരെ മനോഹരമായ ഉത്തരം. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക്സ് കേട്ടോ. എന്റെ ആക്ച്വലി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി സമയം ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യാം, കുഴപ്പമില്ല, അപ്പൊ പറഞ്ഞാൽ മതി. അപ്പൊ ആദ്യത്തേത്, ഈ ഉൽപ്പത്തി പുസ്തകം രചിച്ചത് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് എന്റെ മെയിൻ ചോദ്യം. അപ്പൊ ഞാൻ അതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചില അന്വേഷണം നടത്തിയപ്പോ ഈ 2 സോഴ്സസ്, പ്രീസ്ലി സോഴ്സും യാഹ്വിസ് സോഴ്സും ഒക്കെ ഉണ്ടെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള പല പഠനങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അച്ഛനൊന്ന് പറയാവൂ. ഇത് ആരാണ് ഒരു വ്യക്തി? ഉൽപ്പത്തി പുസ്തകം ആരെഴുതിയെന്ന് ചോദിച്ചാൽ അതിന്റെ ആദ്യത്തെ ഉത്തരം ദൈവം എഴുതിയെന്നാണ്. ദൈവം എഴുതി. ഓതർ ഇസ് ഗാഡ്. ഇനി ഹു ആർ ദ റിയൽ ഓതേഴ്സ്? ആരാണ് ശരിക്കുമുള്ള ഓതർ എന്ന് പറഞ്ഞാൽ പേന കൊണ്ട് എഴുതിയത് ആരാണ്? അവർ വിശുദ്ധ ഗ്രന്ഥകർത്താക്കളാണ്. അവരാരാണ്? ദൈവ നിവേശനമുള്ളവരാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളുകൾ, ദൈവ നിവേശിതത്വമുള്ളവരാണ്. അങ്ങനെയുള്ള ദൈവം തെരഞ്ഞെടുത്ത, ദൈവം തന്റെ സന്ദേശം പകർന്നു നൽകിയ, താൻ പ്രചോദിപ്പിച്ച, ദൈവിക രഹസ്യങ്ങൾ ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിവ് നൽകപ്പെട്ട ആളുകളാണ് അത് എഴുതിയത്. ഇനി ആ ആളുകൾ ആരൊക്കെയാണ്? ആ ആളുകൾ ആരൊക്കെയാണ് നമുക്ക് അവരുടെ പേരുകളൊന്നും അറിയാൻ ഒരു സാധ്യതയും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ എന്തറിയാം? പലരുണ്ടായിരുന്നു എന്നറിയാം. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു. ആ സമൂഹം അത് എഴുതിയ ഒത്തിരി ആളുകളിലൂടെയാണ് ദൈവാത്മാവ് സംസാരിച്ചത്. ഈ ആളുകളൊക്കെ ഏത് തരത്തിലായിരുന്നു? പ്രധാനമായി ഒരു 4 ഗണത്തിലുള്ള ആളുകൾ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പങ്കാളികളായിട്ടുണ്ട്. യാവിസ്റ്റിക്, എലോയിസ്റ്റിക്, പ്രീസ്റ്റ്ലി, ഡ്യൂട്രോണമിസ്റ്റിക്. 2 അല്ല 4 ഉണ്ട്. ഈ 4 സ്ട്രീമുകൾ. ഇപ്പം യാവിസ്റ്റിക് എന്ന് പറഞ്ഞാൽ യഹോവയുമായുള്ള കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇതെല്ലാം ഉണ്ട്. ഇത് എഴുതപ്പെടുന്ന എപ്പോഴാ? ഇസ്രായേലിലാണ്, അല്ലെ? മോശയിൽ നിന്ന് യഹോവയായ ദൈവത്തെ അറിഞ്ഞ ആളുകൾ. അപ്പൊ അവരുടെയൊക്കെ ചർച്ചകളുടെ കേന്ദ്രം യഹോവ എന്ന ദൈവമായിരുന്നത് കൊണ്ടാണ് യാവിസ്റ്റിക് എന്ന് വിളിക്കുന്നത്. പ്രീസ്ലി എന്ന് വിളിക്കുന്നത് കുറെ കൂടെ പുരോഹിത പാരമ്പര്യമാണ്. അപ്പൊ അവർ കുറെ കൂടെ ബലിയർപ്പണ കേന്ദ്രീകൃതമായിട്ടോ ദേവാലയ കേന്ദ്രീകൃതമായിട്ടോ പാപപുണ്യ കേന്ദ്രീകൃതമായിട്ടോ ഒക്കെ സംസാരിക്കുന്നതുകൊണ്ടാണ് അവരെ പ്രീസ്റ്റ്ലി എന്ന് വിളിക്കുന്നത്. അവർ വൈദികരായിരുന്നു മാത്രമല്ല അതിന്റെ അർത്ഥം. ഒരു പ്രീസ്റ്റ്ലി ലാംഗ്വേജ് ആണ് അതിനുള്ളത് എന്നാണ്. അത് ആരൊക്കെയായിരുന്നു അറിഞ്ഞുകൂടാ, ചില പുരോഹിത ഗണമായിരുന്നിരിക്കാം. അങ്ങനെ ഈ 4 ഗണങ്ങളിൽ
യാവിസ്റ്റിക്കും എലോയിസ്റ്റിക്കും ഒക്കെ അവരുടെ ഫോക്കസിന്റെ ഭാഗം. ഇങ്ങനെ 4 ഗണങ്ങളിൽ ഉണ്ടായിരുന്ന രചനകളെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ചിലത് വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ ഒരാൾ പറഞ്ഞ ഒരു ഗണം പറഞ്ഞത്, അല്ലെ ഒരാൾ പ്രീസ്റ്റി എന്ന് പറയുന്ന ഒരാളെ മാത്രമായിട്ട് കരുതാൻ പോരാ, ഒരു ഗണമാണ് ഒരാൾ പ്രീസ്റ്റിലി പറഞ്ഞതിന് യാവിസ്റ്റിക്ക് വീണ്ടും പറയുന്നത് വേറെ വിധത്തിലാണ്, രണ്ടിനെയും കൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്ന് കമ്പൈനും കൂടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വളരെ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു സെന്റ് അഗസ്റ്റിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ സിറ്റി ഓഫ് ഗോഡില് സെന്റ് അഗസ്റ്റിൻ പറയുന്നുണ്ട് ദി ഒറിജിൻ ഓഫ് ലസ്റ്റ്. അതായത് നമ്മളിപ്പോ കാറ്റഗറീസ് ഓഫ് കാത്തലിക് ചർച്ചിലൊക്കെ ലസ്റ്റ് എന്താന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ആ ലസ്റ്റിന്റെ ഒരു ഒറിജിൻ ഇസ് എ കോൺസിക്വൻസ് ഓഫ് ഒറിജിനൽ സിൻ എന്നും പറഞ്ഞ് അഗസ്റ്റിൻ പഠിപ്പിക്കുന്നു, സെന്റ് അഗസ്റ്റിൻ സിറ്റി ഓഫ് ഗോഡില് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കാറ്റഗറീസ് ഓഫ് കാത്തലിക് ചർച്ചിൽ അങ്ങനെ പറയുന്നില്ല. ഇതിന്റെ കോൺസെപ്റ്റ് അല്ല പറയുന്നുണ്ടോ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഈ സിറ്റി ഓഫ് ഗോഡിൽ അഗസ്റ്റിൻ വളരെ വ്യക്തമായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ ചോദ്യം, കത്തോലിക്ക സഭ ശരിക്കും ഔദ്യോഗികമായിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അതായത് ഈ ഒറിജിനൽ സിന്നിന്റെ കോൺസിക്വൻസ് ആണ് ഹ്യൂമൻ ലസ്റ്റ്. അതായത് ഒറിജിനൽ സിൻ ഇല്ലായിരുന്നുവെങ്കിൽ ലസ്റ്റ്ഫുൾ ആയിട്ടായിരിക്കില്ല മനുഷ്യന്റെ ഇടപാടുകൾ എന്നുള്ളത് അങ്ങനെ സഭ അങ്ങനെ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം, ഈ ലസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഒരു നെഗറ്റീവ് ടേമാണ്. അതായത് ലൈംഗിക സ്നേഹത്തെ അല്ല ലസ്റ്റ് എന്ന് പറയുന്നത്, ലൈംഗിക സ്നേഹത്തിന്റെ ദുരുദ്ദേശപരമായ ആസക്തിയെയാണ് ലസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആസക്തി അതിനാൽ തന്നെ പാപമാണ്, ആസക്തി. എന്നാൽ ലൈംഗിക സ്നേഹവും അതിനുവേണ്ടിയുള്ള ആഗ്രഹവും എന്ന് പറയുന്ന, ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ എനിക്ക് വിവാഹം കഴിക്കാൻ ലൈംഗികത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിന് പാപം എന്ന് വിളിക്കാൻ പറ്റില്ല. പകരം ആസക്തി, എപ്പോഴും ഇത് ആസ്വദിക്കണം, അതിനുവേണ്ടി ആളുകളെ തേടുന്നു, അങ്ങനെയുള്ള പാപകരമായ ആസക്തിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി വിശുദ്ധ അഗസ്തീനോസ് ഇത് പറയുന്നതിനകത്ത് വിശുദ്ധ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ചില പേഴ്സണൽ എലമെന്റ്സും അതിനകത്ത് ബാധകമാണ്, അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ വിശുദ്ധ അഗസ്തീനോസ് വലിയ തിന്മയുടെ ലോകത്തിൽ നിന്ന് വലിയ വിശുദ്ധിയിലേക്ക് വളർന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മാനസാന്തരത്തിന് ശേഷം ചെറിയ തിന്മകളെ പോലും വളരെ ശക്തമായിട്ടാണ് വിശുദ്ധ അഗസ്തീനോസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ അഗസ്തീനോസിന്റെ സംഭാഷണങ്ങൾക്കകത്തൊക്കെ എല്ലാ തരത്തിലുള്ള വിശുദ്ധിയും, ദാമ്പത്യ വിശുദ്ധി, ലൈംഗിക വിശുദ്ധി, ഇതൊക്കെ അതിന്റെ സുപ്രമസിയിൽ കീപ്പ് ചെയ്യാനായിട്ട് ഒരു ഹിപ്പോയിലെ മെത്രാനും കൂടി ആയിരുന്ന വിശുദ്ധ അഗസ്തീനോസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ശകലം ഒരു എക്സ്ട്രീം എന്താ പറയാ പോലെ തോന്നിപ്പിക്കാം ഈ ലെസ്റ്റിനെ കുറിച്ചൊക്കെ. അത് പെട്ടെന്ന് ലൈംഗികതയെ കുറിച്ചാണ് തെറ്റിദ്ധരിക്കരുത് ലെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ലെസ്റ്റിന്റെ പ്രശ്നം എന്താണ്? ദൈവം അവനെ ഒരു ഇണയെ കൊടുത്തിട്ട് അതിനെ സ്നേഹിക്കാനാണ് ആവശ്യപ്പെട്ടത്. മറ്റേത് എന്താണ്? മറ്റേത് ഒരാളെ ഉപയോഗിക്കലാണ്. അതായത് എന്റെ സുഖത്തിന് വേണ്ടി ഞാൻ ഒരു ശരീരത്തെ ഉപയോഗിക്കുന്നതിനെയാണ് ലെസ്റ്റ് എന്ന് പറയുന്നത്. മറ്റേത് ലൈംഗികത എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ബന്ധത്തിന് വേണ്ടി തന്നെ മറ്റേയാൾക്ക് ഓഫർ ചെയ്യുന്നതാണ് ലൈംഗികത. ഭയങ്കര ഡിഫറൻസ് ആണ്. അതായത് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെൽഫ് ഓഫറിങ്. എന്നെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, നിന്റെ ശരീരത്തിന് മേൽ നിനക്കല്ല മറ്റേ ആൾക്കാർക്ക് അവകാശം. അങ്ങനെ ഒരാളെ തന്നെ ആത്മദാനം നടത്തുന്നതാണത്. മറുവശത്തോ ലെസ്റ്റ് എന്ന് പറയുന്നത് എന്റെ സുഖത്തിന് വേണ്ടി ഞാൻ ഒരാളെ ഉപയോഗിക്കുന്നു, അത് പാപമാണ്. ഇത് ഉൾപ്പെടെയുള്ള എല്ലാ ഇതിൽ നിന്ന് വരുന്നതാണ്, ഉത്ഭവപാപത്തിന്റെ പരിണിത ഫലങ്ങളാണ് എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു വരുന്നതിനിടയ്ക്ക് ഇതെടുത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. അതിനെ കൂടി എനിക്ക് ആവർത്തിച്ച് പറയേണ്ടത്, അതിനെ ഒരിക്കലും സെക്ഷുവൽ ലഫുമായിട്ട് ബന്ധപ്പെടുത്തരുത് എന്ന് മാത്രം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം വരുന്നത്, ഇതൊരു പ്രായോഗികമായിട്ടുള്ള എന്താ ചെയ്യാൻ പറ്റാന്ന് ഉള്ള എൻ്റെ അച്ഛൻ്റെ ഒരു അഡ്വൈസ് ആണ്. അത് അച്ഛന് ചിലപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഉത്തരം പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും ഇൻപുട്ട് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നുള്ളൂ. അതായത് ഈ കേരളത്തില് മലയാളത്തിൽ ധ്യാനിപ്പിക്കുന്ന പല അച്ഛന്മാരായാലും സിസ്റ്റേഴ്സായാലും ഒക്കെ അൽമാരായാലും എല്ലാം ഞാൻ അവരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടേക്കുന്ന ഒരു എലമെന്റ് ആണ് ഈ പൂർവികരിലൂടെയുള്ള പാപം, പൂർവികരുടെ ശാപം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വളരെ എക്സസീവ് ആയിട്ട് അത് പറയുന്നു. അപ്പൊ ഇനിയിപ്പോ വളരെ പ്രമുഖരായ ധ്യാന ഗുരുക്കന്മാരാണെങ്കിലും അവര് പാസിംഗിൽ അത് പറഞ്ഞു പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ദിവ്യബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, എല്ലാത്തിനും പരിഹാരവും, അത് പൂർവികരുടെ ശാപമാണെങ്കിലും നിങ്ങളുടെ പാപമാണെങ്കിലും അങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഇനിയിപ്പോ എക്സസീവായി പറയാത്ത ധ്യാന പ്രസംഗകർ പോലും ഇത് പാസിംഗിൽ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ പല ആൾക്കാരോടും സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും തങ്ങളുടെ ചില പ്രോബ്ലംസ് വളരെ നാളുകളായി നീണ്ടു നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ
ബാക്കി കുമ്പസാരിച്ചു, പാപകരമായ ജീവിതം ഉപേക്ഷിച്ചു, ഇപ്പോൾ അവരുടെ ഭൗതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവാതെ വരുമ്പോൾ ഈ പൂർവികര ശാപം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുന്നള്ളിച്ച് ആൾക്കാർ ഇത് പറയുന്നു. ഈ ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പലരും ഈ പൂർവികരുടെ ശാപം മാറാൻ വേണ്ടി ശുദ്ധീകരാത്മാക്കൾക്ക് മോശം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കേരളത്തില് അങ്ങനെ ഒരുപാട് പ്രഘോഷണം നടക്കുന്നുണ്ട്. അതായത് ശരിക്കും വളരെ ബഹുമാനിക്കപ്പെട്ട അറിയപ്പെടുന്ന ആൾക്കാരിലൂടെ തന്നെ. എനിക്ക് എന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി അതില് ഞാൻ പരിഹാരം ചോദിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാല്, അപ്പൊ ഞാൻ ഈ വിഷയത്തെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്തപ്പോ ഞാൻ കണ്ട ചില ഡാറ്റ എന്താണെന്ന് വെച്ചാല്, ഇതേപോലെ പഠിപ്പിക്കുന്നത് അമേരിക്കയിലെ കത്തോലിക്ക പുരോഹിതര്, പ്രത്യേകിച്ചും ഈ ബോധോച്ചാരണമൊക്കെ നടത്തുന്ന അമേരിക്കയിലെ വളരെ അറിയപ്പെടുന്ന യൂട്യൂബിലൊക്കെ വരുന്ന പല അച്ഛന്മാരും ഇതിനെ ഇംഗ്ലീഷിൽ ഇന്റർ ജനറേഷണൽ ഹീലിംഗ് എന്നും പറഞ്ഞ് അവര് ഈ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം ഇപ്പൊ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുത്. അപ്പൊ അമേരിക്കയിലെ അച്ഛന്മാരെ അങ്ങനെ പഠിപ്പിക്കുന്നത് കണ്ടപ്പം അത് യൂറോപ്പിലെ സ്പെയിനിലും ഒക്കെ ഇങ്ങനെ അച്ഛന്മാരും അൽമാരൊക്കെ ഇത് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോ സ്പാനിഷ് ബിഷപ്പ് കോൺഫറൻസ് ഇതിനെതിരെ വ്യക്തമായ ഒരു പഠിപ്പിക്കൽ നടത്തി. അതായത് അവര് സ്പാനിഷ് ബിഷപ്പ് കോൺഫറൻസ് ഔദ്യോഗികമായി പഠിപ്പിച്ചു, ഇതിനു മുമ്പും ഇങ്ങനത്തെ ഇത് ഫോൾസ് ടീച്ചിങ് ആണ്, ഇതിനു മുമ്പ് ഇത് ഉണ്ടായിട്ടുണ്ട്. പോളണ്ടിലെ ബിഷപ്പ് കോൺഫറൻസ് ഇതിനെ അപലപിച്ചു, ഫ്രാൻസിലെ ബിഷപ്പ് കോൺഫറൻസ് ഇതിനെ അപലപിച്ചിട്ടുണ്ട്. അതിനെല്ലാം കോട്ട് ചെയ്ത് സ്പാനിഷ് ബിഷപ്പ് കോൺഫറൻസ് ഈ വർഷം ആദ്യമോ കഴിഞ്ഞ വർഷം പകുതിക്കാണ്ട് ഇതിനെ അപലപിച്ച് ഡോക്യുമെന്റ് അവർ പുറത്തിറക്കി. അതായത് ഔദ്യോഗികമായിട്ട് 3 ബിഷപ്പ് കോൺഫറൻസുകളുടെ കണ്ടംനേഷൻ ഉണ്ട്. ഇന്റർ ജനറേഷൻ ഹീലിംഗ്, തലമുറകളിലുള്ള ശാപം ഇല്ല. അത് അവർ പറയുന്ന കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്കെതിരാണ്. പ്രത്യേകിച്ച് മാമോദിസ എന്ന കുദാശയുടെ പവർ അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറയും. അപ്പൊ എനിക്ക് അച്ഛനോട് ഉള്ള എന്റെ ചോദ്യം, പ്രാക്ടിക്കലായിട്ട് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ, ബിഷപ്പ്മാരുടെ കോൺഫറൻസോ അല്ലെങ്കിൽ ചുരുങ്ങിയ വർഷം സീറോ മലബാർ സഭയുടെ ബിഷപ്പ് കോൺഫറൻസ് തലമുറകളോടുള്ള ശാപം എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ പഠനമല്ല എന്ന് പറഞ്ഞ് ഒരു പഠിപ്പിക്കൽ, ഒരു ഡോക്യുമെന്റ് ഇറക്കണമെങ്കിൽ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്താൽ എനിക്ക് പറ്റും? കാരണം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷത്തിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് അച്ഛാ, ഞാൻ അതിലേക്ക് വരാം. അച്ഛൻ ഉദ്ദേശിക്കുന്ന മറ്റേ ടോം സക്രിയയുടെ സമയത്തുള്ള സംഭവമാണെങ്കിൽ അതിൽ ഇത്ര ഡീറ്റെയിൽ അല്ല, വേറൊരു കോണ്ടെക്സ്റ്റിലാണ് ഞാനത് പേഴ്സണലായിട്ട് പറയാം. പിന്നെ എന്നോട് പേഴ്സണലായിട്ട് ഞാൻ പറയാം. അങ്ങനെ കോണ്ടെക്സ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ ഡോക്യുമെന്റ് എവിടെയാണെന്നോ ഏതാണെന്നോ എനിക്ക് ഓർമ്മയില്ല, കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ തലമുറകളിലേക്ക് നീളുന്ന ശാപത്തെ കുറിച്ച് പഠിപ്പിക്കരുത്, അങ്ങനെ ഇല്ല എന്ന് ഒരു 10 വർഷമെങ്കിലും മുൻപ്, 10 ആണോ അതിനു മുമ്പാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്, മുമ്പ് കേരളത്തിലെ ഒരു ധ്യാനകേന്ദ്രത്തിന്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ സഭ ഔദ്യോഗികമായി ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ആ കാലഘട്ടത്തിനോട് അടുത്തോ അതിനു മുൻപോ, ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബിൽ മാത്രം അത് കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പ്രശബ്ദം ഇട്ടേക്കുന്ന അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ, അച്ഛന്റെ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ് ഈ വിഷയത്തില്. എന്റെ ലിങ്ക് അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് അവെയറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പുതുതായിട്ട് വീണ്ടും ഡോക്യുമെന്റ് ഇറക്കേണ്ട ആവശ്യമില്ല എന്നതിനേക്കാൾ അപ്പുറത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന ആളുകൾ അങ്ങനെയാ പഠിപ്പിക്കുന്നത് നമുക്കൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും, അങ്ങനെ കുഴപ്പമില്ല. ഈ നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ആർക്കെങ്കിലും ഒക്കെ ഇത്ര വിശദമായി അദ്ദേഹം ഇത് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, ഈ പൂർവികരുടെ ശാപം, ചിലത് ഈ ശിക്ഷയും ശാപവും വേറെ രണ്ടാണ്. ഇങ്ങനെ തുടങ്ങുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ആ വീഡിയോ പണ്ടത്തെ വീഡിയോ ആണ്, കേൾക്കാൻ രസമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും അതിനകത്ത് ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുണ്ടാവും ഞാൻ വിചാരിക്കും. ഞമ്മളിന്ന് കേൾക്കാമോ? യാത്രയിലാണ്. എന്റെ ചോദ്യം, നമ്മള് കർത്താവ്, ദൈവം, അതായത് ലോർഡ് ആൻഡ് ഗോഡ്, ഇത് തമ്മിൽ ഒരു ഡിഫറൻസിയേഷൻ ഈ 2 പദങ്ങളും ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ തോമസ് ലീഹ തന്നെ കർത്താവിനെ ഉയർപ്പിന് ശേഷം കണ്ടപ്പോൾ മൈ ഗോഡ് ആൻഡ് മൈ ലോഡ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ പഴയ നിയമത്തിൽ ഒന്നിൽ കൂടുതൽ കർത്താക്കന്മാരുണ്ടായിരുന്നു. ഈ കർത്താവ് എന്ന് നമ്മുടെ POC ബൈബിൾ അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ബൈബിളുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് ദൈവം എന്നുള്ള വാക്കിന് പകരം കർത്താവ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം എന്താ? ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ടോ ഈ കർത്താവ് എന്നുള്ള? ശരിക്കും അത് രണ്ടും തമ്മിൽ ഇൻഫീരിയോറിറ്റി അല്ല, അതിന്റെ ഒരു ക്യാരക്ടറിന്റെ ഡിഫറൻസ് പഴയ നിയമ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതിന് അത് ചുമ്മാ ഫോളോ ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും. എന്റെ കർത്താവും എന്റെ ദൈവവും എന്നാണ് തോമസ് ലീഹ തന്നെ പറയുന്നത്. കർത്താവ് അഥവാ ലോർഡ് എന്ന് പറയുന്നത് എന്നെ ഭരിക്കുന്നയാൾ, ഞാൻ ആ ആൾക്ക് വിധേയപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിനോട് അനുസരണം പ്രഖ്യാപിക്കുന്നു, അവിടുന്നാണ് എൻ്റെ നാഥൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത് എന്നയാളാണത് എന്ന് തുടങ്ങുന്ന മേഖലയിലാണ് ഈ കർത്താവ് അഥവാ ലോർഡ് എന്ന് പറയുന്നത്.
മറ്റേത് ഗാഡ്, ദൈവം എന്ന് പറയുന്നത് കുറെ കൂടെ യൂണിവേഴ്സൽ ആയിട്ട് താഴ്ത്തുകയാണ്, എല്ലാവരെയും പരിപാലിക്കും. ഒന്ന് പേഴ്സണലാണ്, എന്റെ കർത്താവാണത്, എന്നെ ഭരിക്കുന്ന ആൾ, അതാണ് എൻ്റെ ഒരു ഏരിയ. ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്, ധാരാളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഒരു സിമ്പിൾ കാര്യം പറയാം, പ്രാക്ടിക്കലി രണ്ടിന്റെ സെൻസ് ഒന്ന് തന്നെയാണ്. കർത്താവ് തന്നെയാണ്, ഒരേ ഈശോയെ കുറിച്ച് തന്നെയാണല്ലോ തോമസിലെ പറയുന്നത്, നീ എന്റെ കർത്താവുമാണ്, എന്റെ ദൈവമാണ്. രണ്ടാമത്തെ വശത്ത് എന്താണ്, ദൈവമെന്ന ലോകം ആരെ വിളിക്കുന്നു ആ ആൾ നീയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാരിയും പ്രപഞ്ചത്തിന്റെ ആദികാരണവുമാകുന്ന ആ ദൈവമെന്ന് നമ്മൾ കേട്ടിട്ടുള്ള അതെന്തോ അത് നീയാണ് എന്നാണ്. മറ്റേത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ്, എന്നെ ഭരിക്കുന്നവൻ, എന്നെ നിയന്ത്രിക്കുന്നവൻ, എന്നെ നയിക്കുന്നവൻ എന്നൊക്കെയാണ്. ഇത് ഒത്തിരി വിശദമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യം. ഞാൻ എൻ്റെ ഇങ്ങനെ ഇതിനകത്ത് അതിനൊരു ട്രഡീഷൻ ഉണ്ട്, എലോയിസ്റ്റിക് ട്രഡീഷൻ ആയിട്ട് തന്നെ അതിനെ അങ്ങനെ കണക്കാക്കാറുണ്ട്. അതുപോലെ യാവിസ്റ്റിക് ട്രഡീഷൻ എന്ന് പറയുന്നത് യഹോവ എന്ന കൺസെപ്റ്റിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ പല വിധത്തിൽ ഒത്തിരി സ്റ്റഡീസ്, പ്രത്യേകിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ. ബേസിക്കലി നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ രണ്ടും ഉദ്ദേശിക്കുന്ന ഒരാളെ തന്നെയാണ്. ഒന്നൊരു പേഴ്സണൽ ആസ്പെക്ട് കുറച്ച് കൂടുതലുണ്ട്, മറ്റേ അതിന്റെ യൂണിവേഴ്സൽ പെർസ്പെക്റ്റീവ് കുറച്ചുകൂടി ഇരിക്കും. പിന്നെ കർത്താവ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ എന്താ പറയാ, പഴയ നിയമത്തിലെ സൈന്യങ്ങളുടെ കർത്താവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഭരണാധികാരി, സൈന്യാധിപൻ, അധികാരി, ശക്തി, കരുത്ത് തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബൈബിൾ പണ്ഡിതരെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനത്തെ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാറുണ്ട്. ഈ ഉത്തരങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ പ്രശ്നം എന്നറിയോ, നമ്മുടെ കൂട്ടത്തിൽ ഒരു കൊള്ളാവുന്ന ഒരു നല്ല ബൈബിൾ പണ്ഡിതനും കൂടി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ പരിമിതിയൊക്കെ ഉണ്ട്. അച്ഛാ, വേറൊരു കാര്യം ഇതോട് ചേർന്നുള്ളൊരു ചോദ്യം, ഈ പഴയ നിയമകാലത്ത് ഒന്നിൽ കൂടുതൽ കർത്താക്കൾ ഉണ്ടായിരുന്നു, അതായത് കർത്തൃത്വം ഉള്ള ആൾക്കാരെയാണ് ഞാൻ കർത്താവെന്ന് ഉദ്ദേശിച്ചത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉദ്ദേശിച്ചത് എന്താ? ഈ കർത്തൃത്വം എന്ന് പറഞ്ഞൊരു കാര്യം പറയല്ലേ, കർത്തൃത്വം. അതെ കർത്താവ് അല്ല, അതിങ്ങനെ ഈ നമ്മൾ ചില ഈ ഡിസ്കഷൻസിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്, അതായത് രണ്ട് കർത്താവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ കർത്താവ് എന്നുള്ളത് ഒരു ലോ ലെവൽ സ്റ്റാറ്റസ് ആണെന്ന രീതിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇല്ല അതൊക്കെ ചുമ്മാ ഈ പല വിധത്തിൽ ഞാൻ ഈ പലരിടത്തും കേട്ടിട്ടുണ്ട്, ഇങ്ങനെ വളച്ചു തിരിച്ചും ഒരാവശ്യമില്ലാത്ത, ഒരിക്കലും ആളുകൾ ചിന്തിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാ അതിനകത്തോട്ട് വലിച്ചു കയറ്റിയും ഒക്കെ പറയുന്നത്. അങ്ങനെയൊന്നും വിശുദ്ധേന്ദ്രത്തിന്റെ ഭാഷയ്ക്കകത്ത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഇനി കർത്താവ് എന്ന് പറയുന്നതിന് നമുക്ക് പേഴ്സണലായിട്ട് ആർക്കും അപ്ലൈ ചെയ്യാം. ഇപ്പൊ രക്ഷകർത്താവ് നമ്മൾ പറയാറില്ലേ, രക്ഷകർത്താവ്, അങ്ങനെയുള്ള മനുഷ്യരെ കർത്തൃത്വം ചെയ്യുന്ന ആരെയും നമ്മൾ കർത്താവ് എന്നൊക്കെ വിളിക്കാം. പക്ഷെ ദ ലോർഡ് എന്ന് വിളിക്കുന്നത് ഒരാൾ മാത്രമാണ്. ബൈബിളിൽ എപ്പോഴും ഒരാളെ മാത്രമേ ഉള്ളൂ. അതായത് വിശുദ്ധഗ്രന്ഥത്തെ സഭ മനസ്സിലാക്കിയിട്ടുള്ള പോലെ, സഭയ്ക്കാണല്ലോ വിശുദ്ധം കിട്ടിയിട്ടുള്ളത്, പരിശുദ്ധാത്മാവ് സഭയ്ക്ക് വെളിപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ വിശുദ്ധഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യര് പല വിധത്തിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിനെ അവഗണിക്കാൻ വെച്ചാൽ മാത്രം മതി ബേസിക് ആയിട്ട്. പിന്നെ ചർച്ചയ്ക്ക് വരുമ്പം കാര്യകാരണങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് മാത്രം. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ അച്ഛനോട് പേഴ്സണലായിട്ടൊന്ന് ചോദിച്ചായിരുന്നു. ഞാൻ ഈശോ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടെ അൽത്താരയിലെ ബലിയും പൂർണ്ണമാക്കപ്പെടുന്ന ഒരു നമ്മളെ 9th ടെക്സ്റ്റിലുണ്ടല്ലോ. അപ്പൊ അത് ഈശോയെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് എന്നുള്ളത് വചനാധിഷ്ഠിതമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവോ? ഈശോയെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കേട്ടാൽ തോന്നുന്നത് എന്താണ്? പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യുന്നു, ഈശോ പാസീവായിട്ട് അതിന് വിധേയപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിനകത്തൊക്കെ എപ്പോഴും ഈശോ ഏത് കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും ഈശോ തന്നെ പറയാറുള്ള ഒരു കാര്യം എന്താണ്? പിതാവ് തന്നെയാണ്. പിതാവ് പറയുന്നതല്ലാതെ പുത്രനൊന്നും പറയുന്നില്ല, പിതാവ് ചെയ്യുന്നതല്ലാതെ പുത്രനൊന്നും ചെയ്യുന്നില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്നാണ് ഈശോ. പിതാവും പുത്രനും ഒന്നാണ്, ഞാനും പിതാവും ഒന്നാണ് എന്നൊക്കെ ഈശോ പഠിപ്പിക്കുന്നു. അപ്പം എല്ലാ തീരുമാനങ്ങളും എല്ലാ പ്രവൃത്തികളും ഇവരുടെ കൂട്ടായ്മയുടേതാണ്. എന്നാൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈശോയെ നയിക്കുന്നു എന്ന് ഈശോ പറയുന്നത് ഞാനിത് ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചെയ്യുന്നതാണ് എന്നുള്ള സൂചനയാണ് അതിനകത്ത് പ്രധാനമായും നേരിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രോഗികളെ സുഖപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച വരുമ്പോഴത്തേനൊക്കെ ഈശോ പറയുകയാണ്, ദൈവകരം കൊണ്ടാണ് ഞാൻ സുഖപ്പെടുന്നത്. ദൈവകരം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് നേരിട്ട് സൂചിപ്പിക്കുന്നത്. ആണ് എങ്കിൽ എന്നൊക്കെ പറയുന്നത്. ദൈവാത്മാവ് എൻ്റെ മേലുണ്ട്, വിജാതിയർക്ക് സുവിശേഷം അറിയിക്കാൻ എന്നെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഈശോ തന്റെ ദൗത്യം ഒറ്റപ്പെട്ട ദൗത്യമല്ല, അത് കൂട്ടായ്മയുടെ ദൗത്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോയെ ഉയർപ്പിക്കുന്നതും, ഈശോ സ്വയമാണ് ഉയർക്കുന്നത്, അല്ലെങ്കിൽ ദൈവമായിരിക്കുന്നതിനാൽ അവിടത്തേക്ക് ഉയർക്കാൻ കഴിയും, ഇതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കുമ്പോഴും ദൈവത്തിന്റെ ത്രിത്വത്തിന്റെ കൂട്ടായ്മയുടെ പ്രവൃത്തിയാണ് പുത്രനെ അയക്കുന്നതും പരിശുദ്ധാത്മാവ് കൂടെ മിശിഹായെ തന്റെ ദൗത്യത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നതും
ഉത്ഥാനത്തിന് കൂടെ ഉണ്ടായിരിക്കുന്നതും തുടർന്ന് സഭയെ നയിക്കുന്നതും എന്നൊക്കെ പറയുന്ന വിശാലമായ ഇവരുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള പല ഇടങ്ങളിലെ പരാമർശങ്ങളാണ് നമ്മളിപ്പോൾ പെറുക്കിയെടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പം അല്ലാതെ ഈശോയെ ഉയർപ്പിക്കാൻ പിതാവിന് കരുത്തില്ലായിരുന്നോ, ഇനി പരിശുദ്ധാത്മാവിന് ആ കാര്യം മറന്നുപോയായിരുന്നു, ഈശോയുടെ ഉയർപ്പ് നടക്കാതിരിക്കുമായിരുന്നോ എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നതല്ല. പകരം എന്താണ്, ഇവരുടെ കൂട്ടായ്മയെ നമ്മളെ അറിയിക്കുന്നതാണ്. ഈ സുവിശേഷങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം ഇവരുടെ ബന്ധം എന്താണ്, ഇവർ ഒരുമിച്ചാണ് അത് ചെയ്യുന്നത് എന്ന് തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണ, ജീവദായകത്വം ഒക്കെ സൂചിപ്പിക്കുന്നതാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ ജോലികളെല്ലാം ഡിപ്പാർട്ട്മെന്റൈസ് ചെയ്തിരിക്കുന്ന ഒന്നും അല്ല അതിന്റെ അർത്ഥം. പകരം നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ത്രിത്വവും ത്രിത്വത്തിന്റെ പ്രവൃത്തികളും വിശദീകരിക്കുന്നതിന്റെ ഭാഗം മാത്രമാണ് ഈ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. അടുത്ത ക്ലാസ്സിന്റെ പാറ്റേണും കൂടി ഒന്ന് പങ്കുവെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ നമ്മൾ ചോദ്യോത്തരങ്ങൾ പറയുന്നു. അതെങ്ങനെയാ ചെയ്യാമെന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ നിങ്ങൾ വിശദീകരണം ആഗ്രഹിക്കുന്ന ഭാഗം നേരത്തെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. കാരണം ഞാനൊന്ന് നോക്കിയിട്ട് പറയുന്നത് നല്ലതല്ലേ, കുറച്ചുകൂടെ കൂടുതൽ നന്നായിട്ട് പറയാൻ പറ്റും. അപ്പം കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്ന ടെക്സ്റ്റ്, ഇപ്പൊ അതായത് ഹെബ്രായ ലേഖനം 6:13-14 അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന കാര്യം അത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഈശോ ദൈവമാണ് എന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഈശോ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ദൈവത്തിനാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ദൈവമാണെന്ന് എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം അയക്കാം. അപ്പൊ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ചിലതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് സംസാരിക്കും. എന്ന് പറഞ്ഞാൽ ഒരേപോലെ തന്നെ കുറെ എണ്ണം അടുപ്പിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ ഇപ്പം ഇസ്മായേൽ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിനകത്ത് ഇസ്മായേലിന് അവന് നിന്നെ ഒരു ജനതയാക്കൂ എന്നൊക്കെ പറഞ്ഞ് ദൈവം അവനെ അമ്മയും മകനെയും കൂടെയും അയക്കുന്നു. പിന്നെ ഒരു പരാമർശമില്ല. അപ്പൊ അവര് പോയിട്ടാണോ ഈ ഇസ്ലാം എന്ന് പറയുന്ന ജനം, ഇസ്മായിലിനാണോ ഇസ്ലാം എന്ന് പറഞ്ഞ ജനം ഉണ്ടായത്? അപ്പൊ ആ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് അവിടുത്തെ വിഷയം. ഈ ടെക്സ്റ്റിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയും ചോദിക്കാൻ വേണമെങ്കിൽ കേട്ടോ, അങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നമുക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓരോ ദിവസവും കഴിയുന്നിടത്തോളം സമയം അങ്ങനത്തെ ഓരോന്ന് പറഞ്ഞു പോകാം. അല്ലാതെ നമുക്ക് വിശുദ്ധ ആദ്യ അവസാനം പറയല് പോസിബിൾ അല്ലല്ലോ. അപ്പൊ പുതിയ നിയമത്തിൽ നിന്നും ലേഖനത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഒക്കെ നമുക്ക് അങ്ങനത്തെ ടെക്സ്റ്റുകൾ എടുക്കാം. അങ്ങനെ കുറച്ച് എപ്പിസോഡുകൾ നമുക്ക് ചെയ്യുമ്പം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു സാധാരണ വ്യാഖ്യാന രീതിയൊക്കെ മനസ്സിലാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു അച്ഛാ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, ദൈവിക രഹസ്യങ്ങളുടെ കവാടങ്ങൾ ഞങ്ങളുടെ ആത്മാവിൽ അങ്ങ് തുറക്കണമേ. ഞങ്ങൾ നിസ്സാരരും ബലഹീനരുമാകയാൽ അങ്ങയുടെ നിത്യസത്യങ്ങൾ പൂർണ്ണമായും ഗ്രഹിക്കാനൊന്നും ഞങ്ങൾ കഴിയില്ല. എന്നാലും ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ നിത്യജീവിതത്തിനും ആവശ്യമുള്ളവ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണമേ. പരിശുദ്ധ സഭ എങ്ങനെ പഠിപ്പിക്കുന്നുവെന്നും വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും സഭയിൽ നിന്ന് അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. കാരണം വചനം നൽകപ്പെട്ടതും അത് രേഖപ്പെടുത്തിയതുമൊക്കെ സഭയിലാണല്ലോ. സഭയ്ക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ട വചനത്തെ സഭയിൽ നിന്ന് ഗ്രഹിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കൂട്ടായ്മയും അവിടുന്ന് ആശീർവദിക്കണമേ. നാം എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.